ശരിക്കും ചൈൽഡ്ഹുഡ് അബ്യൂസ് ഒന്നും കിട്ടാത്ത കുട്ടി ഭയങ്കര ഭാഗ്യവാന്മാരാണ് അല്ലെങ്കിൽ ഭാഗ്യവതിയാണെന്ന് കമൻറ്റ് ചെയ്യുന്ന ഒരാളായിട്ട് ഞാൻ. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി 3ാം ക്ലാസ് തൊട്ട് അവളുടെ ഓൺ ഫാദർ, ബയോളജിക്കൽ ഫാദർ അബ്യൂസ് ചെയ്തു. അബ്യൂസീവ് ഇൻസിഡൻസിൽ മിക്കതും അവരുടെ വീടിന്റെ ഫ്രണ്ട് ഡോറിൽ കൂടെ തന്നെ കയറി വരാൻ പെർമിഷൻ ഉള്ള വ്യക്തികളായിരിക്കും. 10ാം ക്ലാസ്സിലായപ്പോൾ രണ്ടും കൽപ്പിച്ചത് അമ്മയോട് പറയുമ്പോൾ എല്ലാ പേരൻസും ചോദിക്കുന്ന ഒരു ചോദ്യം, എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല? കുട്ടിയുടെ ഒരു ബിഹേവിയറൽ പാറ്റേൺ കാണുമ്പോൾ ഒരു അബ്യൂസിലാണോ കടന്നു പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? പേടി കൂടാം, കാരണമൊന്നുമില്ലാതെ കരയാം, ഒറ്റയ്ക്ക് കിടക്കാൻ മടി കാണിക്കാം, കൂടുതൽ ദേഷ്യം പ്രകടിപ്പിക്കുക. ഇതൊക്കെ ജനറലി നമ്മൾ കാണുന്ന ചേഞ്ചസ് എന്ന് പറയും. എന്താണ് ഇതിനകത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇവിടുത്തെ സൊസൈറ്റിയുടെ ഒരു ബിഹേവിയറുകളോണ്ട് മാത്രം മെന്റൽ ഇൽനെസ് വന്നിട്ടുണ്ടോ? കേരളത്തിൻ്റെ ഒരു എൻവയോൺമെൻറ്റിൽ മൈഗ്രേഷൻസ് ഭയങ്കര കൂടുതലാണ്. ലോൺലിനെസ്, സെപ്പറേഷൻ ആൻസൈറ്റീസ്. നല്ല പോലെ ഫോക്കസും ജോലിയിൽ നല്ല പ്രൊഡക്ടിവിറ്റിയും കൊടുക്കാൻ പറ്റിയിരുന്ന ആളുകൾ ബിഫോർ കോവിഡ് ഇന്ന് ഫോക്കസ് കൊടുക്കാൻ പറ്റുന്നില്ല. ഇടയ്ക്കൊരു സമയം കിട്ടിയാൽ ഓടിപ്പോയി സ്ക്രോൾ ചെയ്യണം. വി ആർ വിക്ടിം ഓഫ് സ്ട്രെസ് ഡിസോർഡേഴ്സ്. ഹസ്ബൻഡിന് ഒരു ക്രോസ് ഡ്രസ്സിങ് ഫാൻറ്റസി ഉണ്ട്. സെക്ഷൽ ആക്ടിവിറ്റി തുടങ്ങുന്നതിന് മുമ്പ് ഫീമെയിൽസിൻ്റെ ഡ്രസ്സ് ഇടുമ്പോഴാണ് അയാൾക്ക് കൂടുതൽ അതൊരു എക്സൈറ്റ്മെൻറ്റ് തോന്നുന്നത്. ഇമാജിൻ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ഒരു വ്യക്തിക്ക് ഉറപ്പായിട്ടും സെക്ഷൽ ഫാൻറ്റസീസ് ഉണ്ട്. ഫസ്റ്റ് പ്രഗ്നൻസി കഴിഞ്ഞു, പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ വന്നു. കുഞ്ഞിനെ ഫീഡ് ചെയ്തില്ലായിരുന്നു. ഫാമിലി ഭയങ്കര ട്രഡീഷണൽ ഫാമിലി. ഇവർ ചെയ്തതെന്ന് പറഞ്ഞാൽ മന്ത്രവാദത്തിലേക്ക് കൊണ്ടുപോയി. പേടി കിട്ടി തിരിച്ചു വന്നു, ഫീഡ് ചെയ്തു. കുഞ്ഞിന് 2 വയസ്സായപ്പോൾ സംശയരോഗം നിർക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ്. സെയിം പ്രൊഫഷനിൽ ഇരിക്കുന്ന ആൾക്കാർ ഒരിക്കലും കല്യാണം കഴിക്കരുത്, അങ്ങനെയൊക്കെ ഉണ്ടോ? ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളെ ഹാൻഡിൽ ചെയ്യുന്നതും പാരന്റ്സ് എന്തൊക്കെയാണ് ശരിക്കും അറിഞ്ഞിരിക്കുന്നത്? കുട്ടികളുടെ ലേണിംഗ് ഡിസബിലിറ്റി ജനറ്റിക്കലി വരുന്ന എന്തെങ്കിലും പ്രശ്നമാണോ? ഹായ് ഗൈസ്, വെൽക്കം ടു സോറ പ്രസൻസ് പിങ്ക്. ഇന്ന് നമ്മൾ ആക്ച്വലി പിങ്കിൻ്റെ ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ്. നമ്മൾ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ച് ക്യൂറേറ്റ് ചെയ്ത് എടുത്ത ഒരു എപ്പിസോഡാണ് ഇന്നത്തെ. യെസ്, പിങ്കിൻ്റെ എക്സ്പേർട്ട് റൗണ്ട് ടേബിൾ. നമ്മൾ ഒരുപാട് എക്സ്പേർട്സിനടുത്ത് സംസാരിച്ച് നമ്മളിങ്ങനെ ഒരു ടോപ്പിക്കിലേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെൻ്റൽ ഹെൽത്തിനെ പറ്റിയിട്ടാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ ഇന്നത്തെ ഒരു മെൻ്റൽ ഹെൽത്ത് ആൻഡ് അതിൻ്റെ ഒരു സിനാരിയോനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ആത്മ മൈ മൈൻഡ് മൈ കെയർ എന്നുള്ള മെൻ്റൽ ഹെൽത്ത് ഓർഗനൈസേഷനിൽ നിന്ന് വന്നിട്ടുള്ള 4 പ്രൊഫഷണൽസാണ് ആത്മ മൈ മൈൻഡ് മൈ കെയറിൻ്റെ ചെയർപേഴ്സണായ ഡോക്ടർ സിജിയ ബിനു മാം. ഹായ്. ഹായ്. ആൻഡ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള സാം തോമസ്. ഹായ്. ആൻഡ് സൈക്യാട്രിസ്റ്റായ ഡോക്ടർ ജിറ്റി ജോർജ്. പിന്നെ ആർട്ട് തെറപ്പിസ്റ്റായ രേണു ചെറിയൻ. ഹായ്. ഹായ് ഓൾ. സോ വെൽക്കം ടു ദ എക്സ്പേർട്ട് റൗണ്ട് ടേബിൾ. താങ്ക് യു. നമ്മുടെ കേരളത്തിൽ ഫാമിലികളുടെ ഇടയിൽ നെഗ്ലക്റ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു സൈക്കോളജിക്കൽ ഡിസീസ് ഉണ്ടോ? അതായത് ഓക്കെ, ഇത് ട്രീറ്റ് ചെയ്താലും അല്ലെങ്കിൽ ട്രീറ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല, അല്ലെങ്കിൽ അതാണ് ഏറ്റവും കൂടുതൽ ട്രീറ്റബിൾ ആവേണ്ട ഒരു ഇഷ്യൂ എന്ന് തോന്നിയിട്ടുള്ള കേസുകൾ ഉണ്ടായിട്ടുണ്ടോ? ഒരെണ്ണമായിട്ട് നമുക്കങ്ങനെ പറയാൻ പറ്റത്തില്ല. എങ്കിലും വളരെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ട ഒന്നാണ് ഇന്നത്തെ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ്. അത് മൂഡ് ഡിസോർഡേഴ്സ് ആവാം, ആൻസൈറ്റി പോലുള്ള ബുദ്ധിമുട്ടുകളാവാം. പക്ഷേ അത് സാധാരണ സ്ട്രെസ്സാണ്, ഇതെല്ലാ മനുഷ്യർക്കും ഉള്ളതാണെന്ന് വിചാരിച്ച് അങ്ങ് അതിനെ നിഗ്ലക്റ്റ് ചെയ്ത് വിടും. പിന്നെ കേരളത്തിൽ പൊതുവേ ഈ സ്റ്റിഗ്മയാണല്ലോ. കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ മെൻ്റൽ ഹെൽത്തിൽ അവരൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നത് ഏറ്റവും ലാസ്റ്റ് പ്രിഫറൻസ്. ആദ്യം നോക്കുന്നത് അത് വേറെ ഏതെങ്കിലും ട്രഡീഷണൽ വേയിൽ നമുക്ക് പ്രാർത്ഥനകളോ അല്ലെ മന്ത്രവാദമോ ചരട് ജപിച്ച് കെട്ടുകല്ലോ അങ്ങനത്തെ ഉള്ള രീതികളിലാണ് ആദ്യം ഒരു തോട്ട് പാറ്റേൺ പോകുന്നത്. അതല്ലെങ്കിൽ പിന്നെ ഇന്ന് ഏറ്റവും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് സ്ട്രെസ് ബ്ലസ്റ്റേഴ്സ്. നമുക്കിന്ന് സ്ട്രെസ് ബ്ലസ്റ്റേഴ്സ് ഭയങ്കര ഈസിലി അവൈലബിളാണ്. ഒന്നും വേണ്ട, നമ്മുടെ കയ്യിലിരിക്കുന്ന ആ ഫോൺ മാത്രം മതി, സ്ക്രോളിങ്.
ആ സ്ക്രോളിങ്ങിലൂടെ പോകുമ്പോൾ തന്നെ ആളുകൾ ഇങ്ങനെയുള്ളൊരു ഒരു ഒരു അവരുടെ തോട്ട് പ്രോസസ്സിലോട്ട് എത്തും, എല്ലാം മറന്നു. അതിനകത്ത് ഓരോ റീൽസ് കാണുമ്പോൾ നമ്മളുടെ പ്രശ്നങ്ങളെ അറിയുന്നില്ല. പക്ഷേ റിസൾട്ട് എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് ബ്രെയിൻ റോട്ട് ഈസ് ഹാപ്പനിങ്. ബ്രെയിൻ റോട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല അവർക്ക്. ജോബിൽ മാത്രമല്ല പ്രൊഡക്ടിവിറ്റി തന്നെ കുറഞ്ഞു പോകും. ആ പ്രൊഡക്ടിവിറ്റി കുറഞ്ഞിട്ട് അവർ ഇപ്പോൾ അടുത്തിടെ വരുന്ന കേസുകളൊക്കെ എന്ന് പറഞ്ഞാൽ നേരത്തെ നന്നായിട്ട് പ്രത്യേകിച്ച് ബിഫോർ കോവിഡ് നല്ല പോലെ ഫോക്കസും ജോലിയിൽ നല്ല പ്രൊഡക്ടിവിറ്റിയും കൊടുക്കാൻ പറ്റിയിരുന്ന ആളുകൾ ഇന്ന് പലർക്കും ഫോക്കസ് കൊടുക്കാൻ പറ്റുന്നില്ല. കുറച്ചൊന്ന് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ടയറിങ് ഫീലിംഗാണ്. അല്ലെങ്കിൽ ഇടയ്ക്കൊരു ബ്രേക്ക് കിട്ടിയാൽ ഉടനെ പോയി. ഈവൻ നമ്മുടെ മീൻസ് ഹോം മേക്കേഴ്സ് അമ്മമാർ ഇടയ്ക്കൊരു സമയം കിട്ടിയാൽ ഓടിപ്പോയിട്ട് അവർക്ക് സ്ക്രോൾ ചെയ്യണം. കാരണം അത് ചെയ്യുമ്പോൾ മാത്രം എന്തോ ഒരു ആശ്വാസം. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വി ആർ വിക്ടിം ഓഫ് ദിസ് സ്ട്രെസ് ഡിസോർഡേഴ്സ്. സ്ട്രെസ്സിൽ നിന്നുണ്ടാകുന്ന, അതുപോലെ അതിനോട് ഏറ്റവും കൂടുതൽ ചേർത്ത് പറയാനുള്ളതാണ് ഈ മൂഡ് ഡിസോർഡർ, പ്രത്യേകിച്ച് ഡിപ്രഷൻ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഡിപ്രഷനാണ്. അപ്പോൾ ഡിപ്രഷൻ സാഡ്നെസ്സായിട്ട് എപ്പോഴും നമ്മൾ കണക്കാക്കുന്നത് അതൊരു ഇമോഷനല്ലേ, സാഡ്നെസ്സാണ്, അത് എൻ്റെ ഫീലിങ്സാണ്. പക്ഷേ ഒരു 2 ആഴ്ചയല്ല നമ്മൾ പറയുന്നത്, ക്ലിനിക്കലി പറയുമ്പോൾ ഒരു 2 വീക്സ് എങ്കിലും റെക്കറൻ്റായിട്ട് എന്നെ അതിങ്ങനെ എൻ്റെ ഡെയിലി റുട്ടീൻ ചെയ്യുന്നതിൽ നിന്ന് പോലും അഫക്റ്റ് ചെയ്യുമ്പോഴാണ് അത് ഡിപ്രഷൻ എന്ന് പറയുന്നത്. 2 ആഴ്ചയല്ല, 4 ആഴ്ചയല്ല. ചിലരൊക്കെ നമ്മുടെ അടുത്ത് വരുമ്പോൾ പറയും 2 മാസമായി നേരെ ഉറങ്ങിയിട്ടെന്ന്. 2 മാസം ആക്ച്വലി ഒരു ഷോർട്ട് പീരീഡ് ആണെന്ന് തോന്നുന്നു. പലരും 2 ഇയേഴ്സ് ഒക്കെ ആയിട്ട് ഉറക്കം, ഇപ്പം റീസെൻ്റ് ആയിട്ടൊരു IT പ്രൊഫഷണൽ അത് ഓൾമോസ്റ്റ് മോർ ദാൻ 2 ഇയേഴ്സ് ആയിട്ട് ഉറങ്ങുന്നില്ല, പ്രോപ്പർ സ്ലീപ്പില്ല, ഉറങ്ങുന്നില്ല. അപ്പം ഈ ഉറക്കമില്ലായ്മ വർക്കിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, ഫാമിലി ലൈഫിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, ഈവൻ കുട്ടികളെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അത് പലപ്പോഴും അവരത് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. സോ അത് കയ്യിൽ നിന്ന് പോകുന്ന പോലത്തെ ഒരു സിറ്റുവേഷനിലോട്ട് എത്തിയപ്പം, അതായത് മുന്നോട്ടൊരു വഴിയില്ല. ഷീ സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് സൂയിസൈഡൽ ഐഡിയാസ്. അപ്പോൾ അങ്ങനെ ഒരു സ്റ്റേജിലോട്ട് എത്തിയപ്പോഴാണ് ഓക്കെ ഇത് എന്തോ പ്രശ്നം ആയിട്ട് തോന്നുന്നത്. പക്ഷേ ഇതിനു മുമ്പ് ഒത്തിരി വാർണിംഗ് സൈൻസ്, റെഡ് ഫ്ലാഗ് സൈൻസ്, ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് സീക്ക് ചെയ്യണം എന്നുള്ള രീതിയിലുള്ള ഒത്തിരി സൈൻസ് ആൻഡ് സിംറ്റംസ് ഉണ്ടായിട്ടുണ്ട്. കോൺസെൻട്രേഷൻ കുറഞ്ഞു പോയി, പ്രൊഡക്റ്റീവ് അല്ല, എഫിഷ്യൻസി കുറഞ്ഞു, ഒരു കാര്യം പോലും ചെയ്യാൻ പറ്റുന്നില്ല, സാഡ്നെസ്, ഇറിറ്റേഷൻ, ദേഷ്യം വരിക, പേഷ്യൻസ് ഇല്ലാതെ കുട്ടികളോട് സംസാരിക്കുക, അവരോട് ദേഷ്യപ്പെടുക. അപ്പം ഈ കുട്ടികളോട് ദേഷ്യം വരുന്നതും കുട്ടികളെ തല്ലുന്നതും ഒക്കെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒത്തിരി അക്സെപ്റ്റബിൾ ആണ്. അത് ആ ഒരു വയലൻസ് ടുവേഴ്സ് കുട്ടികൾ എന്നൊക്കെ പറയുന്നത് ഈവൻ പാർട്ട്ണറിനോടുമൊക്കെ അതെല്ലാം കുറേ നോർമലൈസ്ഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിൽ. അപ്പം നമ്മളിങ്ങനെ ഒരു എന്താ പറയുക, ഒരു പൊട്ടക്കിണറിനകത്ത് നമ്മൾ താമസിക്കുമ്പോൾ ഇതാണ് ലോകം എന്നാണ് പലപ്പോഴും ആളുകൾ വിചാരിക്കുന്നത്. അപ്പോൾ ഒരു എക്സ്ട്രീം സ്റ്റേജിലേക്ക് പോകുമ്പോൾ മാത്രമാണ് നമ്മളിത് തിരിച്ചറിയുന്നത്. മാം പറഞ്ഞ പോലെ എനിക്കൊന്ന് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ബില്ലിങ് ആവുന്നവരുടെ പേഴ്സൻറ്റേജ് ഇപ്പോൾ ഒരു റീസെൻറ്റ് സർവേയിൽ കണ്ടതാണ്. ഡിപ്രഷനിൽ എക്സാക്ട്ലി ഡിപ്രഷനിൽ 25% ഉള്ളി കമ്മിങ് ഫോർ ട്രീറ്റ്മെൻറ്റ്. ബാക്കി എല്ലാവരും 75% ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും സ്ട്രെസ് ബ്ലസ്റ്റേഴ്സിലോ ഈ പറഞ്ഞ പോലെ 2 വർഷം വരെ എങ്ങനെയായിരുന്നു എന്തെങ്കിലുമൊക്കെ ഒരു സ്ട്രെസ് ബ്ലസ്റ്റർ എടുത്ത്, അല്ലെങ്കിൽ എന്തെങ്കിലും മാലഡാപ്റ്റീവായിട്ടുള്ള കോപ്പിംഗ് മെക്കാനിസം. ചിലരെന്ന് പറഞ്ഞാൽ ഏറ്റവും ഡിയറസ്റ്റ് ഫ്രണ്ട്സിനെ വിളിച്ച് എപ്പോഴും കരയുക. അടുത്തിടയ്ക്കൊരു കുട്ടി പറഞ്ഞതാണ്, ഫ്രണ്ട് വിളിക്കുമ്പോൾ ഞാനിപ്പോൾ എടുക്കത്തില്ല, വിളിച്ചാൽ മണിക്കൂറുകളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ അവളുടെ ത്രോബ്സ് എല്ലാം എനിക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഇറ്റ്സ് അഫക്റ്റിംഗ് ഓൾ ആർ സൊസൈറ്റി. വീട്ടിൽ നിന്ന് ഇങ്ങനെ തുടങ്ങി സൊസൈറ്റിയിലോട്ട് അത് വ്യാപിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം മെയിനായിട്ട് ഡോക്ടർ ജിറ്റി പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ കുട്ടികളിത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നു. ഈ ഫാമിലിയിൽ പാരൻസ് ആയാലും ഈ പറഞ്ഞ പോലെ ജോലിക്കൊക്കെ പോകുന്ന സമയത്ത്, ഇപ്പോൾ എനിക്കറിയുന്ന ഒരു ഫാമിലിയിൽ എന്താ പറയുക, 2 കപ്പിളും ലൈക്ക് ഒരു 20 years ഓഫ് അവരുടെ ഒരു മാരേജ് കൊണ്ടുപോയ ഒരാൾക്കാരാണ്. പക്ഷെ ഇപ്പോഴും അവരുടെ ഒരു ഫൈറ്റ് ഭയങ്കര ഹീറ്റഡ് ആയിട്ടുള്ള ആർഗ്യുമെൻറ്റാണ്. അപ്പോൾ അതിൽ അവരുടെ കുട്ടി അവളാണ് അതിൽ വിറ്റ്നസ് ആവുന്നത്. പക്ഷെ ഞാൻ ആ കുട്ടിയുടെ കണ്ടിട്ടുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മെച്ചോർഡാണ്. അപ്പോൾ തന്നെ എനിക്ക് തോന്നിയില്ല, അതൊരു 3ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ നമ്മളോട് വരുമ്പോൾ തന്നെ ഭയങ്കര അധികം മെച്യൂർഡായിട്ട് പെരുമാറുന്നു, എന്താ പറയുക. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഓക്കെ, വേർ ഡിഡ് ഈ ഒരു മെച്യൂരിറ്റി കം ഫ്രം? അങ്ങനെ എനിക്ക് തോന്നി. ശരിക്കും ഇപ്പം ഡോക്ടർ സാമിൻ്റെ അടുത്താണ്, ശരിക്കും ഒരു കുട്ടി ഇപ്പോൾ ഒരു ഫാമിലി ലൈഫിൽ ആ കുട്ടിയുടെ ചെറുപ്പത്തിൽ തന്നെ ഭയങ്കര മെച്യൂർഡായിട്ട് ബിഹേവ് ചെയ്യുന്നതിൻ്റെ റീസൺസ് ഒക്കെ എന്തായിരിക്കും?
കുട്ടി മെച്യൂറായിട്ടാണോ ആക്ച്വലി ഇടപെടുന്നത് എന്നുള്ളതാണ് ഫസ്റ്റ് നമുക്ക് ചിന്തിക്കേണ്ട ഒരു കാര്യം. ഇപ്പം കുട്ടി പ്രശ്നം ഉണ്ടാകുമ്പം അവിടെ നിന്ന് മാറി നിൽക്കുന്നു, അല്ലെങ്കിൽ പ്രശ്നത്തിൽ നിന്ന് ഒന്ന് വിട്ടു നിൽക്കുക, പാരൻസ് അടി കൂടുന്നു, വഴക്കുണ്ടാക്കുന്നു, അതിൽ നിന്ന് മാറി നിൽക്കുന്ന എല്ലാ സമയത്തും മച്യൂർ ആകണമെന്ന് നിർബന്ധമില്ല. ഇപ്പം 3rd സ്റ്റാൻഡേർഡാണ്, അപ്പോൾ അറൗണ്ട് ഒരു 8 to 9 years ആയിരിക്കും ഉണ്ടാകുക. അപ്പോൾ ഈ സമയത്ത് ഇവർക്ക് ഇത്രയും ഇമോഷണലായിട്ടുള്ള ഒരു ഹൈ ഇമോഷൻസ് എക്സ്പീരിയൻസ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ മാനേജ് ചെയ്യാനോ ഇവർക്ക് അതിനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പോൾ കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് ജനറലി ചെയ്യുന്ന രീതി എന്തായിരിക്കും, അവിടെ നിന്ന് മാറി നിൽക്കുക, കുറച്ചും കൂടി സേഫായിട്ടുള്ള സ്പേസ് കണ്ടെത്തുക. ഈ സേഫായിട്ടുള്ള സ്പേസ് എന്ന് പറയുന്നത് മേ ബി അവരുടെ സ്വന്തം റൂമായിരിക്കാം, അല്ലെങ്കിൽ വഴക്കില്ലാത്ത മറ്റൊരു സ്ഥലത്തേക്ക് മാറി നിൽക്കുക എന്നുള്ളതാണ്. ഇതാണ് അവർ ചെയ്യുന്നത്. സോ ഇതൊരു കോപ്പിംഗ് മെക്കാനിസം ആണ്. പക്ഷേ ഇത് കണ്ടിന്യൂസ്ലി അങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ബുദ്ധിമുട്ടുകളുണ്ടാകും. ഫോർ എക്സാമ്പിൾ അതൊരു അവോയ്ഡൻറ്റ് നേച്ചർ കുട്ടികൾക്കുണ്ടാകും. പ്രശ്നത്തെ ഒളിച്ചോടുക, പ്രശ്നത്തിൽ നിന്ന് മാറി നിൽക്കുക. പല ആൾക്കാരും കാണാറുണ്ട്, ചെറിയതായിട്ട് ഇപ്പം പാർട്ട്ണറുടെയോ അല്ലെങ്കിൽ വർക്ക് പ്ലേസിൽ ഫേഷ്യൽ എക്സ്പ്രഷൻ ചെറിയൊരു ചേഞ്ച് വന്നാൽ ഇവരപ്പം ഹൈപ്പർ സെൻസിറ്റീവ് ആയിരിക്കും. അല്ലെങ്കിൽ സൗണ്ട് ചെറുതായിട്ടൊന്ന് റേസ് ചെയ്തു, അല്ലെങ്കിൽ ടോണിൽ കുറച്ച് ചേഞ്ചസ് എന്തെങ്കിലും അവർക്ക് ഫീൽ ചെയ്തു, അപ്പോൾ ഇവർ ഭയങ്കരമായിട്ട് സെൻസിറ്റീവ് ആകുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് ഉണ്ടാകുന്നതാണ്. അതുപോലെ കുറച്ച് കഴിയുമ്പം എങ്ങനെയെങ്കിലും പ്രശ്നം തീർന്നാൽ മതി, പ്രശ്നം ഇല്ലാതിരുന്നാൽ മതി എന്നുള്ള ആ ഒരു ചിന്തയിൽ മാക്സിമം പീപ്പിൾ പ്ലീസേഴ്സ് ആവും. പ്രശ്നം എത്രയും പെട്ടെന്ന് സംഭവം ഐ നീഡ് ടു സോൾവ് ഇറ്റ് എന്നുള്ള ആ ഒരു ചിന്താഗതിയിൽ പരമാവധി അവോയ്ഡ് ചെയ്യുന്ന ഒരു ടെൻഡൻസിയും ഈ കുട്ടികളിൽ കാണാറുണ്ട്. സോ അതൊരു മച്യൂറായിട്ട് ആകുമെന്നുള്ളത് ഇപ്പോൾ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. കുറച്ചും കൂടി കഴിയുമ്പോൾ അവർക്ക് ആ പ്രോബ്ലത്തിൽ ഇൻ്റർവ്യൂൻ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ആ പ്രശ്നത്തിൽ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ അവരുടെ സൈഡിൽ പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ, അങ്ങനത്തെ ഒരു സ്റ്റെപ്പിലേക്ക് അവർ പോവുകയാണെങ്കിൽ മാത്രമേ അതിനൊരു മച്യൂറായിട്ടുള്ള ബിഹേവിയറായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. മോസ്റ്റ്ലി എനിക്ക് തോന്നുന്നു അതൊരു വേസ്റ്റായിട്ട് മാറാനുള്ള സാഹചര്യം, ഈ അവോയ്ഡൻസ് നേച്ചറൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയാണെന്ന് തോന്നുന്നു അതിനകത്ത് കൂടുതലുണ്ടാകുന്നത്. യെസ്. ഇപ്പം അതിനകത്ത് ഒരു കേസ് ഉണ്ടായിരുന്നു. ഇപ്പം ആൾക്കൊരു അറൗണ്ട് 40 year ആയിട്ടുള്ളൊരു ഫീമെയിലാണ്. അപ്പോൾ ഇവരിപ്പം മാരീഡാണ്, 2 കുട്ടികളുണ്ട്. ഇവരുടെ ചെറുപ്പത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ പാരൻസ് ഭയങ്കര കൺട്രോളിങ് ആയിരുന്നു. ഒത്തിരി കമ്പാരിസൺ, നിന്നെ ഒന്നിനും കൊള്ളില്ല, മറ്റേ ആ കസിനെ നോക്ക്, കസിൻ ഭയങ്കര ഇതായിരുന്നു. പിന്നെ പാരൻസിൻ്റെ ഇടയ്ക്കും ഒത്തിരി അധികം കോൺഫ്ലിക്റ്റുകൾ ഉണ്ടായിരുന്നു. ഇൻലോസും ഇതിനകത്തേക്ക് ഇൻവോൾവ് ആണ്. ഇപ്പം മാരേജ് കഴിഞ്ഞപ്പോൾ ഇത്രയും ഇയേഴ്സായി, 2 കുട്ടികളുണ്ട്. ഇപ്പോൾ ഈ ആളുടെ ഒരു ക്ലയൻറ്റിൻ്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ കുട്ടികളായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ ആൾക്ക് താല്പര്യമില്ല. അപ്പോൾ ഇതെങ്ങനെ വന്നതെന്ന് വെച്ചാൽ അന്ന് പഠിച്ചൊരു ലേണിംഗ് എന്ന് പറയുന്നത് പ്രോബ്ലം ഉണ്ട്. സോ എത്രയും പെട്ടെന്ന് റൂമിലേക്ക് പോവുക, ആളുടെ സ്വന്തം ഒരു സ്പേസ് ഉണ്ടാക്കിയിട്ടുണ്ട്, പാട്ട് കേൾക്കുക, സ്വന്തം കുറച്ച് ഹോബീസ് ഉണ്ട്. അപ്പോൾ ആ ഹോബീസിൽ ലൈക്ക് എൻഗേജ് ചെയ്യുക കംപ്ലീറ്റ്ലി. അപ്പോൾ ആൾക്കാരോടൊന്നും ഇൻട്രാക്ട് ചെയ്യുന്നില്ല. ഇപ്പോൾ അത് എഫക്റ്റ് ചെയ്യുന്നത് കുട്ടികളുടെ അടുത്ത് എങ്ങനെയാണ് ഇൻട്രാക്ട് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, എങ്ങനെയാണ് അവരെ മാനേജ് ചെയ്യേണ്ടത്, ഡിസിപ്ലിൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ്, അഫെക്ഷൻ കാണിക്കേണ്ടത് എങ്ങനെയാണ്, ഒന്നും അറിയത്തില്ല. ഈവൻ കോൺഫ്ലിക്റ്റ് വന്നാലും റിസോൾവ് ചെയ്യാൻ അറിയത്തില്ല. അതിനെ അവോയ്ഡ് ചെയ്യാന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വന്നേക്കുന്ന അവിടെ നിന്ന് ആ മെച്യൂരിറ്റി കാണിക്കുന്നത്, പ്രായത്തിൽ കവിഞ്ഞ മെച്യൂരിറ്റി കാണിക്കുന്നത് ഇറ്റ് സെൽഫ് ഇസ് എ സൈൻ ഓഫ് പ്രോബ്ലം. അത് ഇറ്റ് സെൽഫ് ഇസ് എ സൈൻ ഓഫ് ട്രോമ എന്നുള്ളത് 100%, അത് എന്താ പറയുക, 100% ഇറ്റ്സ് ട്രൂ. ഈ ഇഷ്യൂസ് മാരൈറ്റൽ കോൺഫ്ലിക്ട്സ് ഉണ്ടാവുന്ന പേരൻസിനോട് ഞാൻ ചോദിക്കും, എല്ലാവരോടും ഇൻവേരിയബിളി ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യനായത്, കുട്ടികളെ എങ്ങനെയാണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നത്. എല്ലാവരും പറയും പ്രായത്തിൽ കവിഞ്ഞ്. സോ നമ്മളൊരു ചൈൽഡിൻ്റെ ഒരു ഡെവലപ്മെൻറ്റൽ സ്റ്റേജ് എടുക്കുമ്പോൾ തന്നെ ഒരു ന്യൂ ബോൺ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡൻ്റ് ഓൺ ദ പേരൻ്റാണ്. കംപ്ലീറ്റ്ലി ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ന്യൂ ബോണിനെ ഒരു കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡൻ്റ് ആക്കി എടുക്കുക എന്നുള്ള ആ ഒരു സ്റ്റേജിലേക്ക് ആ ഒരു ട്രാൻസിഷൻ ഹെൽത്തി ആയിട്ട് ഗൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഓരോ പാരൻറ്റിൻ്റെയും റെസ്പോൺസിബിലിറ്റി. അപ്പോൾ 3rd സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടി, അല്ലെ 8-year-old കുട്ടി സപ്പോസ് ടു ബി ഡിപ്പെൻഡൻ്റ് ഓൺ പേരൻസ് ഫോർ സോ മെനി തിങ്സ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ അത് പെത്തോളജിയാണ്. അതാരും മനസ്സിലാക്കാതെ പോകുന്ന ഒരു വലിയ പോയിന്റ്. അല്ല, നമ്മുടെ നാട്ടിൽ അത് ഭയങ്കര ആക്സെപ്റ്റബിളാണ്. ഇഫ് ദ കിഡ് ഈസ് ഷോസ് മെച്യൂരിറ്റി, ആ കുഞ്ഞിനെ കണ്ടുപഠിക്കുക. ഇപ്പം നമുക്ക് വന്നൊരു കേസ്, പിന്നെ ഇപ്പോൾ +1 ആൾക്ക് ഒരു ഫ്രണ്ട്സ് ഇല്ല, ആൾക്ക് ആരുമായിട്ടും അങ്ങോട്ട് യോജിച്ച് പോകാൻ പറ്റുന്നില്ല. 9th സ്റ്റാൻഡേർഡ് വരെ ഷി വാസ് ഫസ്റ്റ് ഇൻ ദ സ്കൂൾ. ആൾക്കൊരു ആക്സിഡൻറ്റ് പെട്ടെന്ന് പറ്റുന്നു. ആ ആക്സിഡൻറ്റോട് കൂടി ആൾക്കൊരു ഗ്യാപ്പ് വരുവാണ്. ആൾ പോയ പെർഫോമൻസ് ആ രീതിയിലൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. പിന്നെ ആൾ വിചാരിക്കുന്നത് ഐ ആം ഗുഡ് ഫോർ നത്തിങ്.
കാരണം എന്താ, ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഓൺവേഴ്സ് ഈ കുട്ടി സ്കൂളിൽ കൊണ്ടുപോകാനുള്ള യൂണിഫോം എല്ലാം എടുത്തു വെക്കുന്നു, സോക്സ് എല്ലാം തേച്ച് വൃത്തിയാക്കി വെക്കുന്നു, എല്ലാം വളരെ വെൽ ടു ഡു ആയിട്ട് ചെയ്ത്. പേരൻസ് പറയുന്നത് 9th വരെ അവളെ കൊണ്ട് ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു എന്നാണ്. ദാറ്റ് ഓവർ മെച്യൂരിറ്റി ഇറ്റ് സെൽഫ് എ പ്രോബ്ലം. മാഡം പറഞ്ഞ ആ ഡയലോഗ് 9th സ്റ്റാൻഡേർഡ് വരെ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു എന്നുള്ളത് ഇൻവേരിയബിളി എല്ലാ പേരൻസും പറയുന്ന ഒരു ഇൻവെർട്ടർ കോമയിൽ അവർക്ക് ഇഷ്ടമാണ് അങ്ങനെ പറയാൻ പേരൻസിന്, പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിൽ. കാരണം ടീനേജ് വരുമ്പോഴാണ് ആ ട്രാൻസിഷൻ, കുറേ ഇവല്യൂഷൻ ഓഫ് ഒരു പേഴ്സണാലിറ്റി ഇവോൾവ് ചെയ്യുന്ന ആ ഒരു ഫേസ് വരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ചൈൽഡ്ഹുഡ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ആ സമയത്ത് നമ്മുടെ പേരൻസ് എങ്ങനെയാണ് നമ്മളെ പാരൻറ്റ് ചെയ്ത രീതി, അവർ തമ്മിലുള്ള ഇൻട്രാക്ഷൻസ് എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ നമ്മുടെ ചൈൽഡ്ഹുഡിലെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ആളുകൾ, ടീച്ചേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ സിബ്ലിങ്സ് അല്ലെങ്കിൽ ക്ലോസ് റിലേറ്റീവ്സ് എങ്ങനെയായിരുന്നു നമ്മളോട് ഇൻട്രാക്ട്, അങ്ങനെ ഒത്തിരി ഘടകങ്ങൾ നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആസ് പേരൻസ് എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നത് നമ്മൾ കുറച്ചുകൂടെ അഡൾട്ട് ലൈഫ് ഇഷ്യൂസ് കുറച്ചും കൂടെയൊക്കെ മലയാളി ഇപ്പോൾ തുടങ്ങുന്നുണ്ട്. പക്ഷേ കുട്ടികളെ മനസ്സിലാക്കുന്നില്ല. ഈ റൂട്ട് കോസ് ഇപ്പം ഞങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ HOD ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വെൻ എ ചൈൽഡ് കംസ് ടു യു, ആ കുട്ടിയെ മാത്രമല്ല ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. സോ ഹീ യൂസ് ടു ടെൽ അസ് കുട്ടിയുടെ പേരൻസിനെ രണ്ടുപേരും ഇവാലുവേറ്റ് ചെയ്യണം, അവരുടെ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് എങ്ങനെയാണെന്ന്, ഗ്രാൻഡ് പേരൻസ് അവരുടെ ഇൻട്രാക്ഷൻ വിത്ത് ദ ചൈൽഡ്, ഗ്രാൻഡ് പേരൻസ് പേരൻസിനെ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, സ്കൂൾ ലൈഫ് എങ്ങനെയാണ്, ഫ്രണ്ട്സ് ഉണ്ടോ, ഫ്രണ്ട്സ് എങ്ങനെയാണ് ഇൻട്രാക്ട് ചെയ്യുന്നത്, ഈ കുട്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുക, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇത്രയും ഇഷ്യൂസ് സംസാരിക്കുമ്പോഴേ ഇപ്പം എനിക്ക് ഭയങ്കര ക്യൂരിയസ് ആയിട്ട് ചോദിക്കാൻ തോന്നുന്ന കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ഇപ്പോൾ കേരളത്തിൻ്റെ കൾച്ചർ കൊണ്ട് മാത്രം, അല്ലെങ്കിൽ ഇവിടുത്തെ സൊസൈറ്റിയുടെ ഒരു ബിഹേവിയറുകൾ കൊണ്ട് മാത്രം നമുക്ക് എന്തെങ്കിലും ഒരു മെൻ്റൽ ഇൽനെസ് വന്നിട്ടുണ്ടോ? അതായത് കേരളത്തിലെ ആൾക്കാരിലാണ് ഇത് കൂടുതലും കാണുന്നത്, ബിക്കോസ് ഓഫ് ദെയർ കൾച്ചറൽ പാറ്റേൺസ് ഓർ എനിത്തിങ്, അങ്ങനെ ഫീൽ ചെയ്ത വല്ല ഒരു ഡിസോർഡേഴ്സ് ഉണ്ട്? അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു ഡിസോർഡറായിട്ട് എടുത്ത് പറയാൻ പറ്റിയില്ലെങ്കിലും ഒരു കൂട്ടം ഡിസോർഡേഴ്സിനെ പറയാം. ഒന്ന്, എനിക്ക് ഏറ്റവും പറയാനുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റിഗ്മ ടുവേഴ്സ് മെൻ്റൽ ഹെൽത്ത്. അതാണ് ഈ കേരളത്തിൻ്റെ ഏറ്റവും വലിയ അസുഖം. കാരണം മെൻ്റൽ ഹെൽത്തിനെ ഇന്ന് വരെ ഒരു ഹെൽത്തായിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അത് കേരളം അങ്ങോട്ട് ഭയങ്കരമായിട്ടുള്ള പേടിയാണ് കേരളത്തിന്. ഒരു മെൻ്റൽ ഹെൽത്ത് ഉണ്ടെന്ന് പറയാനും ആ മെൻ്റൽ ഹെൽത്തിനെ അക്സെപ്റ്റ് ചെയ്യാനും പേടിയാണ്. അതുകൊണ്ട് തന്നെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഒരു എൻവയോൺമെൻറ്റിൽ മൈഗ്രേഷൻസ് ഭയങ്കര കൂടുതലാണ്. അത് 90s തൊട്ട് ഗൾഫ് റീജിയനിലേക്ക് പോകുന്നു, ഇപ്പോൾ വെസ്റ്റേൺ വേൾഡിലേക്ക് പോകുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ലോൺലിനെസ് ഭയങ്കര കൂടുതലാണ്. അതുപോലെ സെപ്പറേഷൻ ആൻസൈറ്റീസ്, അതുപോലെ നമുക്ക് ഡിപ്രഷൻ പറയാം. കാരണം നമ്മളുടെ കൂടെ ഉള്ള ഇപ്പോൾ ചിലരൊക്കെ പോയി കഴിഞ്ഞാൽ, പണ്ടത്തെ ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാൽ എത്ര നാൾ കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത്? 2 വർഷം. അത് 90കളിലും എനിക്കൊന്ന് 2000 വരെ ഒന്നും വലിയ പ്രശ്നമില്ല. കാരണം അന്നൊരു കുറച്ചും കൂടെ നമുക്കൊരു ഗ്രൂപ്പ് ലൈഫ്, ഒരു സോഷ്യൽ ലൈഫ് ഉണ്ടായിരുന്നു. ഒരു ന്യൂക്ലിയർ ലൈഫിൽ ആഫ്റ്റർ 2000 ഒരു ന്യൂക്ലിയർ ലൈഫിലേക്കൊക്കെ കയറിയപ്പോഴാണ് ഇത് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ആളുകൾക്ക് ഈ ആൻഷ്യസ് പ്രോബ്ലംസ്, ഡിപ്രസീവ് മൂഡ്, പിന്നെ സിംഗിൾ പാരൻറ്റിങ് ചെയ്യേണ്ടതെന്ന്. ഇപ്പം ഞാനടക്കമുള്ള എൻ്റെ അമ്മ അടക്കമുള്ളവർക്ക് സിംഗിൾ പാരൻറ്റിങ് ചെയ്യേണ്ടെന്ന് വരുമ്പോൾ ഉള്ള ആ ഒരു സ്ട്രെസ് ഫാക്ടർ. കാരണം വിദേശത്തായിരിക്കും, ഫാദർ വിദേശത്തായിരിക്കും, അപ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും അവരിലേക്ക് വരികയല്ലേ. അപ്പം കേരളത്തിൻ്റേതായിട്ട് പറയുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇന്നും ഈ ലോൺലിനെസ് ഒരു പ്രധാനപ്പെട്ട, ആ ലോൺലിനെസ്സിൽ നിന്നുണ്ടാകുന്ന ഡിപ്രസീവ് ഫീച്ചേഴ്സും പ്രധാനപ്പെട്ട, എനിക്കൊന്നും അങ്ങനെ തന്നെ ആയിരിക്കത്തില്ലേ മാം? ഒരു ഡിപ്രസീവ് ഫീച്ചേഴ്സ്, നമ്മുടെ ഈ മൈഗ്രേഷൻ ഒരു പ്രധാനപ്പെട്ട റീസൺ ആയിരിക്കത്തില്ലേ? എസ്പെഷ്യലി ജെറിയാട്രിക് പോപ്പുലേഷനിൽ, ഓൾഡ് ഏജ് പോപ്പുലേഷനിൽ മക്കളൊക്കെ വിദേശത്തേക്ക് പോകുന്നു. അപ്പോൾ ആ ഒരു സെപ്പറേഷൻ ആങ്സൈറ്റി, ആ ഒരു ഫേസിൽ കൂടെയാണ് അവർ കടന്നു പോവുക. അത് കഴിഞ്ഞ് പോയവരൊക്കെ ഇപ്പം ഗൾഫ് കൺട്രിയിലോട്ട് പോയതുപോലെ അല്ല വെസ്റ്റേണിൽ നമുക്ക് അവരവിടെ സെറ്റിലാകുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഏജ് കൂടി വരുന്നതനുസരിച്ച് ഈ എൽഡർലി പേരൻസിന് ഓരോ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാകുകയും, അപ്പോൾ അവർ തമ്മിൽ കുറേ ഗ്രാൻഡ് പേരൻസ്, ആ എൽഡർലി പോപ്പുലേഷനിൽ മെയിൽ ആൻഡ് ഫീമെയിൽ ആ പാർട്ട്നേഴ്സ് തമ്മിലും ഉള്ള ഇഷ്യൂസ്, അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലംസ്, അവരെ ആര് ടേക്ക് കെയർ ചെയ്യും, അങ്ങനെയുള്ള കുറേ കോൺഫ്ലിക്ട്സ്, എക്സിസ്റ്റൻഷ്യൽ ആൻസൈറ്റി, മക്കൾ ഹെൽപ്ലെസ് ആണ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ. എനിക്കൊന്ന് രേണുവിന് അതിൽ പറയാൻ പറ്റും. രേണു പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ നിന്നാണ്.
കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഓൾഡ് ഏജ് പോപ്പുലേഷൻ ഉള്ളതും അവിടെ ലോൺലിനെസ് അനുഭവിക്കുന്ന ഒരു ഡിസ്ട്രിക്റ്റാണ് പത്തനംതിട്ട ഡിസ്ട്രിക്റ്റ്. അങ്ങനെ ഞങ്ങൾ പ്രശസ്തമാണ്. പത്തനംതിട്ട ആൻഡ് കോട്ടയം. കോട്ടയം. ഞങ്ങൾ ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെയാണെങ്കിലും ഓൾഡ് ഏജ് പോപ്പുലേഷൻ കൂടുതലാണ്. കാരണം മക്കളെല്ലാം വിട്ടുപോയി. പിന്നെ മിച്ചമുള്ളത് പ്രായമായവർ മാത്രം. ഇപ്പോൾ നമ്മുടെ സെഷൻസിലൊക്കെ ആണെങ്കിൽ നമ്മൾ പ്രായമായ ക്ലയൻസ് ഉണ്ട്. ആർട്ട് തെറാപ്പിയാണ് ചെയ്യുന്നത്. അപ്പം ആർട്ട് തെറാപ്പിയിലൂടെ അവരവരുടെ സ്ട്രെസ്സ് അല്ലെങ്കിൽ ആങ്സൈറ്റി, അവരുടെ ഈ ഇഷ്യൂസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ എന്താണ് ഫേസ് ചെയ്യുന്നത്, അവിടെ നമ്മൾ തോട്ട്സ് ഒക്കെ എഴുതുമ്പോൾ അവരുടെ ഒരു പ്രധാന തോട്ട്സ് അവരുടെ ഹെൽത്ത് ഉണ്ട്, അല്ലെങ്കിൽ ഒറ്റയ്ക്കാണ്, അതാണ് അവരുടെ തോട്ട്സ് എഴുതുമ്പോഴത്തേക്കിന് എഴുതുന്നത്. അപ്പം അങ്ങനെ തന്നെ അവരെ റിവീൽ ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഓൾഡ് ഏജ് പോപ്പുലേഷൻ വളരെ നന്നായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് സന്തോഷിക്കുന്നു. എനിക്കൊരു ക്ലയൻ്റ് ഉണ്ടായിരുന്നു. അവർക്ക് സെഷൻ തീരുന്നത് ഒട്ടും താല്പര്യമില്ല. അവർ സെഷൻ തീരാറാവുമ്പം പറയും അയ്യോ തീർന്നല്ലേ എന്ന്. അതൊരു കൂട്ടാണ്. അവർ കാര്യങ്ങൾ ഒത്തിരി പറയും. അവരിങ്ങനെ ഇന്നത്തെ ദിവസം ചെയ്തത്, എന്താണ് പ്ലാൻ ചെയ്യുന്നത്, അവിടെ ലൈഫിലെ ചെറിയ ഇൻസിഡൻറ്റ് തൊട്ടേ പറയും. പ്രായമായവരും ഒക്കെ ഉണ്ടായിരുന്നു. ഒത്തിരി പ്രായം 80 വയസ്സുള്ളവർ, 74 വയസ്സുള്ളവരെല്ലാം നമ്മുടെ ആത്മയിൽ ക്ലയൻസ് ഉണ്ട്. അവരൊക്കെ വളരെ നന്നായിട്ടാണ് ഈ സെഷൻസ് അറ്റൻഡ് ചെയ്യുന്നത്. അവർ ചെയ്യാവുന്നതിൽ താല്പര്യമുണ്ട്. അവരവരുടെ ഇഷ്യൂസ് ഷെയർ ചെയ്യുന്നതിൽ ഒക്കെ ആയിട്ട് അവരത് ഒത്തിരി എൻജോയ് ചെയ്ത് പോകുന്ന ഒരു കാര്യമാണ്. അങ്ങനെയാണ് അവരെ ഒന്ന് ഹീൽ ചെയ്യാൻ ശ്രമിക്കുന്നത്. നിങ്ങൾ പടമ്പങ്ങൾ വരയ്ക്കുന്നതിലൂടെയും അതിലൂടെ ആശയങ്ങൾ പ്രകടിപ്പിക്കുന്നതിലൂടെ സ്ട്രെസ്സ് റിലീവ് ചെയ്യുന്നതിലൂടെയൊക്കെ അവരെ ഹീൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പം എനിക്കറിയുന്ന ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ. ആക്ച്വലി മാരേജ് വരെ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ മെൻ്റൽ ഹെൽത്തിനോടുള്ള അപ്രോച്ചും കാര്യങ്ങളൊക്കെ ഭയങ്കര ഒരു സെയിൻ മൂഡിലായിരുന്നു എടുത്തിരുന്നത്. പിന്നീട് കല്യാണം കഴിഞ്ഞിട്ട് പിന്നീട് ആ കുട്ടിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നതും ആൻസൈറ്റി വരുന്നതും ഡിപ്രഷൻ വരുന്നതും ഇപ്പോൾ ഓരോ കോളിലും നമുക്കത് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഈ ഡോക്ടറെ കൺസൾട്ട് ചെയ്യൂ എന്ന് പറയുമ്പോൾ നമ്മുടെ അടുത്ത് പറയുന്നത് ഇല്ല, കാരണം പിന്നീട് എന്നെ ഫാമിലി കാണുന്ന രീതി മാറും, ഹസ്ബൻഡ് കാണുന്ന രീതി മാറും, മദർ ഇൻ ലോ കാണുന്ന രീതി മാറും. അപ്പോൾ ഇത് പേടിച്ച് പിന്നെയും ഇതിങ്ങനെ ഒതുക്കി ജീവിക്കുക എന്നുള്ളത് ഞാനങ്ങനെ കണ്ടിട്ടുണ്ട്. സോ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ മാരേജിന് മുന്നേ ഉള്ളൊരു മെൻ്റൽ ഹെൽത്തും മാരേജിന് ശേഷമുള്ളൊരു മെൻ്റൽ ഹെൽത്തും ആക്ച്വലി ഭയങ്കര ഡിഫറൻസ് ഉണ്ടോ? ഡിഫറൻസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ അത് നമ്മൾ എങ്ങനെയുള്ള ആളുകളുമായിട്ട് കണക്റ്റ് ആകുന്നു എന്നുള്ളതിനനുസരിച്ചാണ്. ഞാൻ പറഞ്ഞല്ലോ, പൊതുവേ കേരളത്തിൽ ഇതിനെക്കുറിച്ച് ധാരണയില്ല. ഇപ്പോൾ യങ്സ്റ്റർ ആയിരിക്കുമ്പോൾ അവർക്ക് വേറെ ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമുക്കറിയാം, പലരും ഹോസ്റ്റലിൽ നിൽക്കുന്നു, അല്ലെ PGയിൽ നിൽക്കുമ്പം അവർ തെറപ്പി എടുക്കുന്നുണ്ട്. പക്ഷേ അവരൊരു ഫാമിലി ആയി കഴിയുമ്പോൾ കുറേ പേരെ ഇത് ബോധിപ്പിക്കണം. ഇനി അത് മാത്രമല്ല, അതിനകത്ത് ഏറ്റവും വലിയ സ്റ്റിഗ്മ എന്താണെന്ന് ചോദിച്ചാൽ, എനിക്കിപ്പോൾ ഈ സ്പോട്ടിഫൈയുടെ ഒരു ആഡ് ഉണ്ടായിരുന്നു. അവർ പിന്നെ അതിനകത്ത് പറയുന്നത് എല്ലാം ചെയ്തു തരും എൻ്റെ മെൻ, പക്ഷേ ഡോണ്ട് അലോ മീ ടു ഗോ ടു തെറപ്പി. ഒരു ഫണ്ണായിട്ടാണ് പറഞ്ഞത്. എനിക്ക് എന്ത് വേണമെങ്കിലും ചെയ്തു തരും, പക്ഷെ തെറപ്പിക്ക് പോകാൻ മാത്രം അതെനിക്കറിയില്ല. എന്താ ഇവർ ഈ തെറപ്പിക്ക് പോകാൻ മാത്രം സമ്മതിക്കാത്ത ഒരു ഫണ്ണി വേയിൽ അവരതിനെ പ്രസൻറ്റ് ചെയ്ത് നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ച് കാണും. സ്പോട്ടിഫൈയുടെ ഒരു ആഡായിരുന്നു. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ഫാമിലിക്കകത്ത് മുഴുവനും എനിക്കൊരു മെൻ്റൽ പേഷ്യൻ്റ് എന്നുള്ള സ്റ്റിഗ്മ കിട്ടുമോ എന്നുള്ള, മീൻസ് എനിക്ക് അങ്ങനെ ഒരു പേരുണ്ടാകുമോ എന്നുള്ള ഭയമാണ് ഇവരെ മിക്കവാറും. പിന്നെ ഡിവോഴ്സിൻ്റെ പ്രോസസ്സിലേക്ക് പോകുമ്പം ഞാനാണ് റീസൺ, മീൻസ് ഇൻ ദ സെൻസ് ഞാൻ മെൻ്റൽ പേഷ്യൻ്റ് ആയതുകൊണ്ടാണ് ഡിവോഴ്സിലേക്ക് പോകുന്നതെന്ന് അവർ നാട്ടുകാരോട് മുഴുവനും പറയും. എന്താ ഡിവോഴ്സായ, അത് മെൻ്റൽ പേഷ്യൻ്റ് ആയിരുന്നു, മനസ്സിലായി. അപ്പോൾ അത് പേടിച്ചാണ് കൂടുതൽ പേരും തെറപ്പിയിലേക്ക് വരാത്ത. ഒരു കേസ് ഞാൻ പറയാം. അത് ഇവർക്ക് ഹസ്ബൻഡ് ഫസ്റ്റ് പിന്നെ ഈ ലേഡി ഫസ്റ്റ് പ്രഗ്നൻസി കഴിഞ്ഞു, പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വന്നു. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വന്നപ്പോൾ ഈ ഫാമിലി ചെയ്ത് എന്താ, ഹസ്ബൻഡ് നല്ല ലവിങ് കെയറിങ് ജെനുവിൻ നല്ല മനുഷ്യനാണ്. പക്ഷേ ഫാമിലി ഭയങ്കര ട്രഡീഷണൽ ഫാമിലി. ഇവർ ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ പിന്നെ മന്ത്രവാദത്തിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ അവിടെ എന്തോ ഊതുകല്ലോ അങ്ങനെ ഏതാണ്ട് കാര്യം ചെയ്ത് ആ സമയത്തേക്കാക്കൊരു എന്തോ എനിക്ക് തോന്നുന്നു ഇത്രയേ ഉള്ളൂ, പേടിപ്പിച്ച് ആ ഒരു കുഞ്ഞിനെ ഫീഡ് ചെയ്തില്ലായിരുന്നു. അപ്പോൾ ആ പേടി കിട്ടി തിരിച്ചു വന്നു, ഫീഡ് ചെയ്തു. പക്ഷെ സംഭവിച്ചത്, കുഞ്ഞിന് 2 വയസ്സായപ്പം ആളൊരു പിന്നെ ജോബിന് വേണ്ടി പുറത്തേക്ക് പോകുന്നു. അവിടെ ജോബ് കിട്ടുന്നു, ആൾ അവിടെ സെറ്റിലാവുന്നു. തിരിച്ചു വരുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടി. ഡിവോഴ്സ് ചെയ്യാനും പിന്നെ ഈ കുട്ടിയെ വേണ്ട,
ഹസ്ബൻഡിനെ വേണ്ട, ഞാനിനി നാട്ടിലേക്ക് വരത്തില്ല, എനിക്ക് സുഖമായിട്ട് അവിടെ തന്നെ താമസിക്കണം. നമ്മളതിനകത്ത് ചോദിക്കുന്നു, ഹസ്ബൻഡിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നവുമില്ല, ഇൻലോസ് ആയാലും വീട്ടിലൊരു പ്രശ്നവുമില്ല, എല്ലാവരും സപ്പോർട്ടീവ് ചെയ്യുക, എല്ലാവരും അന്തിച്ചു പോയി, എന്തിനീ ഡിവോഴ്സ് എന്നുള്ള രീതിയിൽ അന്തിച്ചു പോയി. അപ്പോഴാണ് ആൾ പറയുന്നത്, ഇവരൊക്കെയാണ് എനിക്ക് ബേർഡൻ. എനിക്ക് ഇവരെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് എനിക്ക് ഭയങ്കര സ്ട്രെസ്സ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്കിനി ഇവർ വേണ്ട. അപ്പോൾ ഞാൻ ഇങ്ങനെ ഹസ്ബൻഡിനോട് ചോദിച്ച് വന്നപ്പോഴാണ് പറയുന്നത്, ഇങ്ങനെ പോസ്റ്റ്മോർട്ടത്തിൽ ഒരു വിഷയം ഉണ്ടായിരുന്നു, അന്ന് ഞങ്ങൾ ഇതാ ചെയ്തേ എന്നുള്ളത്. അപ്പോൾ അതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകും. അവർക്ക് കുറച്ചൊരു പേഴ്സണാലിറ്റി സ്റ്റബേൺനെസ്സും അഡമെൻറ്റേഷനും ഉള്ള ലേഡിയാണ്. അപ്പോൾ അവിടുന്ന് പോയി പാർക്ക് തന്നെ പ്രശ്നമായി. കുട്ടിക്ക് അമ്മയില്ലാതായി, ഹസ്ബൻഡിന് വൈഫില്ലാതായി, ബാക്കി എല്ലാ കാര്യത്തിലും ഓക്കെ. അപ്പോൾ ഇത് കേരളത്തിലുള്ള ഓരോ വീടുകൾക്കും ഉള്ളൊരു സന്ദേശമാണ്. മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ വരുമ്പം നമ്മൾ ട്രഡീഷണൽ വേയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അത് ശരിക്കും ഒരു അന്ന് തന്നെ ആൾക്കൊരു കെയർ കൊടുത്തായിരുന്നെങ്കിൽ, ഒരു സൈക്കോളജിക്കൽ കെയർ കൊടുത്തായിരുന്നെങ്കിൽ ഇന്ന് ആ കുഞ്ഞിന് അമ്മയുണ്ടായിരുന്നേനെ. ആളിപ്പോഴും ചിന്തിക്കുന്നത് ഇങ്ങനൊരു പ്രസവവും ഇങ്ങനൊരു മാരേജും ഉണ്ടായതാണ് എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ പ്രശ്നം. ആ ലേഡി ആഗ്രഹിക്കുന്ന ഇനി ഒരു മാരീഡ് ലൈഫ് ഒന്നും ആഗ്രഹിക്കുന്നില്ല. അവർക്ക് ആ ജോബുമായിട്ട് എങ്ങനെയെങ്കിലും അവരുമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകണം. അപ്പോൾ എൻ്റെ ബേർഡൻ കുറയുമെന്ന് അവർ പറയുന്നത്. എനിക്ക് ബാക്കിയുള്ള ഈ എല്ലാ റോൾസും കൂടെ കൊണ്ടുപോകാൻ എന്നെക്കൊണ്ട് പറ്റില്ല. അപ്പോൾ നമുക്ക് ആ ഒരു സമയത്ത് അവരെ കിട്ടിയായിരുന്നെങ്കിൽ അവർക്ക് ഈ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലോട്ട് പോയിട്ട് അവരിങ്ങനെ ഒരു ലൈഫ് ലീഡ് ചെയ്യത്തില്ലായിരുന്നു. ദിസ് ഈസ് ദ ഡിഫറൻസ്. മാം ഇപ്പോൾ ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് പെട്ടെന്നൊരു ഇത് ഓർമ്മ വന്നത്. അതായത് ഒരു 30s ഒരു യങ് ലേഡി ഒരു ഡിപ്രഷനായിട്ട് കുറച്ച് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസായിട്ട് എൻ്റെ അടുത്ത് ട്രീറ്റ് ചെയ്ത് ബെറ്ററായി പോയി. അപ്പം ദെൻ ഷീ കെയിം ബാക്ക് വിത്ത് ഹെർ മദർ. അമ്മയായിട്ടാണ് തിരിച്ചു വരുന്നത്. അമ്മ ഒരു 60 വയസ്സിന് മുകളിലോട്ടുള്ള ഒരു ലേഡിയാണ്. അപ്പോൾ ഈ അമ്മയും മോളും കൂടെ വന്നു. അപ്പം അമ്മ ക്രോണിക് ഡിപ്രഷനിലൂടെ വർഷങ്ങളായിട്ട് കടന്നുപോകുന്ന ഒരു ലേഡിയാണ്, അൺട്രീറ്റഡ്. നമ്മൾ നേരത്തെ 2 years എന്ന് പറഞ്ഞു. ഇന്ത്യയിലെ നിംഹാൻസ് നടത്തിയ അപെക്സ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് നിംഹാൻസ് നടത്തിയ ഒരു സർവേയിൽ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ട്രീറ്റ്മെൻറ്റ് ഗ്യാപ്പ് എന്ന് പറയുന്നത് 10 years എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 10 years, അതായത് ഒരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ തുടങ്ങി ട്രീറ്റ്മെൻറ്റ് എടുക്കാനുള്ള ആ ഒരു കാലതാമസം എന്ന് പറയുന്നത് റഫ്ലി 10 വർഷം. ഇതൊരു വലിയ ഹ്യൂജ് ഗ്യാപ്പാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് ട്രീറ്റ്മെൻറ്റ് എടുക്കാതിരുന്ന ഇത്രയും വർഷങ്ങൾ? പൂർ ഫാമിലി സപ്പോർട്ട്. ഹസ്ബൻഡിന് അതൊരു അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയർ ആയിട്ടാണ് തോന്നുന്നത്, അല്ലെങ്കിൽ നീ വെറുതെ പറയുന്നതാണ്, ഇങ്ങനെയാണ്. കുറച്ചൊക്കെ വൈകിയാണെങ്കിലും മനസ്സിലാക്കി, പക്ഷേ ഞാൻ ട്രീറ്റ്മെൻറ്റിന് വരത്തില്ല, ഞാൻ നിൻ്റെ കൂടത്തിൽ വരത്തില്ല. ഈ പറഞ്ഞ പോലെ സ്റ്റിഗ്മ. നീ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോയി മരുന്ന് മേടിച്ചോ, അല്ലെങ്കിൽ തെറാപ്പി എടുത്തോ, അങ്ങനെയുള്ള. അപ്പം അത് ആ ഒരു നമ്മൾ ഡിപ്രഷൻ്റെയൊക്കെ കാര്യങ്ങൾ പറയുമ്പം ഒരു പാർട്ട്ണറിൻ്റെ സപ്പോർട്ട്, ഒരു ഇമോഷണൽ സപ്പോർട്ട്, ഫാമിലി സപ്പോർട്ട് എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ആ ഒരു പ്രോഗ്നോസിസിലും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ഒരു മരുന്ന് കൊണ്ട് ഒരു പിൽ അതൊരു മാജിക് അല്ല അല്ലേ? അപ്പോൾ അതിൻ്റെ കൂടെ വരേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പം ഈ പാർട്ട്ണർ എന്ന് പറയുന്ന ഈ ഒരു അങ്കിള് അയാൾ ദുഷ്ടനൊന്നുമല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നാർസിസ്റ്റോ അങ്ങനെയൊന്നുമല്ല. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ആൻറ്റിക്ക് സപ്പോർട്ടീവ് ഇത് കൊടുക്കുന്നുണ്ട്. പക്ഷേ സ്റ്റിഗ്മ, അല്ലെങ്കിൽ ആൾ വളർന്നു വന്ന സാഹചര്യം, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ മറ്റ് ഫാമിലി മെമ്പേഴ്സിൻ്റെ ഇൻഫ്ലുവൻസ്, അവരുടെ ആറ്റിറ്റ്യൂഡ്സ്, കാഴ്ചപ്പാടുകൾ എല്ലാം ഇതിനകത്തൊരു ഇതുണ്ട്. ഇപ്പോൾ കുട്ടികളുടെ ഇടയിലൊക്കെ കുട്ടികൾ ഒരു ഫാമിലിയിൽ ഏറ്റവും പെട്ടെന്ന് അഫക്റ്റഡ് ആവുന്ന ഒരു ഗ്രൂപ്പാണ്. കാരണം അവരുടെ സ്വഭാവം ഡെവലപ്പ് ചെയ്ത് വരുന്ന വഴിക്ക് അവരുടെ ഫാമിലിയിലെ ഡിപ്രഷൻ ആയിരിക്കാം, ഇപ്പോൾ ഫാമിലിയിൽ ഹസ്ബൻഡ് വൈഫ് തമ്മിലുള്ള ഇഷ്യൂസ് ആയിരിക്കാം, എന്തും. ഗ്രാൻഡ് പേരൻറ്റിൻ്റെ ഡിപ്രഷൻ പോലും, ഗ്രാൻഡ് പേരൻറ്റിൻ്റെ ഡിപ്രഷൻ വളരെ പെട്ടെന്ന് പിക്ക് ചെയ്യുകയും അത് വന്ന് പറയുകയും ചെയ്യുന്ന ഒരു കുട്ടിയുണ്ട്. ഞാനൊരു സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ കുട്ടി പറയും, ഇന്ന് എൻ്റെ അമ്മച്ചിക്ക് പെരുപ്പാന്ന്, ഇങ്ങനെയാവുന്നു പറയുന്നത്. അതായത് എൻ്റെ അമ്മച്ചിക്ക് ഇന്ന് പെരുപ്പാണ്. ഞാൻ ചോദിച്ചാൽ ആദ്യമേ നമുക്ക് കൊച്ചു പിള്ളേരാണ്, നമുക്ക് ആദ്യം കാര്യം പിടി കിട്ടത്തില്ല. അപ്പോൾ പറഞ്ഞ് അമ്മച്ചി മിണ്ടുന്നില്ല, അമ്മച്ചി ഭയങ്കര സൈലൻ്റ് ആവുന്നു. അടുക്കളയിൽ ഇപ്പം അമ്മയുമായിട്ടാണല്ലോ ഇൻറ്ററാക്ഷൻ, അമ്മയും അമ്മച്ചിയും തമ്മിൽ വലിയ സംസാരമില്ല. അപ്പോൾ സ്വന്തം മകനുമായിട്ട് അമ്മച്ചി വളരെ പെട്ടെന്ന് ഒരു ചെറിയ ഇഷ്യൂവിനൊക്കെ ഭീകരമായിട്ട് കൺസേൺഡ് ആയിട്ട് വഴക്കുണ്ടാക്കും. വളരെ പെട്ടെന്ന് കുട്ടികൾ ഇത് ഐഡൻറ്റിഫൈ ചെയ്യും. കുട്ടികൾ ഐഡൻറ്റിഫൈ ചെയ്യുക മാത്രമല്ല, ഈ കുട്ടികൾ തന്നെ ഒരു ഡിപ്രസീവ് സിംറ്റം ക്ലാസ്സിലൊക്കെ മറ്റു കുട്ടികളുമായിട്ട് ഇടപെടുമ്പോൾ
ഒരു സൈലൻസ് അല്ലെങ്കിൽ പിണങ്ങിക്കഴിഞ്ഞ ഒരാഴ്ച ഒരു ദിവസം കൊണ്ട് പിണക്കം തീർക്കുന്ന കുട്ടികളുണ്ട് ക്ലാസ്സിൽ ഫ്രണ്ട്സിൽ. അങ്ങനെ അല്ലാണ്ട് ഈ ഒരാഴ്ച കൊണ്ട് പിണക്കം തീരാത്തത്, ഒരു മാസം കൊണ്ട് പിണക്കം തീരാത്ത കുട്ടികളുണ്ട്. കുട്ടികൾ തന്നെ പറയും, ഞാൻ ചോദിക്കും എത്ര സമയം കൊണ്ടാണ് നിങ്ങൾ തമ്മിലുള്ള ഫ്രണ്ടുമായിട്ടുള്ള ഒരു ഇഷ്യൂ സോൾവ് ആക്കുന്നതെന്ന്. ആൺകുട്ടികൾ കുറച്ച് പേര് ഒരു ദിവസം കൊണ്ടെന്ന് പറയും. പക്ഷേ പെൺകുട്ടികളുടെ ഇടയിൽ ഞാൻ അങ്ങനത്തത് കേട്ടിട്ടില്ല. പെൺകുട്ടികൾ കൊച്ചു പിള്ളേരിപ്പോൾ 3ാം ക്ലാസ്സിൽ 4ാം ക്ലാസ്സിൽ അവിടേക്കുള്ള കുട്ടികളാണ് പറയുന്നത്. അവർ ഇന്നസെൻ്റായിട്ട് മറുപടി പറയും. അവർ പറയുന്നത് ഒരാഴ്ച എടുക്കും, 2 ദിവസം എടുക്കും, ഞാൻ അവളുടെ കൂടെ ലഞ്ച് കഴിക്കത്തില്ല, ഞാൻ ലഞ്ച് മാറിയിരുന്നേ കഴിക്കത്തുള്ളൂ. അങ്ങനെ ഇത് കുട്ടികളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നുണ്ട്. അതായത് അതൊരു കുട്ടിത്തരമല്ല. സാധാരണ കുട്ടികളുടെ വഴക്കുകൾ വിതിൻ മിനിറ്റ്സ്, വിതിൻ അവേഴ്സ് തീരണം. അപ്പോൾ നമ്മുടെ കുട്ടികളിൽ നമ്മളുടെ അഡൽട്ട്സിൻ്റെ ബിഹേവിയേഴ്സ് അതുപോലെ റെപ്ലിക്കേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവർ മോഡൽ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതിൻ്റെ വളരെ ദാരുണമായ ചിത്രമാണ് കണ്ടത്. ഇപ്പം ഇത്രയും ഫാമിലി ഇഷ്യൂസ് നമ്മൾ പറയുന്ന സമയത്ത് ചെറുപ്പത്തിൽ ഞാനൊക്കെ കണ്ട് അന്ന് കാണുമ്പോൾ അത് കുറേയൊക്കെ തമാശയായിട്ട് തോന്നിയിട്ട് പടമായിരുന്നു ഈ വടക്ക് നോക്കി യന്ത്രം എന്ന് പറയുന്ന പടത്തിൽ ശ്രീനിവാസൻ എന്ന് പറയുന്നത് ഭയങ്കര സംശയരോഗമുള്ള ഒരു ക്യാരക്ടറാണ്. ഇപ്പോൾ ഈ രാത്രി ഒരാൾ ഇപ്പോൾ ടോർച്ചടിച്ച് നോക്കുന്നു, ഉറക്കമല്ല, അതൊക്കെ ചിന്തിച്ചിങ്ങനെ കിടക്കുന്നു. അന്ന് നമുക്ക് അതിൻ്റെ ഒരു ഡീപ്നെസ് അറിയില്ല. പക്ഷെ പിന്നീട് നമ്മൾ ഒരുപാട് പേരിൽ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഓൾറെഡി ഉള്ള പാർട്ട്നേഴ്സിനെ ആയിട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് ഒബ്വിയസ്ലി ഈ പറഞ്ഞ സംശയരോഗം ഉണ്ടാവും. അല്ലാതെ തന്നെ സംശയരോഗം ഉള്ള ആൾക്കാരുണ്ടല്ലോ, എന്താണ് അതിൻ്റെ റീസൺ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് ഇപ്പം ഇങ്ങനെ റൂട്ട് എവിടെ നിന്നാണ് ഈ സംശയരോഗത്തിൻ്റെ? ആൻഡ് ഈ സംശയരോഗമുള്ള ആൾക്കാരെ നമുക്ക് ആക്ച്വലി ആദ്യം മനസ്സിലാവില്ല. ഇപ്പോൾ കല്യാണം കഴിക്കാൻ പോകുമ്പോൾ ഇത് ആദ്യം മനസ്സിലാവില്ല. ഇപ്പം നമ്മൾ പിന്നീടായിരിക്കും അത് മനസ്സിലാക്കുക. അങ്ങനെ ഒരാളെ ഒരു പ്രഥമ ദൃഷ്ടിയാൽ നമുക്ക് ഇയാൾക്കൊരു സംശയരോഗമുണ്ട് അങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ പറ്റുമോ? ഈ സംശയരോഗത്തിൻ്റെ അത് ഒരു സ്പെക്ട്രത്തിലാണ്. ഒരു ജലസി, ഒരു ചെറിയൊരു ജലസി എന്നുള്ള രീതിയിൽ നിന്ന് ഒരു കോംപ്ലക്സ് എന്നൊക്കെ നമ്മൾ പറയുന്ന ഒരു അതാണ് വൺ എൻഡ് ഓഫ് ദ സ്പെക്ട്രം. അതിൻ്റെ എക്സ്ട്രീം എൻഡ് എന്ന് പറയുന്നത് ഡെല്യൂഷണൽ ലെവലിലേക്ക് പോകുക എന്നുള്ളതാണ്. ഡെല്യൂഷണൽ ലെവലിലേക്ക് പോകുമ്പോൾ അതൊരു റിയാലിറ്റി ആയിട്ട് ബന്ധമില്ലാത്ത പോലെ, കുറച്ചും കൂടെ ഒരു വിഭ്രാന്തി പോലെയൊക്കെ ആ ഒരു രീതിയിൽ അത് ഒരു എക്സ്ട്രീം കേസാണ്. അത് വളരെ ഒരു സിവിയർ ഫോം ഓഫ് ജലസിയാണ്. അല്ലാതെ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ജലസികൾ ഇതുപോലെ തന്നെ വേറൊരു രീതിയിൽ എക്സ്ട്രീം ഇതിലോട്ട് പോകുന്ന ജലസ് കമ്പോണൻറ്റ് എപ്പോഴും വരുന്നത്, അതിൻ്റെ ഒരു റൂട്ട് കോസ് എന്ന് പറയുന്ന ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. പാർട്ട്നേഴ്സ് തമ്മിൽ ഒരു വലിയ ഡിഫറൻസ് ഉണ്ടാകുക, അത് ചിലപ്പം ആക്ച്വലി ഒരു ഡിഫറൻസ് ഉണ്ടായില്ലെങ്കിൽ പോലും പെർസീവ്ഡ് ഡിഫറൻസ് എന്ന് നമ്മൾ പറയും. പെർസീവ്ഡ് ഡിഫറൻസ്, അതായത് പെർസീവ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആംഗിളിൽ നിന്ന് ഞാൻ നോക്കിക്കാണുമ്പോൾ ഞാൻ എൻ്റെ പാർട്ട്ണറിൻ്റെ മുമ്പിൽ പല കാര്യങ്ങളിലും ചെറുതായ പോലെ എനിക്ക് അനുഭവപ്പെടുക. അത് അപ്പിയറൻസ് ആകാം, എഡ്യൂക്കേഷൻ സ്റ്റാറ്റസ് ആകാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ എനിക്കുള്ള സ്വീകാര്യതയാവാം, അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യാനുള്ള എൻ്റെ ഒരു കാര്യപ്രാപ്തിയാകാം, ഡിസിഷൻ മേക്കിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ അതെ സാലറി ആയിരിക്കാം, അങ്ങനെ എന്തും ആയിക്കൊള്ളട്ടെ. ആ ഒരു എക്സ്ട്രീം ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, ഒരു ഇൻസെക്യൂരിറ്റിയിൽ നിന്നാണ് ഇതിൻ്റെ ഈ ഡെല്യൂഷണൽ ലെവലിലാണെങ്കിലും അല്ലാതെയുള്ള ജലസി ഒരു കോമൺ ഇതെടുക്കുകയാണെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു സ്റ്റെം, ഒരു റൂട്ട് എന്ന് പറയുന്നത് ഈ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിൽ നിന്നാണ്. സെയിം പ്രൊഫഷണൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണോ ഇങ്ങനത്തെ ഒരു പ്രശ്നം കൂടുതലായിട്ട് വരുന്നത്? ഇപ്പോൾ ഈ സെയിം പ്രൊഫഷണലിൽ ഇരിക്കുന്ന ആൾക്കാർ ഒരിക്കലും കല്യാണം കഴിക്കരുത് അങ്ങനെയൊക്കെ ഉണ്ടോ? അല്ലെങ്കിൽ ഇതിനൊരു നമുക്കൊരാളെ കണ്ട മനസ്സിലാവോ ഇയാൾക്ക് ഇങ്ങനെ ഒരു അസുഖമുണ്ട്, സംശയരോഗിയാണോ? ഒരിക്കലുമില്ല. സെയിം പ്രൊഫഷൻ അല്ലെങ്കിൽ പ്രൊഫഷനോ അല്ല എഡ്യൂക്കേഷനോ ഒന്നും ഇതിനകത്തൊരു ഒരു ഫാക്ടർ അല്ല എന്നുള്ളതാണ്. ഒൺലി തിങ് ഈസ് ഇതൊരു പാർട്ട്ണർഷിപ്പാണ് മാരേജ് എന്ന് പറയുന്നത്. ആ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്ന വാക്ക് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കുക, അത് ഉൾക്കൊള്ളുക, പാർട്ട്ണർക്കൊരു സ്പേസ് കൊടുക്കുക, മ്യൂച്വൽ റെസ്പെക്റ്റ് കൊടുക്കുക. ഇതൊക്കെയാണ് ഏത് മാരിറ്റൽ റിലേഷൻഷിപ്പ് മാത്രമല്ലല്ലോ, ഏത് റിലേഷൻഷിപ്പ്, ഒരു ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും ഒരു ബിസിനസ് പാർട്ട്ണർഷിപ്പ് ആണെങ്കിലും ഒക്കെ അതിനകത്ത് നമ്മുടെ കൂടെ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കൊരു സ്പേസ് കൊടുക്കുക, റെസ്പെക്റ്റ് ചെയ്യുക, അവരുടെ പേഴ്സ്പെക്റ്റീവ്സ് മനസ്സിലാക്കുക, അഗ്രി ടു ഡിസഗ്രി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് നോക്കേണ്ടത്. അപ്പം എപ്പോഴും നമ്മൾ
മാരേജിന് മുമ്പ് കുറച്ച് നാൾ നമ്മൾ പരസ്പരം മനസ്സിലാക്കാൻ ഒരു ടൈം കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഇപ്പോൾ ആ ഒരു ട്രെൻഡൊക്കെ ഒത്തിരി മാറി വരുന്നത് നമ്മുടെ നാട്ടിലുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ചേഞ്ച് എന്ന് വേണം പറയാൻ. അപ്പോൾ പലപ്പോഴും ആ ഒരു ഇനീഷ്യൽ ഫേസിൽ നമ്മളെ ഇമ്പ്രസ് ചെയ്യാനായിരിക്കും നോക്കുന്നതൊക്കെ. അപ്പോൾ ആ ഇമ്പ്രസ് ചെയ്യുക എന്നുള്ളത് നമ്മളോട് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതിനേക്കാളും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മറ്റുള്ളവരോട് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, അവരുടെ കാഴ്ചപ്പാടുകൾ എന്താണ്. അപ്പം നമ്മളുടെ കോറായിട്ടുള്ള ചില കാര്യങ്ങളുണ്ടാവും, നമുക്ക് മാറ്റാൻ പറ്റാത്ത നമ്മുടെ പേഴ്സണാലിറ്റിയുടെ, നമ്മുടെ ബിലീഫ് സിസ്റ്റംസിലോ അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളിലോ ഒക്കെ വളരെ നമ്മുടെ യുണീക്കായിട്ടുള്ള ചില കാര്യങ്ങളുണ്ടാവും. അതുമായിട്ട് അവർ ഒത്തു പോകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. എപ്പോഴും ഒരു 100-ൽ 100 മാച്ച് കിട്ടിക്കൊള്ളണമെന്നില്ല, പക്ഷേ നമ്മുടെ കോറായിട്ടുള്ള സാധനങ്ങൾ എപ്പോഴും ഒത്തുപോകുന്നുണ്ട് എന്ന് വേണം നോക്കാം. അപ്പം അതിന് കുറച്ച് ടൈം കൊടുക്കണം. ഞാൻ ആക്ച്വലി ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ഇപ്പം ഡേറ്റിന് ഇപ്പോൾ പോകുന്ന സമയത്താണേലും ഇത് ഞാൻ കേട്ടിട്ടുള്ളത്. അതായത് ഇപ്പം നീ ഒരാളായിട്ട് ഡേറ്റിന് പോകുമ്പം നിൻ്റെ അടുത്ത ആളെങ്ങനെ ബിഹേവ് ചെയ്യുന്നു നോക്കരുത്, ദൈവം ഇതിൻ്റെ ചുറ്റുപാട് ആളെങ്ങനെയാണ്. റീസെൻ്റ്ലി ഞാനതൊരു ഏതോ ഒരു ഷോർട്ട് ഫിലിമിൽ കണ്ടതാണ്. ഇപ്പോൾ ആള് കൺഫേം ചെയ്ത് ആളോട് പറയാൻ പോവാണ് എനിക്ക് നിന്നെ ഇഷ്ടമാണെന്നുള്ള കാര്യം. അപ്പോഴാണ് ഇവർ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ കയ്യിൽ വാട്ടർ ബോട്ടിൽ കുടിച്ചു കഴിഞ്ഞിട്ട് വാട്ടർ ബോട്ടിൽ നോക്കിയപ്പോൾ ഈ ഗേള് റോഡിലോട്ട് ഒറ്റയേറി. അപ്പോൾ നോ ഇപ്പോൾ പറയണ്ട. ബിഹേവിയർ ആ ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ തൊട്ടടുത്തൊരു ഡസ്റ്റ്ബിനുണ്ട്, അതിനകത്തോട്ട് ഇടാം. അപ്പം ഈ നേച്ചറുള്ള ഒരാളെ വേണ്ടല്ലോ എനിക്ക്. അതാണ് നമ്മളോടുള്ള പെരുമാറ്റത്തെക്കാളും അവരെ മൊത്തത്തിലൊന്ന് വീക്ഷിച്ച് മനസ്സിലാക്കുന്നതായിരിക്കും. ഇത് ഇങ്ങനെ പറഞ്ഞു വന്നപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള ഒരു കേസ്, ഒരു ബ്രേക്കപ്പിലൂടെ കടന്നു പോകുന്ന ഒരു കുട്ടി ട്രീറ്റ്മെൻറ്റിന് വന്നു. അപ്പോൾ ഒരാളെ പരിചയപ്പെട്ടു. അയാളൊരു ടോക്സിക് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. ഇവർ കുറച്ച് നാൾ ഡേറ്റൊക്കെ കഴിഞ്ഞിട്ടാണ്, ഒരു 1 ഇയറോളം ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇത് ഭയങ്കര ടോക്സിക്കാണ്, ടോർച്ചറിങ്, ഫിസിക്കൽ വെർബൽ അബ്യൂസിലേക്കൊക്കെ പോയപ്പോഴാണ് ഇത് അവസാനം പറ്റത്തില്ല എന്നുള്ള ഒരു ഡിസിഷൻ ഈ കുട്ടി എടുക്കുന്നത്. ഞാൻ കുറച്ച് റീവൈൻഡ് ചെയ്ത് പാസ്റ്റിലോട്ട് ചോദിക്കുമ്പോൾ ഈ കുട്ടി പറയുന്നത് എങ്ങനെയാണ് പരിചയപ്പെട്ടത്. പരിചയപ്പെട്ടപ്പം ആൾ വളരെ കൂളായിട്ടുള്ള ഒരു വ്യക്തിയാണ്, എന്നോട് ഭയങ്കര സ്വീറ്റായിട്ടാണ് സംസാരിച്ചത്. ആ സമയത്ത് അയാൾക്ക് 3 റിലേഷൻഷിപ്സ്, കാഷ്വൽ റിലേഷൻഷിപ്സ് വേറെ ഉണ്ടായിരുന്നു. ഒരാളെ കൊണ്ടു നടക്കുമ്പോൾ മറ്റേ ആളെ ഇങ്ങനെ വെച്ച് ഇരിക്കും. അപ്പം അതിന് മുമ്പ് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കാം, അത് നമുക്ക്. പക്ഷേ ഒരു 3 പേരെ ഒരേ സമയം ഡേറ്റ് ചെയ്യുമ്പം നമ്മളുടെ ആ ഒരു കോൺസെൻസ്, മൊറാലിറ്റി അല്ലെങ്കിൽ ശരി തെറ്റുകളെ പറ്റിയുള്ള നമ്മളുടെ ഒരു ആ വ്യക്തിയുടെ ഒരു അപ്രോച്ച്, അയാളുടെ ഒരു മനസ്സിൽ എന്തുമാത്രം വ്യക്തതയുണ്ട് എന്നുള്ളത്. ഇങ്ങനെ ഒരാളെയാണോ ഞാൻ ആഗ്രഹിക്കുന്നത്? ഞാനൊരു കാഷ്വൽ റിലേഷൻഷിപ്പാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ ഞാനൊരു കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു സീരിയസ് റിലേഷൻഷിപ്പ് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഞാൻ കുറേ ഇമോഷണലി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പാർട്ട്ണറിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതൊരു വലിയ റെഡ് ഫ്ലാഗ് സൈനാണ്. അവിടെ വെച്ച് തന്നെ അത് നോ പറയേണ്ട ഒരു കേസാണ്. ഇനി രണ്ടാമതുണ്ടായിരുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ 3 മാസം സംസാരിച്ചു, ഇഷ്ടപ്പെട്ടു. ഇയാൾ പറഞ്ഞു ഞാൻ ഈ 3 റിലേഷൻഷിപ്സും ഞാൻ സ്റ്റോപ്പ് ചെയ്യാം, 1 മാസം എനിക്ക് തന്നാൽ മതി. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ 1 മാസം കൊണ്ട് ഈ 3 റിലേഷൻഷിപ്സും അബ്രപ്റ്റായിട്ട് സ്റ്റോപ്പ് ചെയ്യുമ്പം ഈ 3 റിലേഷൻഷിപ്സിലും നിൽക്കുന്ന അപ്പുറത്തെ ആളുണ്ട്. അവരുടെ ആ 3 പേരുടെയും മെൻ്റൽ ഹെൽത്തിന് ഈ വ്യക്തി കൊടുക്കുന്നത് എന്ത് ഇമ്പോർട്ടൻസ് ആണ്. അപ്പം അതൊരു വലിയ റെഡ് ഫ്ലാഗ് സൈനിൽ എന്തുകൊണ്ടാണ് നമ്മളത് തിരിച്ചറിയാതെ പോകുന്നത്? ടോക്സിക് റിലേഷൻഷിപ്സ്, ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആണെങ്കിലും ഒരു ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും ഒരു മാരേജിലാണ് ആ ടോക്സിസിറ്റി വരുന്നതെങ്കിലും, ടോക്സിക് ആയിട്ടുള്ള ആളുകളുടെ ട്രെയ്റ്റ്സ് എന്താണ്, അവരെ എങ്ങനെ തിരിച്ചറിയണമെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ പലപ്പോഴും നമ്മളത് തിരിച്ചറിയാതെ പോകുന്നു എന്നുള്ളതാണ്. അല്ല, തിരിച്ചറിഞ്ഞിട്ടും അക്സെപ്റ്റ് ചെയ്യാറില്ല. കാരണം അവർ കുറച്ച് ഫിലിമി ആയിരിക്കും, ഡ്രമാറ്റിക് ആയിരിക്കും, ഇങ്ങനെ ഭയങ്കര കെയറിങ് ആയിരിക്കും. അപ്പം മോർ ഇമ്പോർട്ടൻസ് ടു ദാറ്റ് ഏരിയ റാദർ ദാൻ നമ്മളുടെ ഈ മൊറാലിറ്റിയും അങ്ങനത്തുള്ള കാര്യങ്ങളിലൊക്കെ. പിന്നെ ഒരു പണി കിട്ടി
എന്നറിയുന്ന മൊമെന്റിലാണ് എന്നാ വേണ്ട എന്ന് വെക്കാം എന്ന് വിചാരിക്കുന്നത്. തോന്നുന്നില്ല. ഇല്ല ആദ്യത്തെ പണിയിലും പഠിക്കില്ല, പിന്നെയും അത് റിപ്പീറ്റ് ചെയ്ത് കുറേ മുന്നോട്ട് പോകുമ്പോഴാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ മാഡം ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് തിരിച്ച് കയറി വന്ന ഒരാൾ വീണ്ടും ടോക്സിക് റിലേഷൻഷിപ്പ് പാറ്റേൺ, അതൊരു പാറ്റേൺ, ഒരു ഭയങ്കര പാറ്റേൺ ആണ്. അപ്പം മൾട്ടിപ്പിൾ ടൈംസ് മൾട്ടിപ്പിൾ അറ്റംപ്റ്റ്സ് ഫെയിലിയർ ആകുമ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ചൈൽഡ്ഹുഡ് എന്ന് പറയുന്ന ഒരു ടോട്ടലി ഡിപ്പെൻഡൻറ്റ് ഒരു ചൈൽഡിനെ ഒരു ടോട്ടലി ഇൻഡിപെൻഡൻറ്റ് പേഴ്സൺ ആക്കുക എന്നുള്ളതാണ് പാരൻറ്റിങ്ങിൻ്റെ ഇതെന്ന് പറയുന്നത്. ആ ഇൻഡിപെൻഡൻറ്റ് പേഴ്സൺ ആക്കുന്നത് പോലെ നമ്മളൊരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല. നമുക്ക് ഫ്രണ്ട്ഷിപ്സ് വേണം, കൊളീഗ്സായിട്ടൊരു നല്ലൊരു വ്യക്തിബന്ധങ്ങൾ വേണം, നെയ്ബേഴ്സ്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളൊരു മാരേജിലേക്ക് പോകണമെങ്കിൽ പാർട്ട്ണർ, കുട്ടികൾ, അങ്ങനെ ഫാമിലി മെമ്പേഴ്സ് എല്ലാം ഉണ്ട്. അപ്പം അതിനകത്തൊരു ഇൻ്റർ ഡിപ്പെൻഡൻസും കൂടെ വരുന്നുണ്ട്. ഇൻ്റർ ഡിപ്പെൻഡൻസ് ആ ഒരു സ്കിൽ സെറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നു. എല്ലാവരും ഇൻഡിപെൻഡൻ്റ് ആകുക രണ്ട് എക്സ്ട്രീംസ് ആണല്ലോ മാം. ഇന്ന് രണ്ട് എക്സ്ട്രീംസാണ് നമുക്കുള്ളത്. എയ്തർ ഇൻഡിപെൻഡൻ്റ് ആകുക അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡൻ്റ് ആകുക. ഇതിൻ്റെ ഇടയിലുള്ള ഈ ഇൻ്റർ ഡിപ്പെൻഡൻസി നമ്മുടെ ഫാമിലികളിൽ ഇന്ന് മിസ്സിങ് ആണ്. അതാണ് ഏറ്റവും വലിയ കുഴപ്പം. ഈ ബൗണ്ടറീസിൻ്റെ കാര്യം പറയുമ്പം നമ്മൾ സാധാരണ പറയുന്നത് ഈ കപ്പിൾ പുറത്തുള്ള വേൾഡുമായിട്ട് ഇടയ്ക്കുള്ള ഒരു ബൗണ്ടറി നമ്മൾ സാധാരണ പറയാനുള്ളൂ. ഇടയ്ക്ക് ഒരു ചെറിയൊരു നേരത്തെ ഒരു ബൗണ്ടറി ഈ പാർട്ട്നേഴ്സിൻ്റെ ഇടയ്ക്കും ബേസിക്കലി ഉണ്ട്. അതാണ് ഈ ഇൻഡിവിജ്വൽസിനെ ഇൻഡിവിജ്വൽസായിട്ട് നിലനിർത്തുന്നത്. അതില്ലാതെ പോകുമ്പോഴും പ്രോബ്ലം തന്നെയാണ്. അപ്പോൾ രണ്ട് ബൗണ്ടറി, ഒരാളുടെ നിഴല് മാത്രമായി മാറുന്ന പഴയ കാലത്തെ അമ്മമാരെ മാത്രം നോക്കിയാൽ മതി. ഒരാളുടെ നിഴല് മാത്രമായി മാറുന്ന, അതും ഇന്ന് ആ രീതിയിൽ പോയാലും ഇന്ന് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. എക്സ്ട്രീം ഇൻഡിവിജ്വലിസത്തിൽ പോയാലും ഇഷ്യൂസ് ഉണ്ടാവും. ഇൻ്റർ ഡിപ്പെൻഡൻസി പ്രാക്ടീസ് ചെയ്യാൻ പഠിക്കുക. അതൊരു സ്കിൽ സെറ്റാണ്. അതില്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള പ്രൊഫഷണൽസിൻ്റെ അടുത്ത് പോയി ആ സ്കിൽ സെറ്റ് പഠിക്കാനായിട്ട്, ദാറ്റ് ഇസ് എ ലൈഫ് സ്കിൽ. ഇപ്പം ഈ പാർട്ട്നേഴ്സിനിടയിൽ തന്നെ ഇപ്പം സെക്ഷലി വരുന്ന കുറേ പ്രശ്നങ്ങളും ഭയങ്കര അവരെ എഫക്റ്റ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. ഇപ്പം ചില ആൾക്കാർക്ക് ഇപ്പം കല്യാണം കഴിക്കുന്ന വരെ മേ ബി ആ ഒരു പാർട്ട്ണറിൻ്റെ അടുത്തോ ഈ സെക്ഷലി ഭയങ്കര ആക്റ്റീവ് ആയിരുന്ന ആൾക്കാർ ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നീട് അതിനോട് അങ്ങനെ ഒരു താല്പര്യക്കുറവ് കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ആൾക്കാർ നമ്മൾ കണ്ടിട്ടുണ്ട്, അവരുടെ കഥകൾ കേട്ടിട്ടുണ്ട്. അപ്പം ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പാറ്റേൺ സംഭവിക്കുന്നത്? ആൻഡ് അത് മറ്റ് മീൻ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ട്ണറിനെ എത്രത്തോളം ഇൻസെക്യൂർ ആക്കുന്നുണ്ട് ആ ഒരു കാര്യം? സെക്ഷൽ റിലേഷൻഷിപ്പ് ഫാമിലി ലൈഫിൻ്റെ ബേസിക്സാണ്. ഇപ്പോൾ നമ്മുടെ സുരാജ് പറയുന്നൊരു ഡയലോഗ് ഉണ്ടല്ലോ, എനിക്കൊന്ന് ബോസ് എന്ന് പറയുന്ന മൂവിയിലാന്ന് തോന്നുന്നു, ഇതിനെയൊക്കെ കാണുമ്പോഴാണ് വീട്ടിൽ ഇരിക്കുന്നതിനെയൊക്കെ എടുത്തിടാൻ തോന്നുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു ഫെമിലിയാരിറ്റി വരുമ്പോഴത്തേക്ക് ഇൻട്രസ്റ്റ് ലോസ് ആവുന്നു. പലരിലും ഇന്ന് സംഭവിക്കുന്നതാണ്. ഒന്ന്, ഇന്നത്തെ കാലത്ത് ഇറ്റ്സ് വെരി ഈസി ടു ഗെറ്റ് അനദർ പാർട്ട്ണർ. പണ്ടായിരുന്നെങ്കിൽ ഏതെങ്കിലും കോർണറിൽ പോകണം, ഐസ്ക്രീം പാർലറിൽ പോകണം, എവിടെയെങ്കിലുമൊക്കെ പോയിട്ടേ മീറ്റ് ചെയ്യാൻ പറ്റും. ഇതൊന്നുമില്ല, ജസ്റ്റ് ഒരു ഹായ് അയച്ചാൽ മതി, അപ്പോഴേ അവിടെ ആളെ കിട്ടുകയാണ്. അപ്പോൾ ആ വെറൈറ്റീസ് ഉള്ള സമയത്ത് ഈ ഫെമിലിയാരിറ്റിയും പഴഞ്ചനായി എന്നുള്ള തോന്നൽ. പിന്നെ അത് മാത്രമല്ല, ബിഫോർ മാരേജ് ആണെങ്കിൽ ഭയങ്കര അഡ്ജസ്റ്റ്മെൻറ്റ്സും അണ്ടർസ്റ്റാൻഡിങ് അല്ല, ആ ഹണിമൂൺ ഫേസിൽ ഭയങ്കര അഡ്ജസ്റ്റ്മെൻറ്റ്സും അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ. ഇനി ചില നമ്മളെ ഫാമിലി ലൈഫിലേക്ക് വരുമ്പോൾ കാണുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് കമ്മ്യൂണിക്കേഷനേ ഇല്ല. സെക്ഷൽ കമ്മ്യൂണിക്കേഷൻ ഇല്ല. വർഷങ്ങളായിട്ട് ഇൻ്റർകോഴ്സിൽ എത്താത്ത ഫാമിലീസുണ്ട്, അങ്ങനെയുണ്ട്. അപ്പോൾ ഇവിടെ ഇതൊന്നും പോസിബിൾ അല്ലെങ്കിൽ ഇപ്പം ലേഡിക്ക് പെയിൻഫുള്ളാണ് ഇൻ്റർകോഴ്സ്, അപ്പോൾ അതുകൊണ്ട് അവളെ കൊണ്ട് അതൊന്നും നടക്കുന്ന കാര്യമല്ല. അപ്പോൾ അത് തഴഞ്ഞിട്ടെന്നാൽ ഇനി വേറൊരാളെ, ഈവൻ ചിലപ്പോൾ ചില പാർട്ട്നേഴ്സ് പറയും അവർക്ക് ഈ പെയിൻഫുൾ ഇതായതുകൊണ്ട് മറ്റേ ആളുടെ എക്സ്ട്രാ മാരിറ്റൽ പോലും അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു രീതിയുണ്ട്. പിന്നെ ഇന്നത്തെ ജോബ് പ്രഷർ, സ്ട്രെസ്, ഈ ഇൻറ്റിമേറ്റ് കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് അത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ഇൻറ്റിമേറ്റ് സ്പേസാണ്. ഇപ്പോൾ എന്നോട് ഒരാൾ വന്ന് പറഞ്ഞാൽ അവൾ ഭയങ്കര കൊഞ്ചിയാണ് നടക്കുന്നത്, എപ്പോഴും വന്ന് ഹഗ് ചെയ്യും, പക്ഷെ അവിടെ ബാഡ് ബ്രത്ത് എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഇത് പക്ഷേ ആളോട് പറയാൻ പുള്ളിക്ക് വയ്യ. ആ കമ്മ്യൂണിക്കേഷൻ അവിടെ. അതുപോലെ തന്നെ ഇൻസൈഡ് ദ സെക്ഷൽ അവരുടെ നീഡ്സ്, വാണ്ട്സ്, അവരുടെ ഇൻട്രസ്റ്റുകൾ, ഡിസ്ഇൻട്രസ്റ്റുകൾ, ഇതൊന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യത്തില്ല. വെരി ഇമ്പോർട്ടൻറ്റ് ടു കമ്മ്യൂണിക്കേറ്റ്. ഇനി അത് മാത്രമല്ല, ഇപ്പോൾ കൂടുതലും ഞാൻ IT പ്രൊഫഷണൽസ് അവരെ എടുത്ത് പറയില്ല, അങ്ങനെ കുറേ കേസസ് വന്നതുകൊണ്ട് പറയാണ്, ഇവരുടെ ജോബ് സ്ട്രെസ്. അപ്പോൾ ജോബ് സ്ട്രെസ്സിൽ ഇങ്ങനെ പോയി വീക്കെൻഡ്സ് ആവുമ്പം അവർക്കൊരു സെക്സിനുള്ള ഒരു എനർജി ഒന്നുമില്ല. ഒരു കേസ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഫോൺ വാച്ചിങ് ആൻഡ് ബിയർ,
അത് രണ്ടും മതി പുള്ളിക്ക് അതാണെങ്കിൽ സാറ്റിസ്ഫൈഡായി. ഒരു സെക്ഷൽ റൊമാൻറ്റിക് ഇതിലേക്ക് വരാനോ ഒരു ഇമോഷണൽ കണക്ഷൻ കൊണ്ടുവരാനോ അതല്ലെങ്കിൽ ഒരു സെക്ഷൽ റിലേഷൻഷിപ്പിൽ പോകാനോ ഉള്ള ഒരു എനർജി, ലാക്ക് ഓഫ് എനർജി. അപ്പോൾ അത് പല പാർട്ട്നേഴ്സിൽ. അപ്പോൾ മുന്നോട്ട് പോകും തോറും പിന്നെ ഈ റെസ്പോൺസിബിലിറ്റീസ് കുട്ടികളൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ പറയണ്ട. നമ്മുടെ നാട്ടിൽ പ്രത്യേകം സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കുട്ടി ആയിക്കഴിഞ്ഞാൽ പിന്നെ കുട്ടി മാത്രമാണെന്നുള്ളൊരു ചിന്തയാണ്. ശരിയാണ്, നമുക്ക് കുട്ടികൾക്കൊരു 3 വയസ്സ് വരെയുള്ള കെയർ കൊടുക്കണം. ആ സമയത്ത് പാർട്ട്നേഴ്സ് അതുമായിട്ട് വളരെ കോപ്പപ്പ് ചെയ്യണം. എങ്കിൽ പോലും ഒരു കംപ്ലീറ്റ്ലി ഷട്ട് ഡൗൺ ചെയ്യുന്ന ഒരവസ്ഥയിലോട്ട് വരാറ്. പിന്നെ ലോണ്, ബില്ല്, ഫിനാൻഷ്യൽ ബേർഡൻസ്, പിന്നെ കുട്ടികൾക്ക് കൂടുതൽ സമയം കൊടുക്കേണ്ടി വരുമ്പോൾ അപ്പോൾ ഇവർക്ക് ഈ ഒരു എന്തൂസിയാസം നഷ്ടപ്പെട്ടു പോകും. പലപ്പോഴും എന്തൂസിയാസം നഷ്ടപ്പെട്ടിട്ട് ഇതൊരു നോർമൽ, എന്നോടൊരു ലേഡി പറഞ്ഞതാ, ആകെ വീക്കെൻഡ് അവർ ഇത്തിരി സമാധാനം കിട്ടുന്നത്. ഇപ്പോൾ വീക്കെൻഡ് വരുന്ന ഈ സെക്സ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാംഡ് സെക്സ് പോലായി. എനിക്കിപ്പോൾ അതുകൊണ്ട് വീക്കെൻഡിനെ കുറിച്ച് ചിന്തിക്കുന്ന പോലും ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെ ഒരു മെക്കാനിക്കൽ ഫീലിംഗ് ആണ്. അപ്പോൾ അതിനകത്തുള്ളൊരു എന്തൂസിയാസം, ഇൻറ്റിമസി, അങ്ങനത്തുള്ള പല ഫാക്ടേഴ്സും നഷ്ടപ്പെടുന്നു. അപ്പോൾ ഇത് ഓപ്പൺ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവർക്കൊരു ഡിഫറൻസ്, ഇപ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ, കുട്ടികളായി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വെസ്റ്റേണേഴ്സിനെ നോക്കിക്കഴിഞ്ഞാൽ അവർ കുട്ടികളായി കഴിഞ്ഞാൽ കുട്ടിയെ കുറച്ച് നേരം ഒരു ബേബി സിറ്ററെ ഏൽപ്പിച്ചിട്ട് ഒരു സേഫ് എൻവയോൺമെൻറ്റിൽ ഏൽപ്പിച്ചിട്ട് ഹസ്ബൻഡും വൈഫോട് ഒരു ഡേറ്റിന് പോകും. ഇവിടെ അങ്ങനെ പോയാൽ നാട്ടുകാർ കൊച്ചന്തി ഈ കുഞ്ഞിനെ ഇട്ടിട്ടാണോ നിങ്ങൾ പോകുന്നത്? അപ്പോൾ നമ്മുടെ കൾച്ചറൽ ഇൻഫ്ലുവൻസ് ഉണ്ട് അതിന്. അവർക്കൊരു ഫ്രീ സ്പേസിൽ ഇപ്പോൾ ഒരു കുഞ്ഞുണ്ടാവുമെന്ന് പറഞ്ഞാൽ ഏതാണ്ട് 24/7 ബേസിസിൽ ഒരു 3 വയസ്സ് വരെ അല്ല 5 വയസ്സ് വരെ റെസ്പോൺസിബിളാണ്. അവിടെയാണ് നമ്മുടെ ഗ്രാൻഡ് പേരൻസിൻ്റെയൊക്കെ ഇൻവോൾവ്മെൻറ്റ് വരേണ്ടത്. അവർ ഈ കുഞ്ഞുങ്ങളെ കുറച്ച് നേരം നോക്കുകയും ഇത്രയും ജോബ് സ്ട്രെസ്സിൽ വരുന്ന ആ കപ്പിൾസിനൊന്ന് അവർക്ക് അവരുടേതായിട്ടുള്ളൊരു സമയം സ്പെൻഡ് ചെയ്യാനും ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ളൊരു ടൈം കൊടുക്കാനും ഒക്കെ അത്തരത്തിൽ നമ്മുടെ കൾച്ചർ മാറണം. കുറേ കൂടെ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻസ് വരണം. അതുപോലെ ഇനി ഇതിനകത്തുള്ള ഇൽനെസ്സുകൾ വന്നു കഴിഞ്ഞാൽ ഒരു സെക്സോളജിസ്റ്റിനെ കാണുക, ഒരു സൈക്യാട്രിസ്റ്റിനെ കാണുക, അതൊന്നും ഇപ്പോഴും ആക്സെപ്റ്റബിൾ ആയിട്ടുള്ള കാര്യമേ അല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് ഇന്ന് കോമൺ ആണ്. ഇതിനകത്ത് വരുന്ന ഡിസിൻട്രസ്റ്റ് അല്ലെങ്കിൽ ആൻസൈറ്റി, പെർഫോമൻസ് ആൻസൈറ്റി കേസുകൾ വന്നിട്ടുണ്ട് മാം. ഇൻ്റർകോഴ്സ് ചെയ്യാൻ കാരണം എനിക്ക് എൻ്റെ പാർട്ട്ണർ കുറേ കാര്യങ്ങൾ കണ്ട് തലയിൽ കുറേ കാര്യം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ പാർട്ട്ണറെ ഹാപ്പിയാക്കാൻ പറ്റുമോ? ഈ ഒരു ആൻസൈറ്റി കയറിയിട്ട് ഇൻ്റർകോഴ്സിലേക്ക് എത്തുമ്പോൾ ആൾക്ക് ഭയങ്കരമായിട്ടുള്ള പെർഫോമൻസ് ആൻസൈറ്റി വന്നിട്ട് അവിടെ ബ്ലോക്ക് ആവുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കേസസ്. സെക്ഷൽ ലൈഫ് ഈസ് എ ബേസ് ഓഫ് ഫാമിലി ലൈഫ്. അത് ഓപ്പൺലി പാർട്ട്നേഴ്സ് തമ്മിൽ സംസാരിക്കണം. അതിനകത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് കോൺഫിഡൻഷ്യലായിട്ട് വന്ന് അതിൻ്റേതായിട്ടുള്ള പ്രൊഫഷണൽസിനെ കണ്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കണം. അല്ലാതെ വേറൊരു വഴിയില്ല. ഇപ്പം പലപ്പോഴും ഈ റിലേഷൻഷിപ്സിൽ ഈ ഒരു പാർട്ട്ണറിൻ്റെ ഇപ്പം സെക്ഷൽ ഫാൻറ്റസികൾ ഭയങ്കരമായിട്ട് എന്താ പറയുക പ്രശ്നം വരുത്തിയിട്ടുള്ള ഇതുണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഈ സെക്ഷൽ ഫാൻറ്റസി അല്ലാതെ വേറെ എന്തെങ്കിലും ഫാൻറ്റസി കൊണ്ട് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ? ഇപ്പം നമുക്ക് ഒരു ബ്രെയിനുണ്ട്, ബ്രെയിൻ ഇമാജിൻ ചെയ്യാനുള്ള കഴിവുണ്ട്. നമ്മളൊക്കെ കുറച്ച് ക്രിയേറ്റീവാണ് മനുഷ്യരെന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഇമാജിൻ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ഒരു വ്യക്തിക്ക് ഉറപ്പായിട്ടും ഫാൻറ്റസീസ് ഉണ്ടാകും, സെക്ഷൽ ഫാൻറ്റസീസ് ഉണ്ടാകും. അതൊരു മാരൈറ്റൽ റിലേഷൻഷിപ്പിനെ അഫക്റ്റ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ പാർട്ട്ണറിനൊരു ബുദ്ധിമുട്ടായിട്ട് വരുമ്പോഴാണ്. ഇപ്പം ഞാൻ കുറച്ച് നാൾ മുമ്പ് കണ്ട രണ്ടുപേരും ഹസ്ബൻഡും വൈഫും രണ്ടുപേരും വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസാണ്. അപ്പം ഈ ഹസ്ബൻഡിന് കുറച്ച് സങ്കടം, വിഷമം അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് വൈഫാണ് ഇനീഷ്യേറ്റ് ചെയ്ത ആ ഒരു കൺസൾട്ടേഷൻ എടുത്തത്. അപ്പോൾ ഹസ്ബൻഡിന് ഒരു ക്രോസ് ഡ്രസ്സിങ് ഫാൻറ്റസി ഉണ്ട്. ക്രോസ് ഡ്രസ്സിങ് ഒരു ഒരു ആക്ടിവിറ്റി തുടങ്ങുന്നതിന് മുമ്പ് ക്രോസ് ഡ്രസ്സ് ചെയ്യുമ്പോൾ, അതായത് ഒരു ലേഡീസിൻ്റെ ഫീമെയിൽസിൻ്റെ ഡ്രസ്സ് ഇടുമ്പോഴാണ് അയാൾക്ക് കൂടുതൽ അതൊരു എക്സൈറ്റ്മെൻറ്റ് തോന്നുന്നത്. ഇത് വൈഫിനോട് പറഞ്ഞു. വൈഫ് അത് ഒരു പരിധി വരെ വൈഫിന് ഓക്കെയാണ്. അപ്പം ചില നിബന്ധനകൾ അവർ തന്നെ ഡിസ്കസ് ചെയ്ത് അവർ തന്നെ അത് ചില സന്ദർഭങ്ങളിൽ അത് ഓക്കെയാണ്, ചില സന്ദർഭങ്ങളിൽ അത് ഓക്കെ അല്ല എന്നുള്ള രീതിയിൽ അവരത് മുന്നോട്ട് വളരെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഈ ഹസ്ബൻഡിന് മുന്നോട്ട് പോയപ്പോൾ തോന്നി ഞാൻ വൈഫിനെ വല്ലാണ്ട് ബുദ്ധിമുട്ടിപ്പിക്കുവാണോ, അവർക്കതൊരു ബേർഡൻ ആണോ എന്നൊക്കെയുള്ള. അപ്പോൾ വൈഫ് ഇത് തിരിച്ചറിഞ്ഞു. അങ്ങനെയാണ് എന്നെ വന്ന് കാണുന്നത്. ഇത് ഒരു വളരെ ഹാപ്പി എൻഡിങ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. കാരണം ഇതിനകത്ത് ആ ഹസ്ബൻഡിന് ഇത് വൈഫിൻ്റെ അടുത്ത് ഓപ്പൺ അപ്പ് ചെയ്യാനുള്ള ഒരു സ്പേസ് അവർ ക്രിയേറ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ പുള്ളി കോൺഫിഡൻ്റായിട്ടിത്
ആളോട് പറഞ്ഞു. അറ്റ് ദ സെയിം ടൈം വൈഫിൻ്റെ ആ ഒരു ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ ആ ഒരു പേഴ്സണാലിറ്റിയെ ഹസ്ബൻഡ് പൂർണ്ണമായും തിരിച്ചറിഞ്ഞത് കൊണ്ട്, റെസ്പെക്റ്റ് ചെയ്തത് കൊണ്ട് അയാളും അതിനകത്ത് കുറേ ചേഞ്ചസ് വരുത്തി. ആ ഒരു കൺസൾട്ടേഷൻ കൂടി വന്നപ്പോൾ അവരുടെ ആ ഒരു റിലേഷൻഷിപ്പ് ഒന്നുകൂടെ സ്ട്രോങ് ആകുകയാണ് ചെയ്യുന്നത്. എന്തുമാത്രം ബ്യൂട്ടിഫുള്ളായിട്ടാണത് വർഷങ്ങൾ കഴിയുന്തോറും ഇവോൾവ് ചെയ്ത് വരുന്നത് എന്നുള്ളത് നമ്മൾക്ക് തന്നെ അത് കാണുമ്പോൾ, അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഹസ്ബൻഡും വൈഫുമായിട്ട് അത് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു മോട്ടിവേഷനും ഒക്കെയാണ്. അപ്പോൾ ഈ സെക്ഷൽ ഫാൻറ്റസി കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ സംസാരിച്ചതിനിടയിൽ നമ്മൾ ഈ ചൈൽഡ്ഹുഡ് അബ്യൂസ് ഉണ്ടല്ലോ, ശരിക്കും ചൈൽഡ്ഹുഡ് അബ്യൂസ് ഒന്നും കിട്ടാത്ത കുട്ടി ഭയങ്കര ഭാഗ്യവാന്മാരാണ് അല്ലെങ്കിൽ ഭാഗ്യവതിയാണെന്ന് കമൻറ്റ് ചെയ്യുന്ന ഒരാളായിട്ട് ഞാൻ. അപ്പോൾ ഈ ഇപ്പം പാരൻസിന് ഇപ്പോൾ ഈ കുട്ടി ഒരു എന്താ പറയുക ഒരു അബ്യൂസിലൂടെയാണ് പോകുന്നത് എന്ന് മനസ്സിലാവാത്ത പാരൻസ് ഉണ്ട്, എന്നാൽ മനസ്സിലാക്കി ഇത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു പാരൻസും ഉണ്ട്. സോ ഇത് നമുക്കൊരു കുട്ടീനെ കാണുമ്പോൾ അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഒരു ബിഹേവിയറൽ പാറ്റേൺ കാണുമ്പോൾ കുട്ടി ഒരു ട്രോമയിലൂടെയാണോ കടന്നു പോകുന്നത്, ഒരു അബ്യൂസിലാണോ കടന്നു പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? യെസ്, നമുക്ക് ഇന്നത് മാത്രമാണ് ചേഞ്ചസ് ഉണ്ടാകുക എന്ന് പറയുന്നതിനേക്കാളും സാധാരണ നമ്മൾ കാണുന്ന പാറ്റേണിൽ നിന്ന് സഡനായിട്ട് ഒരു ചേഞ്ച് ഉണ്ടാകുകയും അത് കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ലൈഫിൽ എന്തോ പ്രോബ്ലം ഉണ്ടായിട്ടുണ്ട്, എൻവയോൺമെൻറ്റിൽ എന്തോ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ജനറലി സ്പീക്കിംഗ് ബിഹേവിയറലായിട്ട് അവർക്കുണ്ടാകുന്നത് കുറേ കൂടി പേടി കൂടാം, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ കരയാം, ഒറ്റയ്ക്ക് കിടക്കാൻ മടി കാണിക്കാം, പാരൻസിന് വേണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ആളുടെ കുറച്ചും കൂടി ക്ലിങ്ങി ആയിട്ടിരിക്കുന്നത് കാണാറുണ്ട്. പെട്ടെന്ന് കരയുക, കൂടുതൽ ദേഷ്യം പ്രകടിപ്പിക്കുക, പ്രത്യേകിച്ച് കാര്യമില്ലാതെ ഭയങ്കര ഇറിറ്റേറ്റഡ് ആകുക. ഇനി പഠനത്തിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പം പഠനത്തിൽ വേണ്ട ഒരു ശ്രദ്ധ കൊടുക്കാതിരിക്കുക, നേരത്തെ പഠിക്കുന്ന അത്രയും പഠിക്കാതിരിക്കുന്നു, ഗ്രേഡ്സ് കുറയുന്നു, ടീച്ചേഴ്സ് പറയുന്നു ഇവനെന്തോ പറ്റിയിട്ടുണ്ട്, ഈ കുട്ടിക്ക് എന്തോ പറ്റിയിട്ടുണ്ട്, ചേഞ്ചസ് എന്തോ ഉണ്ട് എന്ന് പറയുന്നു. ഇമോഷണലി ഭയങ്കര എക്സ്ട്രീമുകളിലേക്ക് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ ജനറലി നമ്മൾ കാണുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഇതിനകത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഫസ്റ്റ് ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റേ കാം എന്നുള്ളതാണ്. അതായത് പാരൻസ് ഇത് കേൾക്കുന്ന സമയത്ത് നമുക്ക് പാരൻസ് എന്നുള്ള രീതിയിൽ അത് ഭയങ്കര നമുക്ക് ഹാർട്ട് ബ്രേക്കിംഗ് ആണ്. പക്ഷേ നമ്മൾ നമ്മുടെ ഇമോഷൻസോ ദേഷ്യമോ കരച്ചിലോ അല്ലെങ്കിൽ ഈവൻ ടീയേഴ്സോ ഒക്കെ കാണിച്ചാൽ കുട്ടികൾ എന്ത് ചെയ്യും, ഇത് പറയത്തില്ല, ഇവർ പകുതി എന്ത് ചെയ്യും, ഒളിപ്പിച്ച് വയ്ക്കും. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് തിങ് സ്റ്റേ കാം. പിന്നെ ഈ കുട്ടികൾക്ക് പരമാവധി അഷ്വറൻസ് കൊടുക്കുക. നിങ്ങളിപ്പോൾ എന്തൊക്കെയാണ് നിങ്ങൾക്ക് പറ്റിയത് മനസ്സിലാക്കുന്നു, അത് കംപ്ലീറ്റ്ലി റൈറ്റ് ആണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പാരൻസ് ഇൻട്രോഗേറ്റ് ചെയ്യാനായിട്ട് പോകാതിരിക്കുക, അത് പ്രൊഫഷണൽസ് ചെയ്തോളൂ. ഓക്കെ, അപ്പം പക്ഷേ നമുക്ക് ഈ സമയത്ത് ചെയ്യേണ്ടത് ട്രസ്റ്റ് പരമാവധി കുട്ടിക്ക് കൊടുക്കുക. ഇത് നമുക്കവിടെ ചെയ്യേണ്ടത്. പിന്നെ എന്ത് വന്നാലും ഞങ്ങൾ കൂടെയുണ്ട് എന്നുള്ള കാര്യം പറയുകയാണെങ്കിൽ കുട്ടിക്ക് കുറച്ചും കൂടി ഓപ്പൺ അപ്പ് ആകാനുള്ള സ്പേസ് ഉണ്ടാവും. പിന്നെ ലിസൺ ചെയ്യുക എന്നുള്ളതാണ് കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിനേക്കാളും നല്ലത്. ലിസൺ ചെയ്യുമ്പം അവർക്ക് പറയാനുള്ള ടെൻഡൻസി ഉണ്ടോ, കുറച്ചും കൂടി ഓപ്പണൻറ്റഡ് ആയിട്ട് ചോദിക്കാം. ഇപ്പോൾ ഓക്കെ ആണോ, എങ്ങനെയുണ്ട്, എങ്ങനെ ഇപ്പോഴത്തെ ഓക്കെ ആണോ, അത് ചോദിക്കാം. ഇനി അതുപോലെ മറ്റൊരു കാര്യം, പ്രൊഫഷണലായിട്ടുള്ള ഹെൽപ്പ് സീക്ക് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ കുട്ടികൾ ഒത്തിരി അധികം സൈക്കോളജിക്കലായിട്ടുള്ള ഡിഫിക്കൽട്ടീസ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിനകത്ത് പ്രൊഫഷണൽ ഹെൽപ്പ് തേടുക. പിന്നെ ഇതിനു മുൻപ് ചെയ്യേണ്ട ഒരു കാര്യം, ഈ അബ്യൂസർ ഈ കുട്ടീനെ ഒരിക്കലും കാണാൻ ഉള്ള ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യേണ്ടത് പാരൻസ് ആണ്. അത് കുട്ടിക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മെയിൻലി ചെയ്യേണ്ടത്. പിന്നെ നമ്മളിപ്പോൾ ഒബ്ലിജ്ഡ് ആണ് പോക്സോ നിയമം അനുസരിച്ച് ഇത് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത്, അത് ചെയ്യുക. പിന്നെ കുട്ടിക്ക് കണ്ടിന്യൂസ്ലി നമ്മൾ എന്ത് ചെയ്യണം, വേണ്ട സപ്പോർട്ട് കൊടുക്കുക. ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. ഇതിനകത്ത് ഒന്ന് രണ്ട് കാര്യങ്ങളുള്ളത്. നമ്മൾ വേണ്ട സപ്പോർട്ട് കൊടുക്കുന്നില്ല അല്ലെങ്കിൽ നമ്മൾ ഈ കുട്ടീനെ വിശ്വസിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്താ പറ്റുക, കുട്ടി ഈ കാര്യം പറയത്തില്ല. കുട്ടി പറയാതിരിക്കുന്നതുകൊണ്ട് വീണ്ടും അബ്യൂസർ എന്ത് ചെയ്യും, ഈ കുട്ടീനെ അബ്യൂസ് ചെയ്യാനുള്ള സാധ്യത കൂടി വരും. എനിക്ക് അങ്ങനെ ഒരു കേസുണ്ട്. ഇപ്പം ഒരു അറൗണ്ട് 40s ഒരു ലേഡി, ഇവരുടെ ചെറുപ്പത്തിൽ ഇമ്മീഡിയറ്റ് ഫാമിലി മെമ്പർ തന്നെ ഇവരെ അബ്യൂസ് ചെയ്തു. അമ്മയുടെ അടുത്ത് പോയി പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞാൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ അതിനെ ഡിസ്മിസ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു ചേഞ്ച് ഉണ്ടാകാനുള്ള ഓപ്പർച്യൂണിറ്റി കംപ്ലീറ്റ്ലി നഷ്ടപ്പെട്ടു. കുറേ നാൾ ഈ വ്യക്തി അബ്യൂസിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നു. അപ്പോൾ ഇപ്പോഴും
അമ്മ അത് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ആളുടെ മനസ്സിൽ. അമ്മ അതിനകത്തൊന്നും സപ്പോർട്ട് ചെയ്തില്ല എന്നുള്ളതുകൊണ്ട് പറയാതിരുന്നു. ഇനി നേരെ ഓപ്പോസിറ്റ് മറ്റൊരു കേസ് ഞാൻ ഈ ഇടയ്ക്ക് കണ്ടത്. ഈ കുട്ടി കുറേ നാളായിട്ട് ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പാരൻസിന് കാര്യമായിട്ട് മനസ്സിലായില്ല. പക്ഷേ ഗ്രേഡ്സ് ഡ്രോപ്പ് ചെയ്യുന്നത് ടീച്ചേഴ്സ് കണ്ടു. ടീച്ചേഴ്സ് ഈ കാര്യം പാരൻസിനോട് പറഞ്ഞു. അങ്ങനെ ഈ കുട്ടീനെ കൗൺസിലിങ്ങിന് വേണ്ടി കൊണ്ടുപോയി. പാരൻസിന് മനസ്സിലായില്ല, നേരത്തെ സയൻസ് ഒന്നും മനസ്സിലായില്ല. അവിടെ വെച്ച് ഈ കുട്ടി ഓപ്പണപ്പായി. ഈ കുട്ടിയുടെ ഒരു അങ്കിള് തന്നെ ഈ കുട്ടീനെ സെക്ഷലി അബ്യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് അവിടെ നിന്ന് മനസ്സിലായി. അവിടെ നിന്ന് തന്നെ റിപ്പോർട്ട് ചെയ്തു. അതുകൊണ്ട് ഈ കുട്ടീനെ അവിടെ നിന്ന് ആ എൻവയോൺമെൻറ്റ് ഇവർ തന്നെ ആ സ്ഥലത്ത് നിന്ന് കംപ്ലീറ്റ്ലി മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോയി താമസിച്ചു. അങ്ങനെ കുട്ടിയെ കംപ്ലീറ്റ്ലി സേഫ് ആയിട്ടുള്ളൊരു സ്പേസിലേക്ക് നിർത്തി. അപ്പോൾ നമ്മൾ ഈ സയൻസ് കണ്ടെത്തുക, അതിനുശേഷം കുട്ടിയുടെ അടുത്ത് കാമായി നിൽക്കുകയും കുട്ടിക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇവരുടെ ലൈഫ് കുറച്ചും കൂടി ഈസി ആക്കാനായിട്ട് നമുക്ക് കഴിയും. അല്ലെങ്കിൽ ദാറ്റ് വിൽ ബി കംപ്ലീറ്റ്ലി ട്രോമാറ്റിക്. ഇപ്പം പലപ്പോഴും നമ്മൾ ഈ കേട്ടിട്ടുണ്ട് കേട്ടോ. കേട്ടിട്ടുണ്ടെന്ന് മാത്രമല്ല, നമുക്കിപ്പോൾ നമ്മുടെ പോഡ്കാസ്റ്റിൽ തന്നെ ഒരു പോക്സോ ഒരു അഡ്വക്കേറ്റ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഫോറൻസിക് സർജൻ മെഡിസിൻ്റെ ആൾ വന്നപ്പോൾ എല്ലാവരും പറഞ്ഞാൽ ഈ കുട്ടികളുടെ അബ്യൂസിന് മെയിൻ കാരണമാവുന്നത് വീട്ടിലെ ഏതെങ്കിലും ബന്ധുക്കാരോ അല്ലെങ്കിൽ ഇപ്പം സ്റ്റെപ്പ് ഫാദറോ അങ്ങനെയൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പം പലപ്പോഴും അങ്ങനത്തെ ഒരു പ്രവണത വരുമ്പോൾ ഈ വീട്ടുകാരിത് പുറമേ പറയാനുള്ള അല്ലെങ്കിൽ അവരോട് റിയാക്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ഭയങ്കരമായിട്ട് മടിക്കും. കാരണം ഈ ബന്ധം മുറിഞ്ഞു പോവോ, അല്ലെങ്കിൽ അവരെങ്ങനെ നമ്മളെ ഇനി കാണും, ഇതൊരു കുടുംബമല്ലേ, നമ്മൾ നാളെ ഇനി ഒത്തുകൂടേണ്ടതല്ലേ, ഇതെല്ലാം ചിന്തിച്ചുകൊണ്ട് അതങ്ങനെ ചെയ്യും. അപ്പോൾ ഇതെല്ലാം കുട്ടികളെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നത്? ഇത് പറഞ്ഞപ്പോൾ ഓർമ്മ വന്നത്, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ലേഡി ഒരു പാനിക് അറ്റാക്സ് ആയിട്ട് ഒരു അമ്മ എന്നെ കാണാൻ വന്നു. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മോളുണ്ട്. ഈ ഹസ്ബൻഡ് പുറത്തായതുകൊണ്ട് ഈ അമ്മയും മോളും ഇവരുടെ പേരൻസിൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. ഈ അമ്മയുടെ മറ്റേണൽ ഗ്രാൻഡ് പേരൻസിൻ്റെ കൂടെയാണ് ഈ കുട്ടി അമ്മ അങ്ങനെ നിൽക്കുന്നത്. ഈ ഗ്രാൻഡ് ഫാദർ കുട്ടിയെ അബ്യൂസ് ചെയ്തുകൊണ്ടിരുന്നു. ഒരു സുപ്രഭാതി അറിഞ്ഞതിന് ശേഷം ഈ അമ്മയ്ക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ ഭയങ്കര ഹെൽപ്ലെസ്സായി. ഒരു പാനിക് അറ്റാക്സ്, ഉറങ്ങുന്നില്ല, അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് അവർ വന്നത്. 99.5% ഓഫ് ദ കേസസിലും ഈ വിക്ടിംസിൻ്റെ ഒരു ക്ലോസ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും അബ്യൂസർ. നമ്മളെപ്പോഴും കുട്ടികളോട് പറയും, സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്ത് പോകരുത് കേട്ടോ. സ്ട്രേഞ്ചേഴ്സ് എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ അത് പേടിക്കരുത്. അപ്പോൾ സ്ട്രേഞ്ചേഴ്സിനേക്കാളും നമ്മൾ പലപ്പോഴും ഇഷ്യൂസ് ഉണ്ടാകുന്നത് നമ്മുടെ ഓൺ ഫാമിലിയിൽ തന്നെയാണ്. ഒരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി, അച്ഛനും അമ്മയും മോളും, അവൾ 3ാം ക്ലാസ് തൊട്ട് അവളുടെ ഓൺ ഫാദർ, ബയോളജിക്കൽ ഫാദർ അബ്യൂസ് ചെയ്തുകൊണ്ടിരുന്നു. ഇത് 10ാം ക്ലാസ്സിൽ എത്തിയപ്പോഴാണ്, അതുവരെ മടിച്ച് എന്താണ് സംഭവിക്കുന്നതെന്ന് 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് അറിയില്ല ഇതെന്താണ് സംഭവിക്കുന്നതെന്നുള്ളത്. അത് മനസ്സിലാക്കി വരുന്ന ഒരു സമയത്ത് ഇത് പറയാൻ ആരോട് പറയാൻ പറ്റും, അമ്മയോട് എങ്ങനെ ഇത് അവതരിപ്പിക്കും, അങ്ങനെ ഒത്തിരി ഇൻസെക്യൂരിറ്റീസും കോൺഫ്ലിക്ട്സും ആ കുഞ്ഞിൻ്റെ മനസ്സിൽ കൂടെ കടന്നു പോകുന്നുണ്ട് വർഷങ്ങളോളം. അവസാനം 10ാം ക്ലാസ്സിലായപ്പോൾ രണ്ടും കൽപ്പിച്ചത് അമ്മയോട് പറയുമ്പോൾ ഇൻവേരിയബിളി എല്ലാ അബ്യൂസേഴ്സും പറയുന്ന ഒരു കാര്യമാണ്. ഇത് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എല്ലാ പേരൻസും ചോദിക്കുന്ന ഒരു ചോദ്യം, എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല, എല്ലാവരും പറയുന്ന അത് ഒരു വലിയ ട്രോമയായി മാറുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞില്ല, എങ്ങനെയാണ് നേരത്തെ പറയുക? അതിൻ്റെ കൂടെ ഒരു പോയിന്റും കൂടെ ആഡ് ചെയ്ത് എനിക്കൊരു കേസ് വന്നു. അപ്പം നീ അത് എൻജോയ് ചെയ്യല്ലായിരുന്നു. പ്ലസ് വണ്ണിൽ പഠിക്കുന്ന മകള് 2-3 വർഷം കൊണ്ടുള്ള അബ്യൂസ്, ട്യൂഷൻ ടീച്ചറിൽ നിന്നുള്ള അബ്യൂസ് പറഞ്ഞപ്പോൾ അമ്മ ചോദിച്ച ചോദ്യം ആദ്യം മാം പറഞ്ഞ പോലെ തന്നെ ചോദിച്ചു, എന്തുകൊണ്ട് നീ അന്നേ പറഞ്ഞില്ല. 2, നീ ഇത് എൻജോയ് ചെയ്യല്ലായിരുന്നു. 3, നിൻ്റെ ഈ രീതിയിലുള്ള ഡ്രസ്സിങ്ങും നിൻ്റെ രീതി കൊണ്ടാണ് ഇത് സംഭവിച്ചത്. സാം സാർ നേരത്തെ പറഞ്ഞു കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ട സപ്പോർട്ട് കൊടുക്കണം എന്നൊക്കെ ഉള്ളത്. പക്ഷേ നിങ്ങൾ സപ്പോർട്ട് ഉപകാരമൊന്നും ചെയ്തില്ലെങ്കിൽ ഉപദ്രവിക്കരുത് എന്നുള്ളതാണ്. ഇതെല്ലാം ഈ ഓരോ സെൻറ്റൻസുകളും നിങ്ങൾ പറയുന്ന ആളുകൾ അത് മറന്നു പോയിട്ടുണ്ടാവും. പക്ഷേ ഇത് വർഷങ്ങളോളം മായാത്ത ഒരു മുറിവായിട്ട് ഇതിങ്ങനെ കിടക്കും. രേണുവിൻ്റെ സ്കൂൾ എക്സ്പീരിയൻസിൽ ഒരുപാട് ഉണ്ടായിരിക്കും അല്ലേ? ഉണ്ട്. അതായത് വീട്ടിലെ പേരൻ്റാണ്, ഫാദറാണ് കുട്ടിയെ അബ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുട്ടിയുടെ പെർഫോമൻസ് ലെവൽ കുറഞ്ഞു. പെർഫോമൻസ് ലെവൽ കുറയുമ്പോഴാണ് സാധാരണ എല്ലാവരും ഒബ്സർവ് ചെയ്യുന്നത്. അങ്ങനെയാണ് കൗൺസിലിംഗ് സെഷൻസിന് വരുന്നത്.
കൗൺസിലിംഗ് സെഷൻ വരുമ്പോൾ കുട്ടിക്ക് കുട്ടിയുടെ വിഷയം പറയാൻ പറ്റുന്നില്ല, അതിനെന്താണ് പ്രശ്നം. പേരൻസിനും ഇവളുടെ സ്വഭാവം മാറിയെന്നേ പറയാൻ അറിയത്തുള്ളൂ, പഴയ പോലെ അല്ല എന്ന്. പക്ഷേ എന്താണ് മാറ്റം, എന്താണ് പ്രശ്നം എന്നുള്ളത് മദറിന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം അങ്ങനെ വരുമ്പം പിന്നെ നമ്മൾ പടം വരയ്ക്കുക. 5 വയസ്സുള്ള കുട്ടിയാണ്, പടം വരപ്പിക്കുകയായിരുന്നു ചെയ്തത്. അപ്പം ഇങ്ങനെയുള്ളവരുടെ പടം വരയ്ക്കകത്ത് ഈ മനുഷ്യൻ്റെ മുഖമൊന്നും പ്രോപ്പറായിരിക്കത്തില്ല, ഒരു ഇംപ്രോപ്പർ സൈസും അതുമെല്ലാം. കൂടാണ്ട് ഫ്ലവറൊക്കെ വരയ്ക്കുമ്പോൾ സെക്സ് ഓർഗൻ്റെ ഷേപ്പ് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ അതിലൂടെയാണ് നമുക്ക് ആ കുട്ടി ഇതാണ് പ്രശ്നം എന്നുള്ളത് അറിയുന്നത്. ആ കുട്ടിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, കണ്ണടയ്ക്കുമ്പം ഫാദറിൻ്റെ മുഖമാണ് വരുന്നത്. കുളിച്ച് കഴിഞ്ഞിട്ടും തല തുറക്കത്തില്ല, കണ്ണടയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് കുളി അതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കണ്ണടച്ച് വെള്ളം വീഴുമ്പോഴത്തേക്കിന് ഉടനെ ഫാദറിൻ്റെ മുഖമാണ് വരുന്നത്, കുളിച്ചിറങ്ങുമ്പോഴത്തേക്കിന്. അപ്പം ഇങ്ങനത്തെ ഇഷ്യൂസിനകത്തൂടെ കുട്ടികൾ പലതും വളരെ വർഷങ്ങൾ കഴിഞ്ഞാലും ഇതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാകും എന്നുള്ളത് 100% ഉറപ്പാണ്. ഒരു ലേഡി എന്നോട് പറഞ്ഞത് അവരിപ്പം 40-45 ഇയേഴ്സ് ഓൾഡാണ്, പക്ഷേ അവരുടെ പേരൻസിനോട് ഇപ്പോഴും ഒരു വല്ലാത്ത ഗഡ്ജും റിവെഞ്ചും കിടക്കുക. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ വളരെ ഇൻറ്റിമേറ്റ് ഫാമിലി മെമ്പർ, ഫാമിലി റിലേഷൻ അല്ല, ഒരു തിക് ഫ്രണ്ട്സ്, ആ ആൾ ഈ കുട്ടിയെ +1 10 പഠിക്കുന്ന സമയത്ത് ശരിക്കും അബ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇവളിത് വീട്ടിൽ പറഞ്ഞു. ആ സമയത്ത് വീട്ടുകാരൊന്ന് അതിനകത്ത് ഇനീഷ്യേറ്റീവ് എടുത്ത് അയാളോട് സംസാരിക്കുകയൊക്കെ ചെയ്തു. അത് അങ്ങനെ മാറി. ഇത് കഴിഞ്ഞ് ഇവൾ ഡിഗ്രി പഠിക്കുന്ന കാലത്ത് ഇവൾ ഒരു ദിവസം ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പം അവൾ കാണുന്ന കാഴ്ച, ഈ ആൾ അവരുടെ ഫ്രണ്ട് റൂമിലിരുന്ന് വർത്തമാനം പറയുന്നു, പൊട്ടിച്ചിരിക്കുന്നു. ആ അമ്മയോടും അച്ഛനോടും വർത്തമാനം, ഇപ്പോൾ കുറച്ച് വർഷങ്ങളുടെ ഗ്യാപ്പായി, വർത്തമാനം പറയുന്നു, പൊട്ടിച്ചിരിക്കുന്നു. അപ്പോൾ അവൾ ചെയ്ത് അവൾക്ക് ആ ഫ്രണ്ട് റൂമിൽ കൂടെ കയറി പോകാൻ തോന്നിയില്ല. എന്നിട്ട് ആൾ ചെയ്തത് ഇങ്ങനെ വന്ന് ബാക്ക് ഡോറിലൂടെ അകത്തേക്ക് കയറി. ആ സമയത്ത് ആളുടെ മനസ്സിലുണ്ടായ മാനസികാവസ്ഥ ഡയലോഗ് ചെയ്തത് ഇങ്ങനെയാണ്: എൻ്റെ വീട്ടിൽ എന്നെ അബ്യൂസ് ചെയ്ത ആൾ എൻ്റെ സ്വീകരണ മുറിയിൽ പൊട്ടിച്ചിരിച്ചുകൊണ്ട് എൻ്റെ പേരൻസിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ഞാൻ ഒരു വിക്റ്റിമിനെ പോലെ കറങ്ങി അടുക്കള വാതിലിലൂടെ അകത്ത് വരേണ്ടുന്ന അവസ്ഥ. ഇപ്പോഴും അത് ആലോചിക്കുമ്പം എൻ്റെ പേരൻസിനോട് എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല. അബ്യൂസീവ് ഇൻസിഡൻസിൽ മിക്കതും കൊച്ചുകുട്ടികളുടെയൊക്കെ ആണെങ്കിൽ അവരുടെ വീടിൻ്റെ ഫ്രണ്ട് ഡോറിൽ കൂടെ തന്നെ കയറി വരാൻ പെർമിഷനുള്ള വ്യക്തികളായിരിക്കും. അല്ലാണ്ട് നമ്മൾ ഇപ്പം ഡോക്ടർ പറഞ്ഞ പോലെ സ്ട്രേഞ്ചേഴ്സ് എന്ന് പറഞ്ഞൊരു ആൾക്കാരല്ല. അവരുടെ ഫ്രണ്ട് ഡോറിൽ കൂടെ മുമ്പിൽ വന്ന് അവരുടെ സിറ്റിംഗ് റൂമിലിരുന്ന് സ്വീകരണം സ്വീകരിക്കാൻ പറ്റുന്ന ഗുഡ് ടച്ച് ബാഡ് ടച്ച് പഠിപ്പിക്കുമ്പോഴും നമ്മളിത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കണം. ഫാദർ മദർ, നമ്മൾ ചില ഗുഡ് ടച്ച് ബാഡ് ടച്ച് പിന്നെ ലേണിങ്ങിൽ കണ്ടിട്ടുണ്ട്. ഫാദർ മദർ ക്യാൻ ടച്ച്, നോ. അതിനകത്തും ഏതൊക്കെ ബൗണ്ടറീസ് ഉണ്ടെന്നുള്ളത് അത്രയും ഡെപ്തായിട്ട് പോകാൻ മലയാളിക്ക് പേടിയായി. അതേപോലെ തന്നെ മാഡം, ഈ ഗുഡ് ടച്ച് ബാഡ് ടച്ച് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് റിലേറ്റഡ് ടു നമ്മുടെ പ്രൈവറ്റ് പാർട്സ് മാത്രമല്ല. പ്രൈവറ്റ് പാർട്സ് ഉണ്ട്, പ്രൈവറ്റ് പാർട്സ് മാത്രമല്ല, നമുക്ക് കംഫോർട്ടബിൾ അല്ലാത്ത ഏത് ടച്ചും ബാഡ് ടച്ചാണ്. അത് കുട്ടികൾക്ക് പറഞ്ഞ് അല്ല, നമ്മുടെ ശരീരം നമ്മുടെ പ്രൈവറ്റ് സ്പേസ് ആണെന്നുള്ള ആ ഒരു ബോധ്യം ഉണ്ടാക്കി കൊടുക്കണം. കാരണം ഒരു അബ്യൂസർ ഒരിക്കലും നേരെ വന്ന് പ്രൈവറ്റ് പാർട്ടിലും തൊടില്ല. അല്ലെങ്കിൽ അങ്ങനെ നേരെ ഒരു അബ്യൂസിലോട്ടല്ല പോകുന്നത്. ആദ്യം ആ ഒരു വിക്ടിമിൻ്റെ ട്രസ്റ്റ് ഗെയിൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ആ ട്രസ്റ്റ് ഗെയിൻ ചെയ്തതിന് ശേഷം മാത്രമാണ് ഒരു ഭൂരിഭാഗം കേസസിലും ഒരു അബ്യൂസിലേക്ക് പോകുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതാണ് നമ്മൾ കുട്ടികളെ എംപവർ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യം. ഇപ്പം ഈ അബ്യൂസ് പറയുന്ന പോലെ തന്നെ ഇപ്പം ഭയങ്കരമായിട്ട് വേറൊരു പാരൻറ്റിങ്ങിൻ്റെ ഒരു ഫോൾട്ടായിട്ട് കാണും. ഇപ്പോൾ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളുടെ പാരൻസ് സംടൈംസ് ഇപ്പം റീസെൻ്റ്ലി ഒരു പോഡ്കാസ്റ്റിൽ ഞാൻ സംസാരിച്ചപ്പം അവർ പറഞ്ഞതാണ്, ഈ ഓട്ടിസ്റ്റിക് ആണ് കുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടീനെ മേർഡർ ചെയ്തു എന്നുള്ളത്, ഉപദ്രവിച്ചു എന്നുള്ളത്. അപ്പം ഐ ഫെൽറ്റ് ലൈക്ക് അതെങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ അറിയാനിട്ടാണോ, അതോ പാരൻസിന് എന്തെങ്കിലും ഡിസോർഡർ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കുട്ടീൻ്റെ അടുത്ത് ചെയ്യുന്നത്? ഇത് ഭയങ്കര ഒരു കൺഫ്യൂസിങ്. അപ്പോൾ ഈ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളെ ഹാൻഡിൽ ചെയ്യുന്നതും പാരൻസ് എന്തൊക്കെയാണ് ശരിക്കും അറിഞ്ഞിരിക്കേണ്ടത്? ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളെ അവരെ വളർത്തുക എന്ന് പറയുമ്പം ഇവർ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഡിഫിക്കൽട്ടീസ് നമ്മൾ മനസ്സിലാക്കണം.
ഫസ്റ്റ് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ ഒന്ന് സോഷ്യൽ കമ്മ്യൂണിക്കേഷനിലുള്ള പ്രോബ്ലം. ഇവർക്ക് എന്താണ് അവരുടെ നീഡ് എന്നുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല, ഐ കോണ്ടാക്റ്റ് ഉണ്ടാവില്ല, അങ്ങനത്തെ കുറേ ഈ സോഷ്യൽ ഇൻട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ഇഷ്യൂസ്. ഇനി സെൻസറി ഇഷ്യൂസ് ഒത്തിരി അധികം കാണാറുണ്ട്. ചിലപ്പോൾ ഹൈപ്പർ സെൻസിറ്റീവ് ആയിരിക്കും, ചിലപ്പോൾ ഹൈപ്പോ സെൻസിറ്റീവ് ആയിരിക്കാം. അപ്പോൾ ഈ സെൻസറി ഇഷ്യൂസ് മീറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുക. അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യങ്ങൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടുള്ള ഇൻറ്റൻസ് ആയിട്ടുള്ള ടാൻട്രംസ് ആയിരിക്കും ഉണ്ടാകും, മെൽറ്റ് ഡൗൺസ് എന്നൊക്കെ നമ്മൾ പറയും. അതുകൊണ്ട് കാണിക്കാം. ചില സമയത്ത് ഭയങ്കരമായിട്ട് അഗ്രസീവ് ആകാം. ഈ കുട്ടികൾ മറ്റുള്ള ആൾക്കാരെ ഉപദ്രവിക്കാം, അവരെ സ്വയം അവർ ഉപദ്രവിക്കാറുണ്ട്, സെൽഫ് ഹാം ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ കണ്ടിന്യൂസ്ലി വരുന്നു. ഈ കുട്ടികളെ 24/7 പാരൻസ് ആണ് സൂപ്പർവൈസ് ചെയ്തുകൊണ്ടിരിക്കണം, നിർബന്ധമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും, ഇവരുടെ പാരൻസിൻ്റെ സ്ലീപ്പ് ഡിപ്രൈവ്ഡ് ആയിരിക്കും. ഇനി പേഴ്സണൽ സ്പേസും ഭയങ്കര കുറഞ്ഞു പോകും. അവർക്ക് സോഷ്യൽ ഇൻട്രാക്ഷൻ ഇല്ല. പുറത്ത് ഒരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്തിട്ട് വർഷങ്ങളായിട്ടുള്ള പേരൻസ് ഉണ്ട്. അതെ, സോഷ്യലി ഐസൊലേറ്റഡ് ആണ്. യെസ്. ഇപ്പോൾ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇവരെ ഉപദേശിക്കും, നിങ്ങൾ അങ്ങനെ ചെയ്യാത്തതുകൊണ്ടാണ് കുട്ടി ഇങ്ങനെ വരുന്നത്, ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ കുറേ ഉപദേശങ്ങളുണ്ടാവും. ഇതൊക്കെ വരുമ്പോൾ ഇവർ കംപ്ലീറ്റ്ലി ഐസൊലേറ്റഡ് ആവും. ഇവർ ഇൻറ്റൻസ് ആയിട്ടുള്ള സ്ട്രെസ്സാണ് ഇവർ എക്സ്പീരിയൻസ് ചെയ്യുക. ഇനി ഒത്തിരി സ്റ്റഡീസ് ഉണ്ട്. ഈ പാരൻസ് പല ആൾക്കാരും അവർക്ക് തന്നെ ഡിപ്രഷനുണ്ട്, പ്രത്യേകിച്ച് മദേഴ്സിന്. പിന്നെ ഇവർക്ക് മറ്റൊരു കൺസേൺ ഉള്ളത്, എന്ത് ചെയ്യും ഞങ്ങളുടെ ഒരു മരണശേഷം ഇവരാര് ടേക്ക് കെയർ ചെയ്യും എന്നുള്ളൊരു കൺസേൺ ഉണ്ട്. ഇത് പലപ്പോഴും ഒരു ആങ്ഷ്യസ് ആയിട്ടും കൂടിയാണ്. അപ്പോൾ ഇതിങ്ങനെ കുറേ നാൾ എക്സ്പീരിയൻസ് ചെയ്ത് വരുമ്പോൾ ഇവർക്ക് തന്നെ മാനസികമായിട്ട് ബുദ്ധിമുട്ടുകളുണ്ടാകും. ഡിപ്രഷൻ ഒത്തിരി അധികം ഉണ്ടാകും. ഡിപ്രഷൻ വരുമ്പോൾ പ്രോബ്ലം സോൾവിങ് എബിലിറ്റീസ് നഷ്ടപ്പെടും. അപ്പോൾ എന്താണ് ആക്ച്വലി ചിന്തിക്കേണ്ടത്, എങ്ങനെ പെരുമാറണം, അതിനെക്കുറിച്ച് ഇവർക്ക് അറിയത്തില്ല. അപ്പോൾ ആ സമയത്ത് വേണ്ട സപ്പോർട്ടും കിട്ടുന്നില്ല. സോ ബേസിക്കലി ഇവിടെ 2 പ്രോബ്ലം ഉള്ളത്. ഒന്ന് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ വരുന്നുണ്ട്, 2 സിസ്റ്റം ഫെയിലിയർ ഉണ്ട്, ലൈക്ക് സോഷ്യൽ സപ്പോർട്ട് അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നുള്ള സപ്പോർട്ട്. ഇത് രണ്ടും ഇല്ലാതിരിക്കുക. അതേസമയം ഭയങ്കരമായിട്ട് സ്ട്രെസ്സും മെൻ്റൽ ഇഷ്യൂസ്, മെൻ്റൽ ഡിസോർഡേഴ്സ് ഉണ്ടാകും. ഇതെല്ലാം കൂടി വരുമ്പോഴാണ് ഈ കുട്ടികളെ നേരത്തെ പറഞ്ഞ പോലെ മർഡർ ചെയ്യുക എന്നുള്ള ആ ഒരു ഇഷ്യൂവിലേക്ക് വരുന്നത്. അപ്പോൾ ഈവൻ ലാസ്റ്റ് മന്ത് അങ്ങനത്തെ ഒരു ഇൻസിഡൻറ്റ് നമ്മൾ പത്രത്തിലൂടെ വായിച്ചു. ലൈക്ക് ഒരു എനിക്ക് തോന്നുന്നു 33-year-old ഒരു ഫീമെയിലിനെ അമ്മ മർഡർ ചെയ്യും, ആളും ലൈക്ക് ആത്മഹത്യ ചെയ്തത് നമ്മൾ കണ്ടു. ഒരുപാട് ഇൻസിഡൻസ് വരാറുണ്ട്. കാസർഗോഡ് ഇതുപോലെ എൻഡോസൾഫാൻ വിക്ടിം ഓൾസോ ഓട്ടിസ്റ്റിക് ആയിരുന്നു. ആ കുട്ടി ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലായിരുന്നു കെയർ ചെയ്ത്. കോവിഡ് സമയത്ത് വീട്ടിലേക്ക് കൊണ്ടുപോയി വന്നു. അമ്മയ്ക്ക് പറ്റിയില്ല. അമ്മയും മകളും കൂടെ 2 പേരും മകളെ ഇല്ലാതാക്കിയിട്ട് അമ്മയും സൂയിസൈഡ് ചെയ്തു. ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുട്ടികളുടെ നീഡ്സ് ഒത്തിരി ഡിഫറെൻ്റ് ആണ്. പലപ്പോഴും ഒരു നോർമൽ രീതി ഡെവലപ്മെൻ്റ് ഉള്ള കുട്ടികൾ തന്നെ ടീനേജിലെത്തുമ്പോഴത്തേനും ഒത്തിരി ടെമ്പർ ടാൻട്രംസും കാര്യങ്ങളും സ്ക്രീൻ അഡിക്ഷനും ഒക്കെ വരുന്നു. അപ്പോൾ അത് തന്നെ നമുക്ക് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ടാണ് നമ്മളെല്ലാവരും പറയുന്നത്. ഈ ഓട്ടിസം ഉള്ള കുട്ടികളുടെ പേരൻസിൻ്റെ കഥകളൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല. അപ്പോൾ ആ സമയത്ത് ഒരു ടീനേജ് അഡോളസെൻ്റ് ഏജിലേക്കൊക്കെ വരുമ്പം ഒത്തിരി സെക്ഷലായിട്ടുള്ള ഡിസയർ കൂടുന്നു, പബ്ലിക്കായിട്ട് മാസ്റ്റർബേറ്റ് ചെയ്യുക, അൺഡ്രസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ അതൊക്കെ റീസെൻ്റ്ലി ഒരു മൂവി അതിനെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, മമ്മൂട്ടിയുടെ പേരൻപ് എന്ന് പറയുന്നത്. അതൊക്കെ ലൈഫിൻ്റെ പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളാണത്. അതൊക്കെ നമ്മൾ എന്തുമാത്രം നമ്മുടെ സമൂഹം ഉൾക്കൊള്ളും എന്നുള്ളതാണ്. പലപ്പോഴും ഒരു ഓട്ടിസം ഉള്ള ഒരു കുട്ടി ജനിക്കുമ്പോൾ അത് പലപ്പോഴും പേരൻസിനെ ബ്ലെയിം ചെയ്യുന്നതായിട്ടാണ്. ഓക്കെ, നീ അങ്ങനെ ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടാണ്, നിനക്ക് എന്തോ കുഴപ്പമുള്ളതുകൊണ്ടാണ് ഇങ്ങനെ കുട്ടിയായത്. അപ്പോൾ ആ റൈറ്റ് ഫ്രം ആ തുടക്കം തൊട്ട് പേരൻസിന് ഇപ്പം പലപ്പോഴും ഡിപ്രഷൻ എന്ന് സാം സാർ പറഞ്ഞു. പക്ഷേ എനിക്ക് വന്ന് എല്ലാവരും തന്നെ പേരൻസ് ഇൻവേരിയബിളി ഡിപ്രസ്ഡ് ആണെന്നതുകൊണ്ട് അവർക്ക് തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പം പല മേഖലകളിൽ പല ആസ്പെക്ട്സിൽ അവർ ഒത്തിരി ചലഞ്ചസ് നേരിടുന്നുണ്ട്. ഇതിനകത്ത് പാരൻസിൻ്റെ സൈഡിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ന്യൂറോട്ടിപ്പിക്കലായിട്ടുള്ള കുട്ടികളെ പാരൻറ്റിങ് ചെയ്യുന്ന സെയിം രീതിയിൽ സെയിം പാരൻ്റ് ആകാതിരിക്കുക, ഒരു ഓട്ടിസ്റ്റിക് സ്പെസിഫിക് ആയിട്ടുള്ള പാരൻ്റ് ആകുക എന്നുള്ളതാണ് ഇവിടെ. അതിനുള്ള പാരൻ്റൽ മാനേജ്മെൻറ്റ് ട്രെയിനിങ് നിശ്ചയമായിട്ടും അവർ അറ്റൻഡ് ചെയ്യണം. അതുപോലെ തന്നെ ഇപ്പം ചില അമ്മമാർക്കൊരു ഫീലിംഗ് ഉണ്ട്, ഞാൻ തന്നെ നോക്കിയെങ്കിലേ, അവർക്കും അവിടെ ഒരു ഓവർ ഡിപ്പെൻഡൻസി വരും. എൻ്റെ കുഞ്ഞിനെ ഞാൻ തന്നെ നോക്കിയെങ്കിലേ ശരിയാകും. അങ്ങനെയല്ല, ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയറിലേക്ക് കൊണ്ടുപോകാനും അമ്മമാർ അവിടെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഞാൻ റീസെൻ്റ്ലി ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു
ക്ലാസ് കൊടുക്കാനായിട്ട് പോയിട്ടുണ്ട്. അവിടുത്തെ അമ്മമാർ എത്ര ഹാപ്പിയാണെന്ന് അറിയാമോ? ഇറ്റ്സ് എ ഗ്രൂപ്പ്. അവിടെ ആ ഗ്രൂപ്പിൽ അവർക്ക് ഈ കുട്ടികളെ ടാക്കിൾ ചെയ്യേണ്ടി അവരെ പേരൻറ്റിങ് ചെയ്യേണ്ടുന്ന രീതികളും ഈ അമ്മമാരുടെ ഒരു കമ്മ്യൂണിറ്റി തന്നെയുണ്ട്. അപ്പോൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുകയും അവരുടെ പ്രയാസങ്ങൾ പറയും. അവർക്കവിടെ ലേണിങ്ങിനുള്ള ഓപ്പർച്യൂണിറ്റി, അവർക്കവിടെ ഈ കുട്ടികളുടെ ട്രെയിനിങ്ങിന് പോകുന്ന സമയത്ത് അമ്മമാർ അവിടെ ഡിസൈനിങ് പഠിക്കുന്നു, പെയിൻറ്റിങ് ചെയ്യുന്നു. അപ്പോൾ ഇതുപോലത്തുള്ള കാര്യങ്ങൾ നമ്മൾ അതിലേക്ക്, അല്ലാതെ എൻ്റെ കുഞ്ഞിങ്ങനെ ആയിപ്പോയല്ലോ എന്ന് വിചാരിച്ച് ഉള്ളിലേക്ക് ഒതുങ്ങാതെ ഇത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയറും ട്രെയിനിങ്സും എടുത്ത് മുന്നോട്ട് വരണം. അത് റൈറ്റ് ഫ്രം ദ ബിഗിനിങ്. ഇത് ഐഡൻറ്റിഫൈ പോലും ചെയ്യുന്നില്ല. ഓട്ടിസ്റ്റിക് ആണെന്ന് ചിലപ്പം 3-4 വയസ്സ് എല്ലാ മൈൽ സ്റ്റോൺസും ഒക്കെ ഡിലേയും അങ്ങനെ പല കാര്യങ്ങളും വരുമ്പോഴാണ് ഇവരെ മനസ്സിലാക്കുന്നത്. ഏർലി ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് കെയർ, എർലി ഇൻ്റർവെൻഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ പാരൻസും ആക്ച്വലി എന്താണ് ഓട്ടിസം, എന്തൊക്കെയാണ് ഇതിൻ്റെ സിംറ്റംസ്, ഇവരെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഡിഫിക്കൽട്ടീസ് എന്തൊക്കെയാണ്, ഈ കാര്യങ്ങൾ ആക്ച്വലി മനസ്സിലാക്കാൻ പറ്റുകയാണെങ്കിൽ ഇവരുടെ നീഡ്സ് മിക്കവാറും തന്നെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പാരൻസിന് കഴിയും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവരുടെ ഈ ബിഹേവിയറൽ ഇഷ്യൂസ് കുറേയധികം കുറയ്ക്കാൻ പറ്റും. അത് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ സ്ട്രെസ്സ് കുറേയധികം കുറയ്ക്കാൻ പറ്റും. കംപ്ലീറ്റ്ലി മാറുക എന്നുള്ളതിനേക്കാളും കുറേ കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പം ഈവൻ തെറപ്പിക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ തെറപ്പിയിൽ എന്താ ചെയ്യുന്നത്, എങ്ങനെയാണ് അവിടെ മാനേജ് ചെയ്യുന്നത്. പല സമയത്തുള്ളൊരു പാരൻസ് പറയുന്നത്, തെറപ്പിയിൽ വരുമ്പോൾ കുട്ടി ഭയങ്കര ഓക്കെയാണ്, ഇത് കഴിഞ്ഞ് പുറത്തിറങ്ങി വീട്ടിലെത്തിയാൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ തെറപ്പിസ്റ്റ് അവിടെ കുട്ടിയെ മാനേജ് ചെയ്യുന്നത്? ഈ സെയിം സംഭവം നമുക്കും ലേൺ ചെയ്യണം. പേരൻറ് ഷുഡ് ആക്ട് ആസ് എ കോ തെറപ്പിസ്റ്റ് എന്നുള്ളത്. പേരൻ്റ് ഒരു കോ തെറപ്പിസ്റ്റ് ആവണം. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ അതിനെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പം ഈ കുട്ടികളെ മർഡർ ചെയ്യുന്ന പോലെ, അതുപോലെ തന്നെ പല പാരൻസും സ്വയം സൂയിസൈഡ് ചെയ്യുന്ന അവസ്ഥയും വരുന്ന പോലെ തന്നെ ഇപ്പം ഈ കേരളത്തിലെ ഒരു സൂയിസൈഡ് റേറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇപ്പം ഏത് ജില്ലയിലാണെന്ന് എനിക്കല്ല, ബട്ട് സ്റ്റിൽ ഭയങ്കര സൂയിസൈഡൽ റേറ്റ് കൂടിയൊരു ടൈമും കൂടെയാണ്. നമുക്ക് ഇപ്പം റീസെൻ്റ്ലി ഞാനൊരു സൂയിസൈഡ് ചെയ്ത ഒരാളുടെ സൂയിസൈഡൽ നോട്ട് ഞാൻ വായിച്ചു. അത് ഇൻ്റർനെറ്റിൽ ഭയങ്കര വൈറലായിരുന്നു. ആൾ സൂയിസൈഡൽ നോട്ട് സ്കെഡ്യൂൾ ചെയ്ത് എന്താ പറയുക, അങ്ങനെ അയാൾ മരിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് അത് വരുള്ളൂ എന്നൊക്കെയുള്ളൊരു കാര്യം. അപ്പം നമ്മൾ ആളുടെ പ്രൊഫൈലൊക്കെ എടുത്ത് നോക്കുമ്പോഴും ഇതേപോലെ ഓരോ ഡിപ്രസീവായിട്ടുള്ള കോഡ്സ് ഇട്ടിട്ടുണ്ട്, സ്റ്റേറ്റസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മുടെ ചുറ്റിലുള്ള ആൾക്കാർ ഇങ്ങനത്തെ സ്റ്റേറ്റസും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഇന്ന് ഒരു ബ്രേക്കപ്പ് ആയിരിക്കും, ശോകമായിരിക്കും, ഇവൻ വെറുതെ ഒരു ശോകമാണല്ലോ എന്നൊക്കെ നമ്മൾ കളിയാക്കി വിടുന്നത്. പക്ഷെ അതേ ഒരു ട്രേറ്റ് കാണിച്ച ഒരാളാണ് ഇപ്പം ഇന്ന് ഈ ലോകത്തില്ല എന്ന് കാണിക്കുമ്പോൾ നമുക്ക് എങ്ങനെ ഇങ്ങനൊരു തോട്ടുള്ളൊരു മനുഷ്യനെ മനസ്സിലാക്കാൻ പറ്റും? ഇപ്പം അവരായിട്ട് നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞിട്ടില്ലാത്തൊരു സാഹചര്യത്തിലാണെങ്കിൽ നമുക്ക് എങ്ങനെ ഒരാളെ കാണുമ്പോൾ അല്ലെങ്കിൽ അയാളുടെ ഒരു ട്രേറ്റ് മനസ്സിലാക്കുമ്പോൾ എങ്ങനെയാണ് മനസ്സിലാവുന്നത്? ജനറലി ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ മോസ്റ്റ് കേസസിലും സൂയിസൈഡ് ഒരു ഇമ്പൾസീവ് ആയിട്ടുള്ള ഡിസിഷൻ അല്ല. ഇവർ കുറേ നാളിങ്ങനെ മുന്നോട്ട് തോട്ട്സ് ഇങ്ങനെ മുന്നോട്ട് പോയി. ഇപ്പോൾ ഇത് പല ആളുകളുടെ അടുത്ത് പറയും, എന്നിട്ട് അവിടെ നിന്ന് സപ്പോർട്ട് കിട്ടുന്നില്ല. ഇതെല്ലാം ബേസിക്കലി സീക്കിങ് ഫോർ ഹെൽപ്പാണ്. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നില്ല, ഈ പോസ്റ്റ് ഇടുന്നു, ഇതെല്ലാം ഹെൽപ്പ് സീക്ക് ചെയ്യാനുള്ള ഒരു മാർഗ്ഗങ്ങളാണ്. അപ്പോൾ അവിടെ ഹെൽപ്പ് കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പ്രോബ്ലത്തെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും. അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ആവശ്യം. ചില സാഹചര്യങ്ങളിൽ ഇമ്പൾസീവായിട്ട് സൂയിസൈഡ് ചെയ്യുന്നുണ്ട്. അത് അതിനെക്കുറിച്ചെല്ലാം പക്ഷെ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കാണും, ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവും. ഇവരൊരു ഇമോഷണലി വളരെ സെൻസിറ്റീവായി, മിക്കവാറും ഉള്ളവരൊക്കെ കുറച്ച് സെൻസിറ്റീവായിട്ടുള്ള ആളുകളായിരിക്കും. പിന്നെ ഇവർ എപ്പോഴും ഇതിനോടടുത്ത കാലങ്ങളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ലോൺലി ആയിട്ട് പോയിരിക്കും. കാരണം എല്ലായിടത്തും നമ്മൾ അന്വേഷിച്ചു, പക്ഷേ എനിക്ക് ഇവിടെ നിന്നും ഹെൽപ്പ് കിട്ടുന്നില്ല, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല. അപ്പോൾ അവർ നോർമൽ ലൈഫിൽ നിന്നൊക്കെ ചിലർ വിഡ്രോ ചെയ്യും, ലോൺലി ആയിട്ടിരിക്കും. അല്ലെങ്കിൽ എന്താ പറയുന്നത്, അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള ആക്ടിവിറ്റീസ് പോലും നേരത്തെ നമ്മുടെ കൂടെ എപ്പോഴും പുറത്ത് വരുന്ന ആൾ ചിലപ്പോൾ അതൊക്കെ ചിലപ്പോൾ ഇന്നത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് ഒരു കേസ് ഞാൻ കണ്ടത്, ആ പെൺകുട്ടി വീടിനകത്ത് അപ്പോഴും വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നതാണ്. 10 മിനിറ്റ് കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോൾ സൂയിസൈഡ് ചെയ്ത് നിൽക്കുന്നു, ഹാങ്ങിങ് ചെയ്തു. അപ്പോൾ പേരൻസിൻ്റെ ഇത് എന്തിനിത് ചെയ്തു എന്നുള്ളത് ഇതുവരെ അറിയില്ല എന്നുള്ള ഒരു രീതിയിലാണ് പേരൻസ് പറയുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെയുമുള്ള കേസസ് ഉണ്ട്. ചിലപ്പോൾ നമ്മളിവരെ നല്ല മൈന്യൂട്ടായിട്ട് ഒബ്സർവ് ചെയ്യും. ചിലർക്ക് മാസ്കിങ് ഉണ്ട്. ഒരു സൈഡിൽ ഇവർ ലോൺലി ആയിട്ടും അവർക്ക് ഡിപ്രസ്ഡ് ആയിട്ടും ഇരിക്കുമ്പോൾ ഇപ്പുറത്ത് ഞാൻ ഹാപ്പി ആണെന്ന് കാണിക്കുന്ന ഒരു രീതിയുള്ളവരുണ്ട്. എന്നാൽ നമ്മുടെ സൊസൈറ്റിയിൽ ആരെങ്കിലും എനിക്ക് പറ്റുന്നില്ല, എന്നെക്കൊണ്ട് കഴിയുന്നില്ല, എനിക്കെല്ലാം ഡിഫിക്കൾട്ടാണെന്ന് പറയുമ്പോൾ ഒരു ഹെൽപ്പ് കൊടുക്കാനുള്ള ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് എപ്പോഴും ഉണ്ടായിരിക്കണം. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റാറ്റസുകളാണ് പ്രശ്നം. എന്ത് വന്നാലും ഒരു പോസ്റ്റർ എടുത്ത്
അങ്ങോട്ട് ഇടുന്നത്. അപ്പോൾ ഇതിലേതാണ് റിയൽ ഏതാണ് ഫേക്ക് എന്ന് ജനറലൈസ് മീൻസ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അതിനകത്ത് കുറച്ച് പ്രെഡിക്റ്റേഴ്സ് ഓഫ് സൂയിസൈഡ് ഉണ്ട്. നമുക്ക് മുൻകൂട്ടി തിരിച്ചറിയാൻ പറ്റുന്ന ചില ഫാക്ടേഴ്സ്. ഇപ്പം ഒരു വ്യക്തി ഒരു തവണ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ റിസ്ക് ഫാക്ടർ. അയാൾ രണ്ടാമത് അറ്റംപ്റ്റ് ചെയ്യാനുള്ള ഒരു ചാൻസസ് വളരെ വളരെ കൂടുതലാണ്. കാരണം ഇത് എങ്ങനെ ചെയ്യും എന്നുള്ള ഒരു ചിന്തകളുണ്ടല്ലോ. അപ്പം പലപ്പോഴും നമ്മൾ ആ ഒരു എങ്ങനെ ചെയ്യും എന്നുള്ള ഒരു പ്ലാനിലേക്ക് ആദ്യമേ തന്നെ എത്തില്ല. നമുക്കൊരു ജസ്റ്റ് ഒരു റാൻഡം ഒരു ചിന്തയായിട്ട് എന്തിനാ ജീവിക്കുന്നത് എന്നുള്ള ഒരു ചിന്തയിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത്. പക്ഷേ പ്ലാൻ ചെയ്ത് ഒരു തവണ അത് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പം ആ ഒരു കടമ്പ കഴിഞ്ഞു. അപ്പോൾ ഒരു കോൺഫിഡൻസ്, ഇത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ആ വ്യക്തിക്ക് കിട്ടും. അപ്പോൾ എപ്പോഴും ഒരു പാസ്റ്റ് ഹിസ്റ്ററി ഓഫ് ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് ഉണ്ടെങ്കിൽ ഒരു കേസ് ഞാൻ എപ്പോഴും ഓർക്കുന്നു. ഒരു ഡിഗ്രിക്ക് പഠിക്കുന്ന ബോയാണ്. അവന് ആദ്യം ചെയ്തത് വെയിൻ കട്ട് ചെയ്തതാണെന്ന് തോന്നുന്നു. അതിൽ നിന്ന് രക്ഷപ്പെട്ടു, വീട്ടിലേക്ക് വന്നു. അപ്പോൾ പിന്നെ എല്ലാവരും കോഷ്യസാണ്, എല്ലാ കാര്യങ്ങളിലും കോഷ്യസാണ്. പക്ഷേ ഈ മരോട്ടിക്ക എന്ന് പറയുന്ന അത് എടുത്ത് കഴിച്ചു രണ്ടാമത്. അതിൽ നിന്നും പിന്നെ വന്നിട്ട് പിന്നെ ഹാങ്ങിങ് നോക്കി. അപ്പോൾ വൺസ് മാം പറഞ്ഞ പോലെ ഇവർക്ക് ഈ കടമ്പ് കടന്ന് കിട്ടിയാൽ പിന്നെ ഇതിനുള്ള ടെൻഡൻസി. അപ്പോൾ ഒരിക്കൽ ആ ഒരു അറ്റംപ്റ്റ് എടുത്തിട്ടുള്ളവരെ എനിക്ക് തോന്നുന്നു വളരെ കാര്യമായിട്ട് നമ്മൾ ശ്രദ്ധിച്ച് അതിന് വേണ്ടുന്നുള്ള ഒരു വീട്ടുകാർ തന്നെ എനിക്ക് തോന്നുന്നു അത് തെറപ്പീസ് അറ്റൻഡ് ചെയ്യണം. അവർ അറ്റൻഡ് ചെയ്യുന്നതിനേക്കാളും അവർക്കൊരു സൈക്കോ എഡ്യൂക്കേഷനും പാരൻസ് തെറപ്പി അറ്റൻഡ് ചെയ്ത് പോയെങ്കിൽ മാത്രമേ ഇവർക്ക് നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇങ്ങനത്തെ തോട്ട്സ് ഉള്ള ആൾക്കാരുടെ അടുത്ത് നമുക്ക് എന്തൊരു തെറാപ്പി ചെയ്താലോ അല്ലെങ്കിൽ എന്ത് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചാലോ നമുക്ക് അതിനൊന്ന് വിട്ടുമാറും. ഇപ്പം നേരത്തെ മാം പറഞ്ഞില്ല, ഇപ്പോൾ ഒരു കുട്ടിയുടെ ഡ്രോയിങ് വെച്ചിട്ടാണ് കണ്ടുപിടിച്ചത്. ഈ സൂയിസൈഡൽ തോട്ട്സ് ഉള്ള അല്ലെങ്കിൽ ഇത്രയും അലട്ടുന്ന ആൾക്കാരെ നമുക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് മനസ്സിലാക്കാൻ പറ്റും. അവരുടെ ചിന്തകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആർട്ട് തെറാപ്പിയിൽ സെഷൻസുകളുണ്ട്. അപ്പോൾ പൊതുവേ ഇതിപ്പോൾ ഒത്തിരി നിരാശയോ ജീവിതത്തിൽ അർത്ഥമില്ല എന്നുള്ള തരത്തിലുള്ളവയോ അപ്പം അവരവരുടെ ചിന്തകൾക്കകത്തും അവരുടെ ഡ്രോയിങ്ങിനകത്തും അത് കാണിച്ചിരിക്കും. അതായത് അവരുടെ ഒരു ലോൺലിനെസ്, ആരുമില്ല, എനിക്കാരുമില്ല, ഞാൻ ഒറ്റയാണ്, എന്നെ കേൾക്കാനില്ല, അല്ലെങ്കിൽ എൻ്റെ കൂടെ സമയം ചെലവഴിക്കാനില്ല, ഇത്തരത്തിലുള്ള മെസ്സേജുകൾ. അതായത് അവരുടെ സങ്കടങ്ങൾ, അതായത് അവരിങ്ങനെ ചുരുങ്ങുകയാണ്, ഷ്രിങ്ക് ചെയ്ത് വരികയാണ്. ഷ്രിങ്ക് ചെയ്ത് വരുമ്പോഴാണല്ലോ ചുറ്റുവട്ടത്തും എല്ലാവരും കാണുമായിരിക്കും. ഒന്നെങ്കിൽ അവർ ഇതുപോലെ സ്റ്റാറ്റസൊക്കെ ഇട്ട് അറിയിക്കുമായിരിക്കും, ആരും ആ SOS കാണുന്നില്ല, ആരും ആ മെസ്സേജിന് റിപ്ലൈ ചെയ്ത് കൊടുക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഇവർ പിന്നെയും ഷ്രിങ്ക് ചെയ്യും. അവിടെയാണ് നമ്മൾ ഇവരെ തിരിച്ചറിയാൻ പറ്റുന്നത്. തിരിച്ചറിയാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെയുള്ള ഹെൽപ്പ് കൊടുക്കുക. അപ്പോൾ ചിലതിനൊക്കെ സൈക്യാട്രിക് ട്രീറ്റ്മെൻറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ക്ലിനിക്കലി വേറെ ഏതെങ്കിലും ഹെൽപ്പുകളൊക്കെ എടുക്കണമായിരിക്കാം. അങ്ങനെ നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓട്ടിസ്റ്റിക് കുട്ടികളെ പറ്റി സംസാരിച്ച കൂട്ടത്തിൽ തന്നെ നമ്മൾ ഭയങ്കര ഇഷ്ടമുള്ള പടമാണ് ഈ താരേ സമീൻ പറ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഈ ലേണിംഗ് ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികൾ, ഡിസ്ലെക്സിയ അങ്ങനത്തെ എല്ലാ അസുഖങ്ങളുള്ള കുട്ടികൾ. പക്ഷേ ഇത് ചിലപ്പോൾ ഇത്രയും ഒരു വൈഡ് റേഞ്ച് ഓഫ് ഒരു പ്രശ്നം അല്ലെങ്കിൽ പോലും ചെറിയ ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ പോലും നമ്മുടെ പാരൻസ് പറയും അതിന് പഠിക്കാൻ അറിയില്ല, നമ്മൾ അങ്ങനെ അടിച്ച് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ ചാക്കോ മാഷിനൊക്കെ പോലെ എനിക്കൊക്കെ അത്ര അടി കിട്ടിയിട്ടുണ്ട് കേട്ടോ വീട്ടിൽ നിന്ന്. അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടെ കുറഞ്ഞു. കാരണം ഇപ്പോൾ കുറച്ചുകൂടെ റൂളൊക്കെ സ്കൂളിൽ അടിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ റൂൾ വന്നതുകൊണ്ട് ഈ കുട്ടികളുടെ ലേണിംഗ് ഡിസബിലിറ്റി ഇപ്പം ഈ ജനറ്റിക്കലി വരുന്ന എന്തെങ്കിലും പ്രശ്നമാണോ, അതോ ഇതെങ്ങനെ അവർ ഡെവലപ്പ് മീൻസ് വരുന്നത്, പിന്നെ നമുക്കിതെങ്ങനെ മനസ്സിലാക്കി അതിനൊരു ക്യൂർ കൊടുക്കാൻ പറ്റും? ഇത് ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ന്യൂറോളജിക്കൽ ആയിട്ടുള്ള കണ്ടീഷനാണ്. ബ്രെയിനിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ്. ഡെവലപ്മെൻറ്റൽ ടൈമിൽ തന്നെ ഇത് വിസിബിൾ ആയിരിക്കും. ഇത് ചെറിയ പ്രായത്തിൽ തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നേരത്തെ പറഞ്ഞ പോലെ ഡിസ്ലെക്സിയ ഉണ്ട്. ഡിസ്ലെക്സിയയിൽ കൂടുതൽ റീഡിംഗ് ആയിട്ട് ബന്ധപ്പെട്ടായിരിക്കും. മേ ബി ഓരോ ലെറ്റർ പെറുക്കി വായിക്കുന്നത് കാണാറുണ്ട്, അല്ലെങ്കിൽ ഓരോ വേർഡ് വായിക്കുന്ന സ്പീഡ് ഭയങ്കര കുറവായിരിക്കാം. ഇനി ചില കുട്ടികൾ പാരഗ്രാഫ് വായിക്കും, പക്ഷേ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊന്നും അറിയില്ല. ഒരു സെൻറ്റൻസും ഒന്നും മീനിങ് ഒട്ടും അവർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയില്ല. ഇത് ഡിസ്ലെക്സിയാണ്. ഇനി അതുപോലെ ഡിസ്ഗ്രാഫി ഉണ്ട്, റൈറ്റിംഗ് ആയിട്ട് ബന്ധപ്പെട്ട്. മിറർ ഇമേജിങ് കാണാറുണ്ട്, ലൈക്ക് ബിക്ക് പകരം ഡി അല്ലെങ്കിൽ പിക്ക് പകരം ക്യൂ, ഇങ്ങനെ മിറർ ഇമേജിങ് ചെയ്യാം. സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ ഒത്തിരിയധികം കാണാം. ഹാൻഡ് റൈറ്റിംഗ് ഭയങ്കര പൂവറായിരിക്കാം. അപ്പോൾ റൈറ്റിങ്ങിൽ ഒത്തിരി മിസ്റ്റേക്ക്, ഗ്രാമാറ്റിക്കൽ, പങ്ക്ച്വേഷൻ, ഇങ്ങനത്തെ കുറേ മിസ്റ്റേക്കുകൾ വരാം. ഇതൊക്കെ ഡിസ്ഗ്രാഫിയാണ്. റൈറ്റിംഗ് സ്പീഡ് ഭയങ്കര സ്ലോ ആയിരിക്കും. കുട്ടികൾ എക്സാം എഴുതുന്ന സമയത്ത് ഓൺ ടൈമിൽ എഴുതിയിട്ടില്ല, ഒത്തിരി അധികം സമയം എടുക്കും. ഇനി ഡിസ്ലെക്സി ആണെങ്കിൽ ക്വസ്റ്റ്യൻസ് വായിക്കാൻ അവർക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട്
അവർക്ക് അറിയുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഇതിനകത്ത് എഴുതി വയ്ക്കും. സോ അങ്ങനെ വരുമ്പോൾ മാർക്ക് കുറയും. ഇനി ഡിസ്കാൽക്കുലി ഉണ്ട് മാത്തമാറ്റിക്സ് ആയിട്ട് ബന്ധപ്പെട്ട്. സോ അതിനകത്ത് മാത്തമാറ്റിക്കൽ സയൻസ് മനസ്സിലാകത്തില്ല, ലൈക്ക് പ്ലസിൻ്റെയും മൈനസിൻ്റെയും അർത്ഥം എന്താണ്, ലൈക്ക് അത് മനസ്സിലാകത്തില്ല, അല്ലെങ്കിൽ അത് മാറിപ്പോകുന്നു. നമ്പർ എന്ന് പറയുന്നത് ആ ഒരു സെൻസ് അവർക്ക് കിട്ടുന്നില്ല. കൂട്ടാനും കുറയ്ക്കാനും ഇപ്പൊ അത് ബുദ്ധിമുട്ടാണ്. യെസ്, ഇപ്പോൾ അതിൽ കുറച്ച് പ്രശ്നമുണ്ട്. യെസ്, ശരിയാണ്. പക്ഷെ ജനറലി ഇപ്പോൾ നോർമലി നമ്മൾ പറയാം 4+6 കിട്ടത്തില്ല. യെസ്, 4+6 എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ആ മെൻ്റലി ഇവർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാകില്ല, കയ്യിൽ എണ്ണണ്ടായിട്ട് വരും. അപ്പോൾ ഇങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ ഈ ഡിസ്കാൽക്കുലിയിൽ ഉണ്ടാകാറുണ്ട്. അപ്പോൾ എങ്ങനെ ഇത് ഐഡൻറ്റിഫൈ ചെയ്യാന്ന് വെച്ചാൽ, ഒന്ന് ഇങ്ങനത്തെ പ്രോബ്ലം വരുന്നുണ്ടോ എന്നുള്ളത് നോക്കുക, പിന്നെ അസസ്മെൻറ്റ് പ്രോപ്പർലി ചെയ്ത് നോക്കുക. അതാണ് നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റുക. എങ്കിൽ മാത്രമേ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ ഇത് LD ആണോ ലേണിംഗ് ഡിസബിലിറ്റി ആണോ അല്ലയോ എന്നുള്ളത്. സോ IQ അസസ്മെൻറ്റ് ചെയ്യുക. IQ ഒരു ആവറേജ് ലെവലിലുണ്ട് അല്ലെങ്കിൽ അതിലും കൂടുതലുണ്ട്. എന്നിട്ട് SLD അസസ്മെൻറ്റ്സ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഈ കുട്ടിക്ക് ഇതുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇതിനകത്ത് ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. എത്രത്തോളം നേരത്തെ നമുക്കിത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമോ, എത്രത്തോളം നേരത്തെ നമുക്ക് ഈ സപ്പോർട്ട് കൊടുക്കാൻ പറ്റുമോ. സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ റെമഡിയൽ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ സ്പെഷ്യൽ എഡ്യൂക്കേഷനാണ് നമുക്ക് ഇതിനകത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഇതിനകത്ത് സപ്പോർട്ട് ചെയ്യുകയാണ്, ഓരോ കാര്യം മനസ്സിലാക്കാൻ ഇവരെ ഹെൽപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവർക്കിത് ഓവർകം ചെയ്യാനായിട്ട് പറ്റും. ബേസിക്കലി ഇതിനകത്ത് ഈ LDയിൽ സംഭവിക്കുന്നത്, ഈ കുട്ടികളുടെ ബ്രെയിനിൽ ചേഞ്ചസ് കാരണം ഇവർക്കൊരു ഇൻഫർമേഷൻ കിട്ടുന്നത്, അതിനെ അവർ പ്രോസസ്സ് ചെയ്യുന്നത്, അതിനെ അവർ മനസ്സിലാക്കുന്നത്, അതിനെ എക്സ്പ്രസ് ചെയ്യുന്ന ഈ ഏരിയകളിലാണ് ഇവർക്ക് ബുദ്ധിമുട്ട് വരുന്നത്. സോ അതിനകത്താണ് നമുക്ക് ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് കഴിയും. പക്ഷേ നമ്മുടെ നാട്ടിൽ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, LD ആണെങ്കിലും ഡിഫിക്കൽട്ടി ആണെങ്കിലും ഡിസബിലിറ്റി ആണെങ്കിലും നമ്മളുടെ പേരൻസ് വിചാരിച്ചിരിക്കുന്നത് 2 ട്യൂഷനൂടെ എക്സ്ട്രാ കൊടുത്താൽ അങ്ങ് ശരിയാകും എന്നുള്ളതാണ്. മടിയാണ്, അലസതയാണ്. ആ സിനിമ പാട്ടൊക്കെ എത്ര പെട്ടെന്നാണ് പഠിക്കുന്നത്, അല്ലെങ്കിൽ അവൻ്റെ റെസ്ലിംഗ് ചാമ്പ്യൻസിൻ്റെ പേരുകൾ ഓർത്ത് വെക്കുന്നു. അപ്പോൾ പിന്നെ ഈ സ്കൂളിലെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ബുദ്ധിമുട്ട്. അപ്പോൾ ഈ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് 5ഉം 6ഉം ട്യൂഷൻസ് കൊടുത്ത് അവരെ വീണ്ടും ഒരു റിബൽ നേച്ചറിലേക്ക് എത്തിക്കുന്ന ഒരു പ്രവണതയാണ് കാണുന്നത്. അപ്പം ഡിസബിലിറ്റിയെ നമ്മൾ ഡിസബിലിറ്റി ആയിട്ട് കാണുക, ലേസിനെസ് ആയിട്ട് കണ്ടിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ ഡിഫിക്കൽട്ടി ആണെങ്കിലും അതിന് റെമഡിയൽ കോച്ചിങ്സ് കൂടിയേ തീരും. അവരെ പഠിപ്പിക്കേണ്ടത് സാധാരണ ടീച്ചേഴ്സ് അല്ല, സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സാണ്. കാരണം അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്ത് അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ കുഞ്ഞിനെ റീഡിങ്, റൈറ്റിംഗ്, ബേസിക് അരിത്തമാറ്റിക്സ് അത്രയെങ്കിലും കിട്ടത്തക്ക രീതിയിൽ. ഇല്ലെങ്കിൽ എന്താ പ്രശ്നമെന്ന് ചോദിച്ചാൽ, ഈ കുഞ്ഞ് ക്ലാസ്സുകൾ മുന്നോട്ട് പോകും തോറും ഇവരുടെ കൗണ്ടർ പാർട്സുമായിട്ട് ഇപ്പോൾ ആരും ബ്ലെയിം ചെയ്തില്ലെങ്കിൽ നിശ്ചയമായിട്ടും ടീച്ചേഴ്സിൻ്റെ ഇടയിൽ പാർഷ്യാലിറ്റി വരും. കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കാൻ തുടങ്ങും. ഇനി അതൊന്നും നടന്നില്ലെങ്കിലും ഇവരുടെ ഉള്ളിൽ ഇവരുടെ ഒരു സെൽഫ് എസ്റ്റീം പോറാവും. ഭയങ്കര ഇൻഫീരിയർ. ഞാനൊരു കുട്ടിയെ കണ്ടത്, അമ്മ അതേ സ്കൂളിലെ ടീച്ചറാണ്, 8th സ്റ്റാൻഡേർഡിൽ CBSEയിലായി. ഇവൻ നമ്മൾ ചെന്ന് ചോദിക്കുമ്പോൾ എനിക്കൊരു പ്രോബ്ലം ഇല്ല. അമ്മ ഇപ്പോഴാണ് ഇതിനെ അഡ്രസ്സ് ചെയ്യാൻ വന്നത്. അവന് 2 അതായത് ഡു, ആസ് അതൊക്കെ മാത്രമേ വായിക്കാൻ പറ്റൂ. ഒരു 3 ലെറ്റേഴ്സ് ആയി കഴിഞ്ഞാൽ അവന് വായിക്കാൻ പറ്റത്തില്ല. അവൻ ഇതിനെ എങ്ങനെയാണ് കോപ്പപ്പ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഇവൻ ക്ലാസ്സിൽ ഏറ്റവും മൂലയ്ക്ക് പോയിരിക്കും, ടീച്ചറിൻ്റെ കണ്ണിൽ പെടാതിരിക്കും, വൺ അമംഗ് ദ ഗ്രൂപ്പ് എന്നുള്ള രീതിയിൽ എങ്ങനെയെങ്കിലുമൊക്കെ കാര്യങ്ങൾ ആരുടെയെങ്കിലും സഹായം വാങ്ങിച്ച് ചെയ്തു വെച്ച് കൊടുക്കും. കാരണം ഇതൊരിക്കലും അത് ടീൻസ് ആയപ്പോഴത്തേനും അവന് പുറത്ത് പറയാനേ താല്പര്യമില്ല. അത്രയ്ക്കങ്ങ് സെൽഫ് എസ്റ്റീം ചുരുങ്ങിപ്പോയ കുട്ടികളെ കണ്ടിട്ടുണ്ട്. റിബലായിട്ടുള്ള കുട്ടികളെ, റിബല്യസ് നേച്ചറിലേക്ക് വരുന്നത്. അപ്പോൾ എത്രയും ഏർലി ഡിറ്റക്ഷൻ ആൻഡ് ഏർലി ഇൻ്റർവെൻഷൻ. അപ്പോൾ ഇനി ചില അമ്മമാരുണ്ട് മിടുക്കര, ഇവർ അമ്മ ജോലിയൊക്കെ രാജിവെച്ചിട്ട് കുഞ്ഞിനെ അങ്ങ് ഒരു സപ്പോർട്ട് ചെയ്ത് സകലത് മഗ്ഗപ്പ് ചെയ്യിച്ച് മിനിമം മാർക്സ് വാങ്ങിച്ച് ഇങ്ങനെ പോകും. എന്നാലും ഇതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യുക. ഇനി ചിലർക്കറിയില്ല. അപ്പോൾ എൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ കുട്ടി നന്നായിട്ട് പഠിച്ചോളൂ, എന്താണ് പാസ് മാർക്കൊക്കെ വാങ്ങിച്ചോളൂ. പക്ഷേ ഇതെവിടെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? അവർ +1 അല്ലെങ്കിൽ +2 അല്ലെങ്കിൽ ഹൈസ്കൂളിലേക്ക് കയറുമ്പോഴാണ് അമ്മ, അല്ലെങ്കിൽ സെക്കൻഡ് കുഞ്ഞുണ്ടാവുന്ന സമയത്ത്, സെക്കൻഡ് ചൈൽഡ് ഉണ്ടാവുന്ന സമയത്ത് അമ്മ കംപ്ലീറ്റ്ലി വിഡ്രോ ആകുമ്പോഴത്തേന് കുഞ്ഞിനൊന്നും അറിയില്ല. കുറച്ചൊക്കെ, അതായത് ഞാൻ ഡിസബിലിറ്റി അല്ല പറഞ്ഞത്, ഡിഫിക്കൽട്ടിയുടെ കേസിലാണ് ഇങ്ങനെ കാണാറുള്ളത്. അപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യുന്നതല്ല ഇതിൻ്റെ ഒരു റെമഡി. ഷുഡ് ഗോ ടു ദ അസസ്മെൻറ്റ് ആൻഡ് ഇൻ്റർവെൻഷനും എടുക്കണം. അത് ഇനി വേറൊരു ഭയങ്കര സ്റ്റിഗ്മ എന്ന് പറഞ്ഞാൽ ലേണിംഗ് ഡിസബിലിറ്റീസിനെ മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലമായിട്ടാണ് കാണുന്നത്. എന്ന് പറഞ്ഞാൽ അതൊരു മാനസിക രോഗമായിട്ട് അങ്ങ് കാണുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് സൈക്കോളജിസ്റ്റുകളുടെ അടുത്ത് പോവുകയാണെന്ന് പറഞ്ഞാൽ മാനസികമായിട്ടുള്ള പ്രശ്നം ഉണ്ടായതുകൊണ്ടാണ്. അതല്ലെങ്കിൽ ഒരു
സ്പെഷ്യൽ എഡ്യൂക്കേറ്ററെ കാണുവാണെങ്കിൽ ഈ സ്പെഷ്യൽ എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഇനി സ്പെഷ്യൽ സ്കൂളിലാക്കണോ എന്നുള്ളൊരു ചോദ്യം. അപ്പോൾ അതൊന്നുമല്ല, അത് നമ്മളുടെ ഒരു പ്രത്യേക തരത്തിലുള്ള അധ്യാപകരാണ്, അവർക്ക് അത് ഒരു എക്സ്ട്രാ കെയർ കൊടുക്കുക, അവർക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ളൊരു കെയറാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്റ്റിഗ്മ മാറ്റി വെച്ചിട്ട് എത്രയും പെട്ടെന്ന്, അല്ലെങ്കിൽ ആ കുട്ടി തന്നെ നഷ്ടപ്പെട്ടു പോകും. ആ കുഞ്ഞിനെ തന്നെ ഒരു നല്ലൊരു സോഷ്യൽ ബീയിങ് ആയിട്ട് ഒരിക്കലും മാറില്ല. നമ്മൾ ഈ ആർട്ട് തെറാപ്പിയിൽ നമുക്ക് ഇതിന് വേണ്ടിയെന്ന് എന്തെങ്കിലും നമുക്ക് പ്രത്യേകിച്ച് ട്രെയിൻ ചെയ്യിപ്പിക്കാൻ പറ്റുമോ? ഇതിന് വേണ്ടിയിട്ടെന്നല്ല, നമ്മൾ അവരിൽ നിന്നേ അവർക്ക് സെൽഫ് എസ്റ്റീം കുറവാണെന്നാണല്ലോ നമ്മൾ പറയുന്നത്. ഇപ്പം ആർട്ട് തെറാപ്പിയിൽ അവർ ചെയ്യുന്ന ഒരു ആർട്ട് വർക്കിലൂടെ അവർക്കൊരു അപ്രീസിയേഷൻ കിട്ടും. ചിലപ്പോൾ അവർ പോലും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും അവർ ചെയ്ത് വെക്കുന്നത്. നമ്മൾ അവർക്ക് സജഷൻസ് കൊടുക്കും. അപ്പം സജഷൻസ് കൊടുക്കുന്നതിലൂടെ അവർക്ക് അവരിലറിയാവുന്ന ഏറ്റവും ബെസ്റ്റിനെ അവർ കാണിക്കാൻ നോക്കും. സോ ദേ വിൽ ഗെറ്റ്സ് അപ്രീസിയേഷൻ. അല്ലെങ്കിൽ വീട്ടുകാരത് അപ്രീഷിയേറ്റ് ചെയ്യുന്നു, ഭിത്തിയിലൊക്കെ അതൊക്കെ ഒട്ടിച്ചു വെക്കുന്നു, ഇവനിത് ചെയ്തു. അപ്പം ഇങ്ങനെ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു അവരുടെ സെൽഫ് എസ്റ്റീം കൂടുന്നതിലൂടെ അവർക്ക് എന്നെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറ്റും എന്നുള്ള ഫീല് കിട്ടും. ആ ഒരു ഫീല് കിട്ടുന്നതിലൂടെ തന്നെ ഇവർക്ക് ഒത്തിരി ഇമ്പ്രൂവ്മെൻറ്റ് വരും. നമ്മുടെ ഒരു കുട്ടി, അവന് നല്ല ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ട്, പക്ഷേ ബെസ്റ്റായിട്ട് വരയ്ക്കും. എനിക്ക് തോന്നുന്നു രേണു അറിയുമായിരിക്കും, അവൻ ആ വർഷത്തെ പിന്നെ ആ ഡിസ്ട്രിക്റ്റിൻ്റെ 2 പിക്ചേഴ്സ് സെലക്ട് ചെയ്തതിൽ ഒരു പിക്ചർ അവൻ്റെ ആയിരുന്നു. അത്ര ബ്യൂട്ടിഫുള്ളി വരയ്ക്കും. അപ്പോൾ അതൊക്കെ ഫാമിലിക്ക് നമ്മളിതൊക്കെ കൊണ്ട് മനസ്സിലാക്കി കൊടുത്തപ്പോഴത്തേനെ ഇന്ന് അവൻ ചെയ്യുന്നത്, ഇപ്പോൾ +2 കഴിഞ്ഞു, പിന്നെ ആനിമേഷനിലാണ്. ഹിസ് ഗുഡ് ഇൻ ആനിമേഷൻ. അപ്പോൾ അത് നമ്മൾ വിചാരിക്കുന്ന ഒരു നമ്മൾക്ക് കേരളത്തിൻ്റെ പിന്നെ വലിയൊരു ദോഷം എന്താണെന്ന് വെച്ചാൽ ഫുൾ A+ അല്ലെങ്കിൽ കുട്ടി മിടുക്കനല്ല എന്നുള്ളതാണ്. ആ ധാരണ, ഈ ഫുൾ A+ ഒരു പാൻഡമിക്കായി മാറിയിട്ടുണ്ട്. ആ ഫുൾ A+ എന്നുള്ള കോൺസെപ്റ്റ് അങ്ങ് മാറ്റി വെച്ചിട്ട് അത്യാവശ്യം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ അക്കാഡമിക്സ് എന്ന് പറഞ്ഞാൽ റീഡിങ്, റൈറ്റിംഗ്, ബേസിക് മാത്തമാറ്റിക്കൽ സ്കിൽ, പിന്നെ അവരുടെ ഇൻട്രസ്റ്റിലേക്ക് അവരെ വളർത്തുക, അവരുടെ ബെസ്റ്റിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ലേണിംഗ് ഡിസബിലിറ്റിയെ അക്സെപ്റ്റ് ചെയ്യാതെ എൻ്റെ കുഞ്ഞിൻ്റെ എല്ലാ അക്കാഡമിക്സും പോയി, ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും അക്കാഡമീഷ്യൻസ് അല്ല, എല്ലാവരും അക്കാഡമീഷ്യൻസ് ആവാനല്ല പുറത്തേക്ക് വരുന്നത്. അവർക്ക് ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ബെസ്റ്റ് ഉണ്ട്, പർപ്പസ് ഉണ്ട്. ഇപ്പോൾ ലേണിംഗ് ഡിസബിലിറ്റി ആയിപ്പോയി ഇനി കുഞ്ഞിൻ്റെ ഭാവി അടഞ്ഞു പോയി എന്ന് ആരും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അത്യാവശ്യം ബേസിക്സ് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക, അവരുടെ ബെസ്റ്റിലേക്ക് അവരെ ലീഡ് ചെയ്യുക. അങ്ങനെ ആർട്ട് തെറാപ്പിയൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഈ പറഞ്ഞ പോലെ റിലാക്സേഷൻ, അവരുടെ സെൽഫ് എസ്റ്റീം ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ അവരുടെ ഈ ഇതുപോലുള്ള ഡിഫറെൻറ്റ് ആർട്ടിസ്റ്റിക് കഴിവുകളെയൊക്കെ കണ്ടെത്താൻ ഹെൽപ്പ് ചെയ്യും. അവരുടെ ക്രിയേറ്റിവിറ്റിയെ ക്രിയേറ്റിവിറ്റി ഒത്തിരി ഇങ്ങനെയുള്ള കുട്ടികൾ ഒത്തിരി ക്രിയേറ്റീവാണ് കേട്ടോ. ലോകത്തിലെ പല മഹാന്മാരെ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവർ ചൈൽഡ്ഹുഡിൽ ഒരു ഓട്ടിസ്റ്റിക് അല്ലെങ്കിൽ ഡിസബിലിറ്റി, ഐൻസ്റ്റീനൊക്കെ സ്കൂളിൽ ഇനി പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആളാണ് ഏറ്റവും കൂടുതൽ കണ്ടുപിടുത്തങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അവർ ഭയങ്കര ക്രിയേറ്റീവായിരിക്കും. അപ്പോൾ ആ മേഖലയിലോട്ട് അവരെ തിരിച്ചുവിടുക. സോ നമ്മൾ നമ്മുടെ വൈൻഡപ്പ് ലേക്ക് വന്നിരിക്കുകയാണ്. സോ ആത്മ മൈ മൈൻഡ് മൈ കെയറിലെ മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസാണ് ഇത്രയും നേരം നിങ്ങളുടെ എൻ്റെ കൂടെ ഇരുന്ന് സംസാരിച്ചത്. സോ എനിക്കറിയേണ്ടത്, ഇപ്പോൾ ഇത്രയും പ്രോബ്ലംസ് നമ്മൾ സംസാരിച്ച സ്ഥിതിക്ക് ആത്മ എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളിലുള്ളൊരു അപ്രോച്ച്, അല്ലെങ്കിൽ ഒരു തെറാപ്പി, ഇതിനോടുള്ളൊരു അപ്രോച്ച് എങ്ങനെയാണ്? ആത്മ ഒരു മെൻ്റൽ ഹെൽത്ത് സർവീസ് പ്രൊവൈഡിങ് ഓർഗനൈസേഷനാണ്. നമുക്കിവിടെ എന്ന് പറയുന്നത് നമ്മളുടെ ഒരു യുണീക്നെസ്, നമ്മൾ ഒരു ഹോളിസ്റ്റിക് ആൻഡ് സയൻറ്റിഫിക് അപ്രോച്ചാണ്. നമ്മൾ അവിടെ അസംഷൻ ബേസിലൊന്നും ചെയ്യില്ല. ഫസ്റ്റ് ഓഫ് ഓൾ അസസ്മെൻറ്റ്. ഒരു ക്ലയൻറ്റ് നമ്മുടെ അടുത്തേക്ക് വന്നാൽ അവർക്കൊരു ഇനീഷ്യൽ ഇൻടേക്ക് സെഷനുണ്ട്. അതിനുശേഷം അവർ നേരെ പോകുന്നത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ, ലൈസൻസ്ഡ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ അസസ്മെൻറ്റിലേക്കായിരിക്കും. ആ അസസ്മെൻറ്റിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്തൊക്കെയാണ് അവരുടെ പ്രോബ്ലംസ് എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ഡിപ്രസീവ് ഫീച്ചേഴ്സ് കാണുന്ന ആൾക്കൊരു ഡിപ്രഷൻ സ്കെയിൽ നോക്കും, അല്ലെങ്കിൽ ആൻഷ്യസ് മോഡുള്ളവർക്ക് ഒരു ആൻഷ്യസ് സ്കെയിൽ നോക്കും, അവരുടെ പേഴ്സണാലിറ്റി നോക്കും. അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള അസസ്മെൻറ്റിന് ശേഷം, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കുട്ടികൾ വരുവാണെങ്കിൽ അവർക്ക് ലേണിംഗ് ഇഷ്യൂസ് ആണെങ്കിൽ ലേണിംഗ് ഡിസബിലിറ്റിക്കുള്ള ടെസ്റ്റുകളും അതുപോലെ അവരുടെ IQ ടെസ്റ്റുകളും അതെല്ലാം നടത്തിയതിന് ശേഷം നമുക്ക് വിൽ ഗെറ്റ് എ ക്ലിയർ പിക്ചർ, സയൻറ്റിഫിക് പിക്ചർ, ഒരു ഡയഗ്നോസിസ് കിട്ടും. ആ ഡയഗ്നോസിസിനനുസരിച്ച് നമ്മൾ തെറാപ്പി പ്രൊവൈഡ് ചെയ്യും. തെറാപ്പി എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും മിയർ സിംറ്റംസിനെ ക്യൂർ ചെയ്യാനായിട്ട് ഇപ്പോൾ ഈ തെറാപ്പിയെക്കുറിച്ചുള്ളൊരു വലിയ തെറ്റിദ്ധാരണയുണ്ട്. പ്രശ്നം വരുമ്പോൾ വരിക,
അവരോട് പറയുക, തെറപ്പിസ്റ്റിനോട് പറയുക, ആശ്വാസം കണ്ടെത്തുക, ആ വഴിക്ക് അതിലേ പറന്നു പോവുക എന്നുള്ള ഒരു തെറ്റിദ്ധാരണ തെറപ്പിയെക്കുറിച്ചുണ്ട്. ഇപ്പോൾ തെറപ്പി എന്ന് പറഞ്ഞാൽ അതല്ല, ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്സ്. ആ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സിൽ നമ്മൾ പോയെങ്കിൽ മാത്രമേ നമുക്കതിനകത്തൊരു റിസൾട്ട് കൊണ്ടുവരാൻ പറ്റൂ, ഹീലിംഗ് കൊണ്ടുവരാൻ പറ്റൂ, ഒരു പ്രിവെൻറ്റീവ് ബെറ്റർമെൻറ്റ് മോഡിലേക്ക് അതിനെ മാറ്റാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ അത് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതും നമ്മളെ ആത്മയുടെ യുണീക്നെസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു തെറാപ്പിസ്റ്റ് അല്ല അവർക്കുള്ളത്. അവർക്കൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഉണ്ടാവും. അതുകൂടാതെ അവരുടെ ലൈഫ് സ്കിൽസ് അങ്ങനത്തുള്ള കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ഉണ്ടാവും. പിന്നെ നമുക്ക് റിലാക്സേഷൻ, ഈ പറഞ്ഞ പോലെ വെൻറ്റിലേഷൻ, അതുപോലെ നമ്മുടെ ക്രിയേറ്റീവ് ഫീൽഡ്. ഇപ്പോൾ ടോക്ക് തെറപ്പിയിലൊക്കെ ആണെങ്കിലും ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ അവർ എല്ലാം ഒന്നും വെർബലി പറയാൻ പറ്റിയെന്നിരിക്കത്തില്ല. അപ്പം രേണുവിനെ പോലുള്ള ആർട്ട് തെറാപ്പിസ്റ്റുകളൊക്കെ ചെല്ലുമ്പം അവരുടെ പിന്നെ ഈ ഒരു ക്രിയേറ്റീവ് ഫീൽഡിലായിരിക്കും അവർ ഒരുപാട് എക്സ്പ്രസ് ചെയ്യുന്നത്. ഇപ്പോൾ ഡ്രാമ തെറാപ്പിയൊക്കെ കഴിഞ്ഞ് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയൊക്കെയുള്ള എക്സ്പ്രഷൻസ് ഉണ്ടായിരുന്നു, ആ രീതിയിലൊക്കെ മുഖമൊന്ന് പോയപ്പോഴത്തേന് എന്തോരം വലിയ റിലാക്സേഷൻ ഉള്ളത്. അപ്പം നമ്മൾ അതുകൊണ്ടാണ് ഈ എല്ലാ തെറപ്യൂട്ടിക്കൽ അപ്രോച്ചസിനെയും, അതും ഏറ്റവും ക്വാളിറ്റി പ്രൊഫഷണൽസ് അവരുടെ ഫിംഗർ ടിപ്പിൽ ചെല്ലുകയാണ്. അപ്പോൾ ആ ഒരു ഹോളിസ്റ്റിക് കെയറും സയൻറ്റിഫിക് കെയറും രണ്ടും ഒരുപോലെ മെത്തഡോളജിക്കലായിട്ട് ഒരു ലോങ് ടേം എന്നാണ് അക്കോർഡിംഗ് ടു ദെയർ പ്രോബ്ലം ആണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത് ഒരു നല്ല ബ്യൂട്ടിഫുൾ റിസൾട്ടാണ്. ഒരുപാട് പേരിലേക്ക് നമുക്ക് റീച്ച് ആവാൻ പറ്റുന്നുണ്ട്. ഏറെ നാളുകളായിട്ട് പല രീതിയിലും ശ്രമിച്ചിട്ട് പ്രശ്നങ്ങൾ മാറാത്തവർ നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് ഈ ഒരു പ്രോസസ്സിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നല്ല റിസൾട്ട് കാണുന്നുണ്ട്. അത് കപ്പിൾസ് ആയാലും ഇൻഡിവിജ്വൽസ് ആയാലും അത് ഞങ്ങളുടെ ഒരു ടീം വർക്കും കൂടെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാമല്ലോ, ഡിഫറെൻറ്റ് പ്രൊഫഷണൽസ്, സൈക്കാട്രിസ്റ്റും ആർട്ട് തെറപ്പിസ്റ്റും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും കൗൺസിലേഴ്സും ഒക്കെ ഒരുപോലെ ഇരുന്ന് വർക്ക് ചെയ്യുന്ന അവിടെ ഒരു ഈഗോ ഇല്ലാതെ, പ്രൊഫഷണൽ ഈഗോ ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്ത് അങ്ങനെ ഒരു കൂട്ടം വളരെ പ്രൊഫഷണൽസ്, വളരെ കാലിബറുള്ള എക്സ്പേർട്സ് ആയിട്ടുള്ള പ്രൊഫഷണൽസിൻ്റെ കെയർ ഒരു മൾട്ടി ഡയമെൻഷണൽ ടീം അപ്രോച്ചിലാണ് കിട്ടുന്നത്. അതുകൊണ്ട് റിസൾട്ടും അതുപോലെ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. സോ ഈ ഒരു എപ്പിസോഡ് ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, കേരളത്തിലെ പൊതുഭൂരിപക്ഷം ആൾക്കാരുടെ ഒരു മെൻ്റൽ ഹെൽത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, അവരുടെ പ്രശ്നങ്ങളെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ പോകുന്നതെന്ന്. ഈ ഒരു റൗണ്ട് ടേബിളിൽ ഇരുന്നിട്ട് ഞാൻ ഇവരോടത്ത് സംസാരിക്കുമ്പോഴും ഓരോ കാര്യങ്ങൾ അറിയുമ്പോഴും എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ മെൻ്റൽ ഹെൽത്ത് എന്നുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിലായി. കാരണം ഏറ്റവും കൂടുതൽ എന്നെ ഫാസിനേറ്റ് ചെയ്യിപ്പിച്ച ഒരു പോയിന്റ് എന്ന് പറയുന്നത് 10 years എടുക്കും, ഐ മീൻ മെജോറിറ്റി ഓഫ് ആൾക്കാർക്ക് ഇതൊന്ന് പറയാനും അല്ലെങ്കിൽ ഒന്ന് ഡയഗ്നോസ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടൊന്ന് പറയുമ്പോൾ ഇറ്റ്സ് ലൈക്ക് എ ഹ്യൂജ് സ്പാൻ. അപ്പം ദയവ് ഇത് കാണുന്ന ഒരുപാട് ആൾക്കാർ സ്വയം എന്താ പറയുക, ഒന്ന് അനലൈസ് ചെയ്യും. ഓക്കെ, എനിക്കിങ്ങനെ പ്രശ്നമുണ്ടോ, ഞാനിങ്ങനെ മറ്റുള്ളവരോട് ചെയ്യുന്നുണ്ടോ, ഇങ്ങനെയൊക്കെ നിങ്ങൾ അനലൈസ് ചെയ്യുന്നുണ്ടാവും. സോ നിങ്ങൾക്ക് അങ്ങനെ എവിടെയെങ്കിലും ഒരു പോയിന്റിൽ എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ കൺസൾട്ട് എ ഡോക്ടർ ആൻഡ് സീക്ക് ഹെൽപ്പ്. നമ്മൾ ഒരിക്കലും നമ്മൾ വൾണറബിൾ ആവുന്നതും അല്ലെങ്കിൽ ഒരാളുടെ അടുത്ത് നമ്മൾ ഹെൽപ്പ് ചോദിക്കുന്നതും നമ്മൾ ഒരിക്കലും നമ്മളതിൽ കുറച്ച് കാണരുത്. ഇറ്റ് ഈസ് യു ആർ ബിക്കമിങ് സ്ട്രോങ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സോ യാ, ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു സോ മച്ച്. നമ്മുടെ ഈ ഫസ്റ്റ് എവർ നമ്മുടെ എക്സ്പേർട്ട് റൗണ്ട് ടേബിളിൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ടോപ്പിക്ക് എനിക്ക് സംസാരിക്കാൻ പറ്റി. അതിന് പറ്റിയ നമുക്ക് പ്രൊഫഷണൽസിനെ നമുക്ക് കിട്ടി. ആത്മ മൈ മൈൻഡ് മൈ കെയറിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. സോ യാ, ദാറ്റ്സ് ഇറ്റ്. ലെറ്റ്സ് പിങ്ക് ഇറ്റ്.